ഹല്ലേലൂയ. ഇവിടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ പ്രലോഭനങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അഥവാ ദൈവശുശ്രൂഷയ്ക്ക് താല്പര്യമെടുക്കുന്ന ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില പ്രലോഭനങ്ങളാണ്. പ്രലോഭനങ്ങൾ എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. പരീക്ഷ എന്നാണ് നമ്മൾ വാസ്തവത്തിൽ മലയാളത്തിൽ ഉപയോഗിക്കുന്നതായ ഭാഗം. പരീക്ഷയും പ്രലോഭനവും രണ്ടും രണ്ടായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ദൈവം ഒരിക്കലും നമ്മളെ പരീക്ഷിക്കത്തില്ല എന്നാണ് യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ. ഞാൻ ആ ഭാഗത്തെ കടക്കുന്നേ ഇല്ല. അത് എൻറ്റയർലി വ്യത്യസ്തമായ വളരെ വിശാലമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രലോഭനം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് തെറ്റിപ്പോകാനുള്ള അല്ലെങ്കിൽ തെറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തെറ്റിലേക്ക് നമ്മളെ വലിച്ചിഴയ്ക്കുവാനുള്ള പിശാചിന്റെ ഒരു പരിശ്രമം അതിനകത്തുണ്ട്. അത് ദൈവം ഒരിക്കലും ചെയ്യത്തില്ല എന്നാണ് യാക്കോബ് പറയുന്നത്. അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. ഈ പല വാക്കുകളും വാക്യങ്ങളും എല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ശരിക്കും അതിന്റെ അർത്ഥം ശരിയായിട്ട് മനസ്സിലാക്കാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ ആ വാക്കുകൾ സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മളൊരു ആക്സിഡന്റ് ഉണ്ടായി നമ്മൾ മരിച്ചില്ലെങ്കിൽ നമ്മൾ പറയും, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ലല്ലോ, മരിച്ചില്ലല്ലോ എന്നാണ് നമ്മൾ അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. ശരിക്കും അവിടെ യാക്കോബൻ ലേഖനത്തിൽ ആ പറയുന്ന വാക്ക് അവിടെ ആ അർത്ഥത്തിലല്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം ദൈവം ദോഷം ചെയ്യാൻ ആരെയും പരീക്ഷിക്കുകയില്ല എന്നാണ്. അതായത് നമുക്ക് അപകടം ഉണ്ടാകത്തില്ലെന്നല്ല അതിന്റെ അർത്ഥം, അപകടം ഉണ്ടായാലും മരിക്കത്തില്ലെന്നല്ല അതിന്റെ അർത്ഥം. ഇതൊക്കെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. വിശ്വാസിയുടെ ജീവിതത്തിൽ അപകടമുണ്ടാകാം, ഒരു പക്ഷേ അപകടത്തിലാണ് മരിച്ചെന്നിരിക്കും, ഇതൊക്കെ സംഭവിക്കാം. കാരണം മരണമെന്ന് പറയുന്നത് അത്ര വലിയ ആനക്കാര്യമൊന്നുമില്ല നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ മരണം എന്ന് പറയുന്നത് ഒരു വലിയ അതൊരു പാലമാണ്, അല്ലെങ്കിൽ എന്താണ്, അക്കരെ കടക്കാനുള്ള ഒരു പാലമാണ് വാസ്തവത്തിൽ മരണം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മളെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവം അയക്കുന്ന ഒരു വാഹനം എന്ന നിലയിൽ വേണം നമ്മൾ മരണത്തെ കാണാൻ. അതിപ്പോ എങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല, എന്താണ്, അസുഖമായി മരിച്ചാലും കുഴപ്പമില്ല, ആക്സിഡന്റ് ഉണ്ടായി മരിച്ചാലും കുഴപ്പമില്ല, ഇടിവെട്ടിച്ചത്താലും കുഴപ്പമില്ല, ഇനി ആരെങ്കിലും നമ്മളെ തല്ലിക്കൊന്നാലും കുഴപ്പമില്ല, തെങ്ങ് ദേഹത്ത് വീണ് മരിച്ചാലും കുഴപ്പമില്ല, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. കാര്യം ഈ മരണമല്ല ഒരുപോലെ ഉള്ളൂ. മരണ വീടുകളിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ളൊരു വാക്കുണ്ട്, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു, കർത്താവെ ഒരു നല്ല മരണം കൊടുക്കണമെന്നാ. നല്ല മരണം കിട്ടുന്നതിനകത്ത് വലിയ അർത്ഥമില്ല, നല്ല ഒരു ഉയിർപ്പ് കിട്ടുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നമുക്ക് ഒരിക്കലും അപകടം ഉണ്ടാകത്തില്ല, അപകടത്തിൽ ആരും മരിക്കത്തില്ല, അപകടത്തിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അയാള് മോശമായിരുന്നെന്ന് ആരും ചിന്തിക്കരുത്. എനിക്ക് ഒരുപക്ഷെ ലോകത്തിലുള്ള എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഈ കാലയളവിൽ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ ഏറ്റവും ആഴത്തിൽ ദൈവവചനം ശുശ്രൂഷിച്ചിരുന്ന ഒരു ദൈവദാസൻ ഈ യുഗത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് ഡേവിഡ് വിൽക്കേഴ്സൺ ആണ്. ഡേവിഡ് വിൽക്കേഴ്സൺ എന്ന് പറയുന്ന ദൈവദാസനാണ് അമേരിക്കയുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ ആത്മീയതയ്ക്ക് ഒരു പുതിയ മുഖമുണ്ടാക്കി കൊടുത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ 2000 പ്രസംഗങ്ങൾ നെറ്റിൽ അവൈലബിൾ ആണ്. അദ്ദേഹം പ്രസംഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിക്കും കരയാതെ കേൾക്കാൻ കഴിയില്ല. അതുപോലെയുള്ള ഒരു പ്രസംഗകനാണ്. സൗണ്ടായിട്ടുള്ള ടീച്ചിങ് ആണ്. അതാണ് ഇന്നത്തെ പലപ്പോഴും ഇമോഷണലായിട്ട് പ്രസംഗിക്കുന്ന പലരും ഉണ്ടായിരിക്കും, പക്ഷെ അവരുടെ ടീച്ചിങ് ഭയങ്കര സൗണ്ട് ആയിരിക്കത്തില്ല. എന്നാൽ ഡേവിഡ് വിൽക്കേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി സൗണ്ട് ടീച്ചിങ്ങുമാണ്, അതേസമയം വളരെ ആഴത്തിൽ ഹൃദയത്തിന്റെ അന്തരാളത്തിൽ കടന്നു വരുന്ന സന്ദേശമാണ്, ഒരു പ്രവാചക സന്ദേശമാണ് അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ വ്യക്തി ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അപ്പോൾ ലോകത്തിലുള്ള മുഴുവൻ ആളുകളും ചോദിച്ച ചോദ്യമുണ്ട്, ഇത്രയും വിശുദ്ധനായ ഒരു മനുഷ്യൻ ആക്സിഡന്റിൽ മരിക്കുമോ? എന്തുകൊണ്ടാണ് ദൈവം അത് ചെയ്തത്? എന്തുകൊണ്ടാണ് ദൈവം അത് ചെയ്തതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, എത്ര വിശുദ്ധനായ വ്യക്തിക്കും ആക്സിഡന്റ് ഉണ്ടാകാം, ഒരുപക്ഷെ മരിച്ചു പോയേക്കാം. ഇതൊന്നും ഒരു വലിയ ഇഷ്യൂ അല്ല. എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? മരണം നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഇനി നമ്മൾ പറഞ്ഞ കാര്യം, ദൈവം ദോഷം ചെയ്യാൻ ആരെയും പ്രലോഭിപ്പിക്കത്തില്ല. ദൈവം പരീക്ഷിക്കുന്നുണ്ട്. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ച് പറഞ്ഞത് എന്തെന്നാൽ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. പക്ഷെ ദൈവം ദോഷം ചെയ്യാൻ ആരെയും പ്രലോഭിപ്പിക്കുകയില്ല. ദോഷം ചെയ്യാൻ പ്രലോഭിപ്പിക്കുന്ന ആളിന്റെ പേരാണ് ശരിക്കും പിശാച് എന്ന് പറയുന്നത്. പിശാച് നമ്മളെ ദോഷം ചെയ്യാൻ, അഥവാ ദൈവിക പദ്ധതിയിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുവാനുള്ള പരിശ്രമം അവന്റെ പക്കലുണ്ട്. അതിനുള്ള അവന്റെ ആയുധമാണ് നമ്മുടെ നേരെ വരുന്നതായ എല്ലാ
പ്രലോഭനങ്ങളും അത് പിശാചിന്റെ ഒരു ആയുധം എന്ന നിലയിൽ നമ്മൾ തിരിച്ചറിയണം. ഇവിടെ യേശുവിനെ പരീക്ഷിക്കേണ്ടതിന് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും പറയുന്ന വാക്കുകൾ ഒരുപോലെ നമ്മൾ വായിച്ചു പോകണം. 4-ാം അധ്യായത്തിന്റെ 2-ന്റെയും 4-ാം അധ്യായം തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ then Jesus was led up by the Spirit into the wilderness to be tempted by devil. പിശാചിനാൽ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് ലൂക്കിൽ വരുമ്പോഴത്തേക്ക് അവിടെ കാണുന്നത് 4-ാം അധ്യായത്തിൽ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇവിടെ നമ്മളെ വളരെയേറെ ഈ വേദോസത്തിലെ ചില ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും. അതായത് ഞാനുൾപ്പെടെ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകും. ഇതെന്താ ഇങ്ങനെ എന്ന് ചിന്തിച്ചു പോകും. ഇവിടെ ഇതുപോലെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ്? പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തിയെന്ന്. നോക്ക്, ആത്മാവാണ് നടത്തിയത്. പക്ഷെ ആത്മാവല്ല പരീക്ഷിക്കുന്നത് അഥവാ പ്രലോഭിപ്പിക്കുന്നത് ആരാണ്? പിശാചാണ്. അപ്പോൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലോട്ട് നടത്തിയതെന്ന്. ഇത് ശരിക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇതെന്തൊരു പരിപാടിയായി ആത്മാവ് കാണിക്കുന്നത്? പിശാചിന്റെ പരീക്ഷ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ നമ്മളെ രക്ഷിക്കാനല്ലേ ആത്മാവ് പരിശ്രമിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ കൊണ്ട് നമുക്കുള്ള ഒരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ചിന്ത പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് നമ്മളെ കടത്തി വിടാതെ നമ്മളെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്ന പല സമയത്തും. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ കാണുന്നത്. പ്രലോഭിപ്പിക്കപ്പെടേണ്ടതിന് വേണ്ടി ആത്മാവ് എങ്ങോട്ട് നടത്തുകയാണ്? മരുഭൂമിയിലേക്ക് നടത്തുകയാണ്. മരുഭൂമിയിലേക്ക് പ്രലോഭിപ്പിക്കപ്പെടേണ്ടതിന് വേണ്ടി. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? അപ്പോൾ ആത്മാവ് അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് തള്ളിവിട്ടത്. ഇത് ശരിയായ ഒരു നടപടിയാണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര കഷ്ടമല്ലേ? പ്രലോഭിപ്പിക്കപ്പെടേണ്ടതിന് വേണ്ടി ആത്മാവ് നമ്മളെ പിശാചിന്റെ കയ്യിലോട്ട് തള്ളിയിട്ട് കൊടുക്കുന്നത്. എന്തിനാണ് പ്രലോഭനങ്ങളെ ദൈവം അനുവദിക്കുന്നത്? അതെപ്പോഴും ആൾക്കാർ ചോദിക്കും. ഈ പ്രലോഭനം ഇല്ലായിരുന്നെങ്കിൽ ആദാമും ഹവ്വായും ഒക്കെ സുഖമായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യമൊക്കെ അനുഭവിച്ചുകൊണ്ട് ഈ ഏതൻ തോട്ടത്തിൽ കഴിഞ്ഞോണ്ടായിരുന്നല്ലോ. എന്തിനാ ഈ വലിയ പ്രലോഭനങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അനുവാദം കൊടുത്തത്? അതുകൊണ്ടല്ലേ? അപ്പോൾ ഈ ഒരു നോർമൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ സാധാരണ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്നില്ലേ? ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് അവർ പഠിക്കുന്നു എന്നുള്ളത് ശരിയാണ്. അവസാനം ഇവർക്ക് ഒരു പരിപാടിയുണ്ട്, പരീക്ഷ എന്ന് പറഞ്ഞൊരു പരിപാടി. എന്തിനാ പരീക്ഷ? എന്തിനാണ് പരീക്ഷ? അത് നമ്മൾ കുഞ്ഞുങ്ങൾ പഠിക്കാനുള്ളതൊക്കെ പരീക്ഷയിലാണോ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്? അല്ലല്ലോ. പരീക്ഷ ഇല്ലെങ്കിലും കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ലേ? അവർ നന്നായിട്ടങ്ങ് പഠിച്ചാൽ പോരെ. എന്തിനാണ് പരീക്ഷ? എന്തിനാണ് പരീക്ഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പഠനം ശരിയായിരുന്നോ എന്നും ഇവർ അതിനകത്ത് എത്രത്തോളം ഫെയ്ത്ത്ഫുൾ ആയിരുന്നു എന്നുള്ളതും തെളിയിക്കേണ്ടതിന് വേണ്ടിയാണ്. അപ്പോൾ പരീക്ഷയിലെ മാർക്ക് വെച്ചാണ് അവന്റെ ഭാവിയുടെ കാര്യങ്ങളിൽ ഇവനെ ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് കാര്യം. ഈ നിങ്ങൾക്കൊരു ജോലി തരുന്ന ആൾ നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്നുള്ളത് തിരക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടോ ഇല്ല, നിങ്ങളുടെ കോളേജിൽ വന്നിട്ടുണ്ടോ? നിങ്ങൾ നന്നായിട്ട് പഠിച്ചു എന്നുള്ളതിന്റെ തെളിവെന്താണ്? ആ സർട്ടിഫിക്കറ്റ് ആണ്. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് എത്ര % മാർക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അഥവാ നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് പഠിച്ചു എന്നതിന്റെ തെളിവാണ്. ഇതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ദൈവത്തോടുള്ള അവന്റെ ഭക്തിയുടെ തെളിവാണ്, അല്ലെങ്കിൽ അത് തെളിയിക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിശോധനകളെ നമുക്ക് ലഭിക്കുന്നത്. അഥവാ ഒരു പരിധിവരെ ഇറ്റ് ഈസ് ഈ പരിശോധനയും അല്ലെങ്കിൽ പരീക്ഷയും പരിശോധനയും തമ്മിൽ ഉള്ള ഒരു സാമ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിടത്തും നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പ്രലോഭനങ്ങളിലും നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പരീക്ഷയിലും നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ പ്രലോഭനങ്ങളിൽ തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രലോഭനം കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്, അല്ലേ? അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ച് പറഞ്ഞതെന്നാൽ ഗാഡ് വാസ് ടെസ്റ്റിംഗ് ഹിം. അല്ലെങ്കിൽ കഷ്ടതയുടെ തീച്ചൂളയിൽ അവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അവിടെ പാപം ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷേ അവിടെ നമ്മൾ ദൈവത്തോട് എത്രമാത്രം സ്നേഹം വെച്ച് പുലർത്തുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് നമുക്ക് ലഭിക്കുന്നത് ഈ പരീക്ഷയിലൂടെ അല്ലെങ്കിൽ പ്രലോഭനങ്ങളിലൂടെയാണ്. പ്രലോഭനങ്ങളിൽ പരീക്ഷ തരുന്നത് ദൈവമാണെങ്കിൽ പ്രലോഭനം തരുന്നത് പിശാചാണെന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രലോഭിപ്പിക്കുവാനുള്ള അനുവാദം ദൈവം ആർക്ക് കൊടുത്തിരിക്കുന്നു? പിശാചിന് കൊടുത്തിരിക്കുന്നു എന്നാണ്. ഏദൻ തോട്ടത്തിൽ ദൈവ സംസർഗത്തിൽ ജീവിച്ചതായ ആദമിനെയും ഹവ്വയെയും അവരുടെ ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ അവർക്ക് ദൈവത്തോടുള്ള പറ്റുമാനം, അവർ ദൈവത്തോട് എത്രത്തോളം അടുത്തിരിക്കുന്നു എന്നുള്ളത് തെളിയിക്കാൻ ശരിക്കും ദൈവം
പ്രലോഭകനായി അയച്ചത് പിശാചിനെ തന്നെയാണ്. അഥവാ പ്രലോഭനം ശരിക്കും പിശാചിനെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മളെ ടെംപ്റ്റ് ചെയ്യാൻ. അതുകൊണ്ട് എന്താണ് ടെംപ്റ്റർ എന്നാണ് അവന് വാസ്തവത്തിൽ കൊടുത്തിരിക്കുന്ന പേര് തന്നെ. ടെംപ്റ്റർ, പരീക്ഷിക്കുന്നവൻ അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുന്നവൻ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടിയുടെ അവന്റെ ബുദ്ധി വൈഭവം അല്ലെങ്കിൽ അവന്റെ എബിലിറ്റീസ് തെളിയിക്കുന്നത് ഒരു പരീക്ഷയിലൂടെയാണ്. അപ്പോൾ ദൈവം ആദമനെ ഹവ്വയെയും പരീക്ഷിക്കാൻ വിട്ടില്ലായിരുന്നെങ്കിൽ, പരീക്ഷ എഴുതുവാൻ കുഞ്ഞിനെ നിങ്ങൾ അനുവദിക്കാത്ത ഒരു കുഞ്ഞുങ്ങളെ അനുവദിക്കാത്ത, മോനെ എനിക്കൊരു പേടിയുണ്ട്, നീ ചിലപ്പോൾ തോറ്റു പോകുമെന്ന്, അതുകൊണ്ട് നീ പരീക്ഷ എഴുതണ്ട എന്ന് പറയുന്ന ഒരു പിതാവിനെ പോലെ ആയി പോകും. ദൈവം ആദമനെ ഹവ്വയെയും പരീക്ഷിക്കപ്പെടേണ്ടതിന് വിട്ടുകൊടുത്തില്ലായിരുന്നുവെങ്കിൽ. ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ഓക്കെ പ്രലോഭനങ്ങൾ അങ്ങ് വിട്ടോ, എന്നാലും ഏറ്റവും ഒടുവിൽ ഇവൾ ഈ പഴം പറിക്കാൻ നേരം അന്നേരമെങ്കിലും ആ കയ്യെ കയറി ഒന്ന് പിടിച്ചായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോകത്തില്ലേ? അങ്ങനെയാണെങ്കിൽ മക്കൾക്ക് പകരം പരീക്ഷ എഴുതുന്ന ഒരു അപ്പനെ പോലെ ആയി പോയതിനെ ദൈവം. അപ്പൊ അതുകൊണ്ട് ദൈവം ഈ രണ്ട് കാര്യങ്ങളും ചെയ്തില്ല. ദൈവം എന്ത് ചെയ്തു? പ്രലോഭനത്തിന് വേണ്ടി ആദമനെ ഹവ്വയെയും വിട്ടുകൊടുത്തു. അത് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല, അല്ലെങ്കിൽ അവരോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പ്രലോഭനങ്ങൾക്ക് ദൈവം അവരെ വിട്ടുകൊടുത്തപ്പോൾ ഈ പ്രലോഭനങ്ങൾ അവർ വീണു പോയാലും എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ തീരുമാനിച്ചിരുന്നത് കൊണ്ടാണ് ദൈവം തന്റെ ഇടത്തോടുകൂടെ ഈ വ്യക്തികളെ ആദമനെ ഹവ്വയെയും പ്രലോഭനത്തിന് വിട്ടുകൊടുത്തത്. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പ്ലാനോട് നീ പോയി പരീക്ഷ എഴുത്, നീ ജയിച്ചില്ലെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല, ജയിച്ചില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നത് പോലെ കർത്താവ് പറയുകയാണ്, നീ പ്രലോഭനങ്ങളിലൂടെ കടന്നു പോക്കോ. അതിനകത്ത് ജയിച്ചില്ലെങ്കിലും ആദമനോട് ഹവ്വയോടും ജയിച്ചില്ലെങ്കിലും എന്ന് പറയുമ്പോഴത്തേക്ക് ജയിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതും കൂടെ ദൈവം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യേശുവിന്റെ കാര്യത്തിൽ ജയിച്ചില്ലെങ്കിൽ എന്നുള്ളൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. കാര്യം യേശു ആരാണെന്നുള്ളത് ദൈവത്തിന് അറിയാം. അതിനകത്ത് പറയുന്ന ഒരു കാര്യം എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിക്കുമ്പോൾ, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ആൻഡ് ജീസസ് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് റിട്ടേൺ ഫ്രം ജോർദൻ and was led by the Spirit and he was full of Spirit. അവൻ പൂർണ്ണമായും ആത്മാവിൽ നിറഞ്ഞിരുന്നു. അപ്പോൾ ആത്മാവിന് നല്ലൊരു ബോധ്യമുണ്ട്, ഹി ഈസ് ഫുൾ ഓഫ് സ്പിരിറ്റ്. ആത്മാവ് നിറഞ്ഞവനാണ്. ഫുൾ ഓഫ് സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം ഫുൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നിനും അതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഞാനിപ്പോൾ ഒരു കുപ്പിക്കകത്ത് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിനകത്ത് ഒരു ഫുൾ ഗ്ലാസ്സിനകത്ത് ഞാൻ കുഞ്ഞുങ്ങൾ കളിക്കുന്ന മാർബിൾസ് ഉണ്ടല്ലോ, ഈ വട്ട് കളിക്കാൻ നമ്മൾ പറയുമല്ലോ മാർബിൾസ്, ആ മാർബിൾസ് എടുത്തിട്ട് അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഐ ക്യാൻ സേ ദാറ്റ് ഈസ് ഫുൾ ഓഫ് മാർബിൾസ്. പക്ഷെ എന്നാലും അതിനകത്ത് ഞാൻ കുറച്ച് ചരല് വാരിയിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മണ്ണ് വാരിയിട്ടാൽ പിന്നെ അതിനകത്ത് സ്പേസ് ഉണ്ട്. അതിന്റെ അർത്ഥം ഇത് മാർബിൾസ് നിറഞ്ഞിരുന്നെങ്കിലും അതിനകത്ത് വീണ്ടും എന്തുണ്ടായിരുന്നു? സ്പേസ് ഉണ്ടായിരുന്നെന്നാണ്. അപ്പോൾ ഇത് മണല് നിറച്ചു കഴിയുമ്പോൾ നമ്മൾ കണ്ടാൽ ഇതെന്താണ്? ഫുള്ളാണ്. പക്ഷെ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് മനസ്സിലാകും വെള്ളം ഉള്ളിലോട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോഴും അത് ഫുള്ളല്ല. എന്നാൽ ഒരു ഗ്ലാസ്സിനകത്ത് മുഴുവൻ വെള്ളം നിറച്ചു കഴിഞ്ഞിട്ട് നിങ്ങളൊരു മാർബിൾ ഇടാൻ നോക്കിയാലോ? നടക്കത്തില്ല. എന്തുകൊണ്ട് നടക്കത്തില്ല? ബിക്കോസ് ഇറ്റ് ഈസ് ഫുൾ. അതിനകത്ത് വേറെ ഒന്നിനും പ്രവേശിക്കുവാനുള്ള സ്ഥലമില്ല. അതാണ് ആത്മാവ് നിറഞ്ഞവരാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. നമ്മളൊക്കെ ആത്മനിറവ് പ്രാപിച്ചെന്ന് പറഞ്ഞു കഴിയുന്നത് നമ്മൾ ചിന്തിക്കുന്നതെന്നറിയാം, ആത്മാവ് നിറഞ്ഞ് പുറത്തോട്ട് അന്യഭാഷ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ആത്മാവ് നിറഞ്ഞു, പിന്നെ അതിനകത്ത് വേറെ എന്തുവാണ്? ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞെന്ന്. ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനകത്ത് കയറാൻ കഴിയാത്ത രീതിയിൽ നിറഞ്ഞാലേ ആത്മനിറവുള്ളവരായി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നീ പൊക്കോ മോനെ എന്ന് പറഞ്ഞു വിടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിന് അറിയാമായിരുന്നു ഹീസ് ഫുൾ ഓഫ് സ്പിരിറ്റ്. അതുകൊണ്ട് പിശാച് ലോകത്തിന്റെ എന്ത് പ്രലോഭനങ്ങളുമായിട്ട് യേശുവിന്റെ അടുത്തേക്ക് വന്നാലും അതിന് കടക്കാൻ ഇടമില്ലാതെ വണ്ണം യേശു കർത്താവ് ആത്മാവിൽ നിറഞ്ഞവനായിരുന്നു എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ആത്മാവ് തന്റെ ഇടത്തോടുകൂടെ എന്താണ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തുന്നത്. അപ്പോൾ യേശുവിൽ ആത്മാവിന് കംപ്ലീറ്റ് ആയിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? ബിക്കോസ് ഹി വാസ് ഫുൾ ഓഫ് സ്പിരിറ്റ്. നമ്മൾ പലപ്പോഴും പ്രലോഭിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ കഷ്ടത അനുഭവിക്കുന്നത് പരീക്ഷിക്കപ്പെടുന്നതൊക്കെ ദൈവത്തിന് നമ്മളിൽ കോൺഫിഡൻസ് ഉള്ളപ്പോഴാണ്.
അല്ലാതെ ദൈവത്തിന് നമ്മളിൽ കോൺഫിഡൻസ് ഇല്ലാത്തപ്പോഴല്ല. നമ്മളിൽ പലപ്പോഴും നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന പല പാഠങ്ങളും വെച്ച് അതാണല്ലോ ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. ആർക്കാണ് കഷ്ടത ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും, അത് ബ്രദറെ വിശ്വാസം വേണം, വിശ്വാസം. അതുകൊണ്ട് നീ ഒന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്തുണ്ടാകത്തില്ല? കഷ്ടത ഉണ്ടാകത്തില്ല, പ്രയാസം ഉണ്ടാകത്തില്ല. പക്ഷെ അത് വേദപുസ്തകത്തിന് നേരെ വിപരീത ഉപദേശമാണ്. കാരണം വിശ്വാസമുള്ളവർക്കാണ് ദൈവം കഷ്ടത കൊടുക്കുന്നത്. ഇയ്യോബിന്റെ കാര്യത്തിൽ ദൈവത്തിന് ഭയങ്കര വിശ്വാസമായിരുന്നു, കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സാത്താനോട് പറഞ്ഞു, നീ എന്തോ വേണേലും ചെയ്തോളാം. പത്രോസിന്റെ കാര്യത്തിൽ അത്രയും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് പത്രോസിനെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കർത്താവിനോട് അനുവാദം ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞില്ല, ഒരു മിനിറ്റ് ഞാൻ പറയാം, സമയമാകുമ്പോൾ പറയാം, അതുവരെ അവനെ അങ്ങനെ അങ്ങ് പാറ്റാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? കർത്താവിന് ഇയ്യോബിൽ ഉണ്ടായിരുന്ന അത്രയും കോൺഫിഡൻസ് ആരിലില്ലായിരുന്നു? പത്രോസില് ഇല്ലായിരുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ കഷ്ടതയും പ്രയാസവും കണ്ടിട്ട് അയാൾക്ക് വിശ്വാസമില്ലെന്ന് പറയരുത്. അയാൾക്ക് വിശ്വാസം കൂടുതലുള്ളത് കൊണ്ടാണ് ദൈവം അയാളുടെ ജീവിതത്തിൽ കൂടുതൽ കഷ്ടതയും കൂടുതൽ പ്രയാസവും കൊടുക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ദൈവത്തിന് ആ വ്യക്തിയില് കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, when God answers your prayers, you will have confidence in God. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ കോൺഫിഡൻസ് ഉണ്ടാകും. ഞാൻ പ്രാർത്ഥിച്ചാൽ കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കും, ഇല്ലേ? പ്രാർത്ഥന കേൾക്കുമ്പോഴല്ലേ നമുക്ക് ദൈവത്തിൽ എന്തുണ്ടാകുന്നത്? ഒരു ഉറപ്പുണ്ടാകുന്നത്, ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. എന്നാൽ അതിന്റെ മറുവശം എന്നറിയാമോ? when God doesn't answer your prayers, God has confidence in you. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന് നിങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടെന്നാണ്. എന്ത് കോൺഫിഡൻസ്? ഇവന്റെ പ്രാർത്ഥന ഇപ്പൊ കേട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇവൻ എന്നെ ഇട്ടേച്ച് പോകത്തില്ലെന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ആളുകൾ പ്രാർത്ഥിക്കും അന്നേരം ടക ടക ടകടാന്ന് പറഞ്ഞ് എല്ലാ കാര്യവും നടക്കുന്നതെന്നറിയാമോ? അങ്ങനെ നടന്നില്ലെങ്കിൽ ഇവൻ ചിലപ്പോ എന്നെ ഇട്ടേച്ച് പോയാലോ എന്ന് ദൈവത്തിന് പേടിയുള്ളത് കൊണ്ടാ. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും, എന്റെ ദൈവമേ ഇനി ഇവൻ ഇത് കൊടുക്കാഞ്ഞിട്ട് എന്നെ ഇട്ടേച്ച് പോകണ്ട എന്ന് വെച്ച് പലപ്പോഴും കർത്താവ് ഒത്തിരി പേർക്ക് ഒത്തിരി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടോ നിങ്ങളുടെ വിശ്വാസത്തിന്റെ കൂടുതൽ കൊണ്ടോ ഒന്നും അല്ല. ദൈവത്തിന് കോൺഫിഡൻസ് ഉണ്ടാകണമെങ്കിൽ പല സമയത്തും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കാതിരിക്കണം. അപ്പോഴാണ് അതിന്റെ അർത്ഥം ദൈവത്തിന് നമ്മളിൽ എന്തുണ്ട്? കോൺഫിഡൻസ് ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. പലപ്പോഴും ഈ ഇൻവാലിഡ് ചിൽഡ്രൻ ഉള്ള മാതാപിതാക്കളെയൊക്കെ ഞാൻ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അവരിൽ ദൈവത്തിന് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു കുഞ്ഞിനെ അവർക്ക് കൊടുത്തത്. കാരണം അതിനെയൊക്കെ നമ്മളെയൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോകത്തില്ലെന്നുള്ള ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? അത് നോക്കി നടത്താൻ. ഇറ്റ്സ് സോ ഫ്രജൈൽ, റൈറ്റ്? ഇറ്റ്സ് സോ ഫ്രജൈൽ. എപ്പോഴും പൊട്ടിപ്പോകാവുന്ന ഒരു പളുങ്ക് പാത്രം പോലെയാണ് ഒരു ഇൻവാലിഡ് ചൈൽഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കുഞ്ഞിനെയൊക്കെ തന്ന മാതാപിതാക്കളിൽ ദൈവത്തിന് എന്തുമാത്രം കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, ഇല്ലേ? അങ്ങനെ ഒരാളെ മാത്രമേ അത് ഏൽപ്പിച്ചു കൊടുക്കത്തുള്ളൂ. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? അപ്പോൾ ദൈവത്തിന് നമ്മളിലുള്ള കോൺഫിഡൻസ് ഒരു വലിയ വിഷയമാണ്. യേശുവിൽ ദൈവത്തിന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് കർത്താവ് പറഞ്ഞു, ഐ ഡോണ്ട് കെയർ, യു ജസ്റ്റ് ഗോ, there is somebody waiting for you in the wilderness. Who is that? He is not an angel, he is the devil. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ പ്രലോഭനങ്ങൾ ദൈവം ഏൽപ്പിക്കുന്നത് വല്ല ഏഞ്ചൽസിനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു, അല്ലേ? ഒരു മയമൊക്കെ കാണുമല്ലോ. പക്ഷേ ഇത് ഒരു മയവും ഇല്ലാതെ പ്രലോഭനങ്ങൾ ആരെ ഏൽപ്പിച്ചിരിക്കുകയാണ്? പിശാചിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതെന്താ പിശാചിനെ ഏൽപ്പിച്ചത്? കാരണം നമ്മളുടെ ഇന്റഗ്രിറ്റിയിൽ സംശയം പ്രകടിപ്പിക്കുന്ന വ്യക്തികൾ ഏഞ്ചൽസ് അല്ല. നമ്മുടെ ഇന്റഗ്രിറ്റിയിൽ സംശയം പ്രകടിപ്പിക്കുന്ന വ്യക്തി പിശാചാണ്. അപ്പൊ അവനെ തന്നെ പ്രലോഭനം ഏൽപ്പിച്ചെങ്കിലേ അവന്റെ നാവടയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ തന്നെ പറയുമല്ലോ, പലപ്പോഴും ആളുകളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറയത്തില്ലേ? സംശയം ഉള്ളവരല്ലേ ടെസ്റ്റ് ചെയ്യണ്ടേ? സംശയം ഇല്ലാത്തൊരു ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഉണ്ടോ? അപ്പോൾ ഞാനും യേശുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ആ യേശുവുമായിട്ടുള്ള എന്റെ ബന്ധത്തെക്കുറിച്ച് ഏഞ്ചൽസിന് സംശയമൊന്നുമില്ല. പക്ഷെ ആർക്ക് സംശയമുണ്ട്? പിശാചിന് സംശയമുണ്ട്. അതുകൊണ്ട് പിശാച് പറയും, അവൻ നിന്നെ പിൻപറ്റുന്നതിന് കാരണമുണ്ട്. ഇയ്യോബിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നതാണ്. ദൈവത്തിന്റെ പുത്രന്മാർ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ദൈവസന്നിധിയിലേക്ക് സാത്താൻ കടന്നു ചെല്ലുകയാണ്. അത് തന്നെ നമ്മളെ കുഴയ്ക്കുന്ന ഒരു പ്രശ്നമാണ്.
ഏതാ? ദൈവം എന്തായി സാത്താനെ അവിടെ കയറി വരാനായിട്ട് അനുവദിച്ചത്? ദൈവപുത്രന്മാരെല്ലാം കൂടെ ഇരിക്കുന്നിടത്ത് സാത്താൻ കയറി വരാൻ കാര്യം എന്താ? എന്തുകൊണ്ടാണ് ദൈവം ഇതിനെ തള്ളിക്കളയാഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിനൊരു ആൻസർ ഉണ്ട്. ഒരു കോടതിയിലേക്ക് കയറി ചെല്ലാൻ ആർക്കൊക്കെയാണ് അനുവാദമുള്ളത്? ജഡ്ജിന് കയറി ചെല്ലാം, അഡ്വക്കേറ്റ്സിന് കയറി ചെല്ലാം, പ്രതിക്കും കയറി ചെല്ലാം, വാദിക്കും കയറി ചെല്ലാം. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഒരു വ്യക്തിയെ ദൈവസന്നിധിയിലേക്ക് കടത്തത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തത്തില്ല ദൈവം. എനിക്കെതിരെ ഒരാൾക്ക് ഒരു ആരോപണം ഉണ്ടെങ്കിൽ ആ ആരോപണം നടത്തുന്ന ആൾക്കും എവിടെ കടന്നു ചെല്ലാനുള്ള അനുവാദമുണ്ട്. ഒരു കോർട്ടിലേക്ക് കടന്നു ചെല്ലാൻ അനുവാദമുണ്ട്. പിശാചിന് വേദപുസ്തകം പറയുന്നതായ വാക്ക്, ഈവൻ സൈറ്റൻ എന്ന വാക്കിന്റെ തന്നെ അർത്ഥം അക്യൂസർ എന്നാണ്, അപവാദി. അപവാദം പറയുന്നതായ അഥവാ അക്യൂസ് ചെയ്യുന്നതായ ആള്. ആരാണ് അക്യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് സൈറ്റൻ. അതുകൊണ്ട് അക്യൂസ് ചെയ്യുന്ന വ്യക്തി എന്ന നിലയിലാണ് ദൈവസന്നിധിയിൽ അവന് പ്രവേശിക്കാൻ കഴിയുന്നത്. അല്ലാതെ പിശാചിന്റെ അസ്തിത്വത്തിൽ അവന്റെ പ്രത്യേകത കൊണ്ട് അവൻ ഒരിക്കലും എവിടെ കയറി ചെല്ലാനുള്ള അനുവാദമില്ല, സ്വർഗത്തിൽ കയറി ചെല്ലുവാനുള്ള അനുവാദം ഇല്ല. എന്നാൽ മനുഷ്യവർഗത്തിനെതിരെ, എനിക്കെതിരെ, സാജുവിനെതിരെ, ഇയ്യോബിനെതിരെ, പത്രോസിനെതിരെ, രാജംബാസർക്കെതിരെ ഒക്കെ അപവാദം പറയും. ആരപവാദം പറയും? സാത്താൻ അപവാദം പറയും. കാരണം അത് അവന്റെ തൊഴിലാണ്. അവന്റെ തൊഴിൽ അവൻ ചെയ്താലേ പറ്റുള്ളൂ, ഇല്ലേ? അവന്റെ തൊഴിൽ ചെയ്യരുതെന്ന് നമുക്ക് പറയാൻ പറ്റും. അവന്റെ ജോലി അവൻ ചെയ്യുന്നു. അവൻ കയറി ചെല്ലുമ്പോൾ ദൈവം അവനെ ഓടിച്ചു വിടുന്നില്ല. അവന് ചോദിച്ചു, എന്താ അടുത്ത നിന്റെ അപവാദം? ഇവൻ കയറി ചെന്നപ്പോൾ ദൈവം അവനോട് ചോദിക്കുകയാണ്, നീ ഭൂമിയിലെല്ലാം നടന്നേച്ച് വരികയാണല്ലോ, എന്റെ ദാസനായ ഇയ്യോബിനെ നീ കണ്ടോ? അവനെ പോലെ നേരുള്ളവനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനും വേറെ ഇല്ലല്ലോ. വളരെ കറക്റ്റായിട്ട് കർത്താവ് സാക്ഷ്യം പറയാണ്, അവൻ നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ടകലുന്നവനാണ്. All kind of good things God is saying about Job. And you know what is happening? ഉടനെ വരുന്നു അടുത്ത ബോംബ് സാത്താന്റെ കയ്യിൽ നിന്ന്. നീ പറയുന്നത് പോലെയൊക്കെ അല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവൻ നേരുള്ളവനാണ്, നിഷ്കളങ്കനാണ്, അവൻ നിന്നെ പിൻപറ്റുന്നവനാണ്, നിന്റെ പുറകെ നടക്കുന്നവനാണ്, സമ്മതിച്ചു. പക്ഷേ എന്തുകൊണ്ടാണ് അവൻ നിന്റെ പിന്നാലെ വരുന്നത്? അതായത് എന്റെ ഭക്തിയെ ചോദ്യം ചെയ്യാൻ എനിക്ക് ഭക്തി ഇല്ലെന്ന് സാധാരണ പറയാൻ പറ്റത്തില്ല. കാര്യം അതാരാ സാക്ഷി പറഞ്ഞതുണ്ടെന്ന്? ദൈവമാണ് പറഞ്ഞത്, ഇല്ലേ? ഇയ്യോബിന് ഭക്തി ഉണ്ടെന്നുള്ള സാക്ഷ്യം പറഞ്ഞത് ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തോട് അവൻ അങ്ങനെ ഭക്തിയൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റത്തൊന്നുമില്ല. ബിക്കോസ് ഗാഡ് ഹിംസെൽഫ് ടെസ്റ്റിഫൈഡ് ദാറ്റ് ഹി ഈസ് എ മാൻ ഓഫ് ഇന്റഗ്രിറ്റി. ആൻഡ് യു നോ വാട്ട് ഹാപ്പൻസ്? Satan says, okay, but why he is after you? എന്തുകൊണ്ടാണ് അവൻ നിന്റെ പിന്നാലെ വരുന്നത്? വെറുതെയോ അവൻ നിന്റെ പിന്നാലെ വരുന്നത്? കാരണം നീ അവനെല്ലാം കൊടുത്തിരിക്കുന്നു. You have given everything to Job, right? നീ അവൻ ആവശ്യമുള്ളതെല്ലാം കൊടുത്തിരിക്കുന്നു. അപ്പൊ അതൊക്കെ കിട്ടിയത് കൊണ്ടാണ് അവൻ നിന്റെ പിന്നാലെ വരുന്നത്. അപ്പോൾ വസ്തുവകകൾ, മക്കൾ, ഐശ്വര്യം, സമാധാനം, സന്തോഷം, കുടുംബത്തിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഭൂമിയിൽ ആഗ്രഹിക്കാവുന്ന എല്ലാ സാധനങ്ങളും നീ ആർക്ക് കൊടുത്തിരിക്കുന്നു? ഇയ്യോബിന് കൊടുത്തിരിക്കുന്നു. അവന് നല്ല ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, ആരോഗ്യമുള്ള മക്കളുണ്ട്, സൗന്ദര്യമുള്ള മക്കളുണ്ട്, അവന് വസ്തുവകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, ആടുമാടുകളുണ്ട്, a lot of things, all the things that he needed, you have given him, and that's the reason why he is after you. അപ്പോൾ അവന്റെ ഭക്തി നിന്നോടുള്ള ഭക്തി അല്ല, അവൻ നിനക്ക് തന്ന നീ അവന് കൊടുത്ത സാധനങ്ങളോട്, വസ്തുക്കളോട്, ഐശ്വര്യത്തോടുള്ള ഭക്തിയാണ്. ഇതാണ് അക്യൂസേഷൻ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഈ അക്യൂസേഷൻ എല്ലാ കാലയളവിലും പിശാച് നടത്തുന്ന വലിയ ഒരു അപവാദമാണ്. എന്തുകൊണ്ട് ഒരാൾ യേശുവിന്റെ പിന്നാലെ പോകുന്നു? കർത്താവ് പറഞ്ഞു, ഇല്ല, അവന്റെ ഭക്തി, ഞാൻ അവന് കൊടുത്തതും അവന്റെ ഭക്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവൻ എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. അവൻ എന്നോടുള്ള സ്നേഹമേ ഉള്ളൂ, അല്ലാതെ ഞാൻ കൊടുത്ത വസ്തുക്കളോട് അവന് യാതൊരു സ്നേഹവുമില്ല. ഇതാരുടെ സാക്ഷ്യമാണ്? ദൈവത്തിന്റെ സാക്ഷ്യം. നിനക്ക് സംശയമുണ്ടെങ്കിൽ പരിശോധിക്കാം, പ്രലോഭിപ്പിക്കാം, അല്ലെങ്കിൽ you can test him. എങ്ങനെ? Take all the things that I have given him. നീ എല്ലാം എടുത്തോന്നേ. I just want to see that my son Job is free from all kind of accusations.
നീ പറയുന്ന എല്ലാ അപവാദങ്ങളിൽ നിന്നും എന്റെ മകൻ ഫ്രീ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല എന്റെ കുഞ്ഞ്, എന്റെ ഇയ്യോബ് എന്റെ പുറകെ വരുന്നത് ഞാൻ അവന് കൊടുത്ത വസ്തുവകകളുടെ പേരിലാണെന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നിനക്ക് സംശയമുണ്ടോ? നിനക്കെല്ലാം എടുക്കാം. സാത്താൻ വന്നിട്ട് അവന്റെ വസ്തുവകകളെ എടുത്തു, അവന്റെ കുഞ്ഞുങ്ങളെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ സാത്താൻ പിന്നെയും വന്നിട്ട് പറയാണ്, അതൊക്കെ എടുത്തിട്ടൊന്നും അവന്റെ ഭക്തി ഒന്നും മാറിയില്ല. അവന്റെ ശരീരത്തെ സ്പർശിക്കുക മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നഷ്ടപ്പെട്ടാലും നമ്മുടെ ബോഡി നമ്മൾ വീക്ക് ആകുമ്പോഴാണല്ലോ നമ്മൾ പലപ്പോഴും നമ്മളുടെ ഭക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ശരീരത്തെ ദണ്ഡിപ്പിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. ജീവനെ മാത്രം തൊടാൻ പാടില്ല. അവന്റെ ശരീരത്തെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, അവന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുവാനുള്ള അനുവാദം കൊടുത്തു. എല്ലാം ചെയ്തു. വല്ലതും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. ഇതിലെല്ലാത്തിലും ഒരു കാര്യത്തിൽ പോലും ഇയ്യോബ് തന്റെ നാവ് കൊണ്ട് പാപം ചെയ്തില്ല. അവൻ ദൈവത്തെ തള്ളി പറഞ്ഞില്ല. അവന്റെ സ്വന്തം ഭാര്യ മാറി നിന്നിട്ട് പറഞ്ഞു, നീ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് പോയി ചത്തുകള. മാൻ, യു ഗെറ്റ് ലാസ്റ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പോയി ചത്തുകളെന്നൊക്കെ പറയുന്നത്? ശാപത്തിന്റെ അവസാനത്തെ വാക്കാണ്, ഇല്ലേ? അങ്ങനെ അവന്റെ ഭാര്യ പറഞ്ഞു. ഇയ്യോബ് ചോദിക്കുന്നത്, നീ എന്താ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നത്? ഇപ്പൊ ഞാൻ ഈ വാക്യം വായിച്ച് പറഞ്ഞു, എന്ത് ഇതിനകത്ത് ഇത്ര പൊട്ടത്തരം? ഏത് സ്ത്രീ ആണെങ്കിലും പറഞ്ഞു പോകുന്ന കാര്യമാ ഇത്രയും കഷ്ടങ്ങളെല്ലാം ദൈവത്തിന്റെ പിന്നാലെ വന്നിട്ട് ഇത്രയും കഷ്ടമെല്ലാം സഹിക്കുമ്പോൾ ആരാണെങ്കിലും ഇമോഷണലായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകത്തില്ലേ? എന്തിനാ നിങ്ങളുടെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഈ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് വേറെ വല്ല പണി നോക്കരുത്. ആരെ പറഞ്ഞു പോകാത്തെ? ഹ്യൂമൻലി സ്പീക്കിംഗ്, ഐ എം സെയിങ്, ഒരു സ്പിരിച്വൽ വേയിലല്ല, ഒരു ഹ്യൂമൻ വേയിൽ ആലോചിച്ചാൽ ഇയ്യോബിന്റെ ഭാര്യ പറഞ്ഞതൊന്നും വലിയൊരു പാതകമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് എന്താ ഇയ്യോബ് നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ ആസ് എ ഫൂളിഷ് വുമൻ എന്ന് പറയാൻ കാര്യം എന്താ? ഇവള് പറയുന്ന വാക്കെന്താണെന്നറിയാമോ? നീ നിന്റെ ഭക്തി ത്യജിച്ച് കളഞ്ഞിട്ട് പോയി ജീവിക്കാനല്ല, നീ നിന്റെ ഭക്തി ത്യജിച്ചു പോയി ചത്തുകളയാനാ പറയുന്നത്. അതാ അതിനകത്തെ പൊട്ടത്തരം എന്ന് പറയുന്നത്. നിന്റെ ഭക്തി ത്യജിച്ചാൽ നിനക്ക് ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ടിയല്ലായിരുന്നു, ഇല്ലേ? അതിനകത്തൊരു ബുദ്ധി ഉണ്ടെന്ന് പറയാം. പക്ഷെ ഏതാണെങ്കിലും ചാകുകയാണെങ്കിൽ പിന്നെ ഈ ഭക്തിയുടെ ത്യജിച്ചേച്ച് പോയി ചാകേണ്ട കാര്യം എന്താ? അതൊരു ഫൂളിഷ്നെസ് അല്ലേ? റൈറ്റ്? അതുകൊണ്ട് അയ്യോ പറയുന്നത് നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു. പക്ഷെ ഇയ്യോബ് ഈ വക കാര്യങ്ങളിലൊന്നും പാപം ചെയ്തില്ല. ഇയ്യോബിന്റെ ഇന്റഗ്രിറ്റി തെളിയിക്കപ്പെട്ടു. പക്ഷെ ഇയ്യോബിന്റെ ഇന്റഗ്രിറ്റി തെളിയിക്കപ്പെടുവാനായി അവൻ അനേക കഷ്ടങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് പ്രലോഭനങ്ങളും പരീക്ഷകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഇന്റഗ്രിറ്റി തെളിയിക്കപ്പെടുവാൻ, അഥവാ നമ്മുടെ ഭക്തി തെളിയിക്കപ്പെടുവാൻ, കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം തെളിയിക്കപ്പെടുവാൻ, നമ്മൾ എന്തിനെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് എന്നുള്ളത് തെളിയിക്കപ്പെടുവാനുള്ള ഒരു അവസരമാണ് ഇവിടെ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം പ്രലോഭനങ്ങളെ അനുവദിച്ചിരിക്കുന്നു. യേശുവിന്റെ ജീവിതത്തിലുണ്ടായ പ്രലോഭനങ്ങളുടെ പ്രത്യേകതകളെ നമ്മൾ ഇനി ഒരു ചെറിയ സമയം കൊണ്ട് അപഗ്രഥനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദ ഫസ്റ്റ് ടെംപ്റ്റേഷൻ, ആദ്യത്തെ ടെംപ്റ്റേഷൻ എന്താണ്? ആദ്യത്തെ ടെംപ്റ്റേഷൻ, ആൻഡ് ഓഫ് കോഴ്സ് ഹി വാസ് ഫാസ്റ്റഡ് 40 days and 40 nights and afterwards he was hungry. അവൻ 40 രാവും 40 പകലും ഉപവസിച്ചു. അതിനുശേഷം അവന് വിശന്നു. അതിനുശേഷം പിശാച് വന്നെന്നാണ് മത്തായിയിൽ കാണുന്നത്. പക്ഷേ ലൂക്കോസിൽ കാണുമ്പോഴത്തേക്ക് ഈ 40 days and 40 nights ആ ദിവസങ്ങളിലും 40 ദിവസം യേശുവിനെ പിശാച് പരീക്ഷിച്ചുകൊണ്ടേ ഇരുന്നെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കരുത്, ചിന്തിക്കരുത് എന്താണ് ഫാസ്റ്റിങ്ങിന്റെ ലാസ്റ്റ് ഡേ മാത്രമേ പിശാച് വരത്തുള്ളൂ. അങ്ങനെയൊന്നും അല്ല. ഫാസ്റ്റിംഗ് തുടങ്ങുമ്പോഴേ അവൻ അടുത്ത് തന്നെ ഉണ്ട്. ഫാസ്റ്റിംഗ് തുടങ്ങുന്ന സമയത്ത് തന്നെ അവിടെ എന്തുണ്ട്? പിശാച് അടുത്ത് തന്നെ ഉണ്ട്. എന്നാൽ അപ്പൊ അതുകൊണ്ട് പരീക്ഷകൾ എല്ലാ സമയത്തും, ശരിക്കും ഫാസ്റ്റിങ്ങിന്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ പരീക്ഷകൾ ഉണ്ടാകുന്നത്, ഇല്ലേ? ഫാസ്റ്റിങ്ങിനാണ് നമുക്ക് കൂടുതൽ വിശപ്പും മറ്റുള്ള കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഫാസ്റ്റിങ്ങിന്റെ സമയത്ത് നമുക്ക് ഒത്തിരി ദേഷ്യവും, ഇല്ലേ? ഫാസ്റ്റിങ്ങിന്റെ സമയത്ത് കൂടുതൽ ദേഷ്യം വരും. ഫാസ്റ്റിങ്ങിന്റെ സമയത്ത് കൂടുതൽ ഓൾ കൈൻഡ് ഓഫ് ഇതിനെക്കുറിച്ചൊക്കെ വാസ്തവത്തിൽ വലിയ സ്റ്റഡീസ് വേണ്ടതാണ്. ശരിക്കും എന്താണ് ഫാസ്റ്റിംഗ്, എങ്ങനെയാണ് ഫാസ്റ്റ് ചെയ്യേണ്ടത്? റിച്ചാർഡ് ഫോസ്റ്ററിന്റെ ഒരു ബുക്കുണ്ട്, സെലിബ്രേഷൻ ഓഫ് ഡിസിപ്ലിൻ. അത് ഒരു ക്വേക്കറാണ്. സെലിബ്രേഷൻ ഓഫ് ഡിസിപ്ലിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ന്യൂ ടെസ്റ്റമെന്റിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡീസ് നടത്തിയിട്ടില്ല. എന്തുകൊണ്ട് നടത്തിയിട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കോമൺ പ്രാക്ടീസാണ്. അതുകൊണ്ട് ശരിയായിട്ട് ഉപവാസം എടുക്കുന്ന ആളുകൾ, ഉപവാസം എടുത്തു തുടങ്ങുന്ന ചെറിയ ആളുകളെ എപ്പോഴും എങ്ങനെ ഫാസ്റ്റിംഗ് എടുക്കണമെന്നും മറ്റും
പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നു. എന്താണ്, പല സമയത്തും ഉപവാസവും മറ്റും എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ടീച്ചിങ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ന്യൂ ടെസ്റ്റമെന്റിൽ അതൊരു ആവശ്യമായിട്ട് ആളുകൾക്ക് തോന്നിയില്ല. പക്ഷെ ഈ കാലയളവിൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ വികലമായ നിലയിൽ പോയതുകൊണ്ട് വേദപുസ്തക പ്രകാരമുള്ള ഫാസ്റ്റിംഗ് എന്താണ്, ദൈവം നമ്മളെ ഏത് രീതിയിൽ അതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതിനെ കുറിച്ചുള്ള പഠനം ശരിക്കും ആവശ്യമാണ്. ഫാസ്റ്റിങ്ങിന്റെ സമയത്ത് ഒത്തിരി കോപം വരുമെന്നുള്ളത് ഒരു ഫാക്റ്റാണ്. കോപം മാത്രമല്ല, എല്ലാ തരത്തിലുള്ള വികാരങ്ങളും ആ സമയത്ത് നമുക്ക് ഇളകുക എന്ന് പറയുമല്ലോ, ശരിക്കും ഇളകുന്ന ഒരു സമയമാണ്. ഞാൻ സെമിനാരിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാനവിടെ ഞാൻ ഒരു എക്സ്റ്റേണൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ ഐ യൂസ് ടു സ്റ്റേ ദ ഫോർ സം ടൈം. അപ്പോൾ അവിടെ ഒരു പാസ്റ്റർ അവിടെ പഠിക്കുന്നുണ്ട്, BD ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാസ്റ്ററുടെ റൂംമേറ്റ്സ് ഒക്കെ എന്താണ് നോമിനൽ മറ്റുള്ള ചർച്ചസിലെ ആളുകളാ കൂടെ പഠിക്കുന്നതൊക്കെ. പക്ഷെ ഇദ്ദേഹം ഫാസ്റ്റിംഗ് എടുക്കുന്നെന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് പേടിയാ. അദ്ദേഹം വന്ന് പറയും, എന്റെ പൊന്നു സാറേ അങ്ങേര് ഫാസ്റ്റിങ്ങിനാണ്, അങ്ങേർക്ക് ഇനി ദേഷ്യം സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് കൂടെ പേടി തോന്നത്തക്ക രീതിയിൽ ഈ കോപമൊക്കെ വരാൻ കാര്യം എന്താണ്? മറ്റൊന്നുമല്ല, കോപമൊക്കെ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. നേരത്തെ നമുക്ക് കോപമൊക്കെ വരുമ്പോൾ അതൊന്ന് സബ്സൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ചില ഭക്ഷണം കഴിക്കുകയോ പോയി ഒരു പത്രം വായിക്കുകയോ ഒരു TV കാണുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെ അടക്കാനൊരു മാർഗം ഉണ്ടായിരുന്നു. പക്ഷെ ഫാസ്റ്റിങ്ങില് എന്താണ്, ഉയർന്നു വരുന്ന കോപത്തെ സബ്സൈഡ് ചെയ്യിക്കത്തക്ക രീതിയിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും ഇല്ലെന്നുള്ളത് ഞാൻ വേദപുസ്തക പ്രകാരമുള്ള ഫാസ്റ്റിങ്ങിന്റെ കാര്യം പറഞ്ഞതാണ്. പക്ഷെ നമ്മുടെ ഫാസ്റ്റിംഗ് അങ്ങനൊന്നും ഇല്ല. നമുക്കിന്ന് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി ഇരിക്കുക എന്നുള്ളതല്ലാതെ എന്തോ കഴിക്കത്തില്ല, ബാക്കിയെല്ലാം ചെയ്യും. സീരിയലിന്റെ സമയത്ത് സീരിയൽ മുടക്കത്തില്ല, ഫാസ്റ്റിംഗ് ആണെങ്കിലും ഇല്ലേ. ടെലിവിഷനിലെ സീരിയൽ മുടക്കത്തില്ല, പത്രം വായന മുടക്കത്തില്ല, ഒരു കാര്യങ്ങളും മുടക്കത്തില്ല. പിന്നെ എന്ത് മാത്രം മുടക്കും? ഭക്ഷണം മുടക്കും. അബ്സ്റ്റൈനിങ് ഫ്രം ഫുഡ്, ദാറ്റ് ഈസ് നോട്ട് ഫാസ്റ്റിംഗ്. You are abstaining from all the things that hinder you to have a communion with God. ദൈവവുമായുള്ള നിരന്തര സംസർഗത്തിന് തടസ്സമായിരിക്കുന്ന സകല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നതാണ് ഫാസ്റ്റിംഗ്. ശരിയല്ലേ ആന്റി? Am I right? Okay, praise the Lord. ഞാൻ പറഞ്ഞത് വളരെ എന്താണ് ഫാസ്റ്റിംഗ് മറ്റും അതിനെക്കുറിച്ച് യു നീഡ് ടു ടീച്ച് ദീസ് പീപ്പിൾ. എന്താണ് ഫാസ്റ്റിംഗ് എന്നുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിപ്പിക്കണം, ബാക്കിയുള്ള ആളുകളെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ പറ്റുന്ന പ്രശ്നം എന്നറിയാമോ, നമ്മൾ എന്താണ് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് ഫാസ്റ്റിംഗ് എന്നുള്ള ചിന്തയിൽ ഇന്നിപ്പോ എല്ലാവരും ഫാസ്റ്റിംഗാ. അതിന്റെ കൂട്ടത്തിൽ ചില വണ്ണം കൂടെ കുറയ്ക്കാമല്ലോ എന്നുള്ളതാണ്. എന്താണ് അതിന്റെ കൂട്ടത്തിൽ ചില വണ്ണം കൂടെ കുറയ്ക്കാമെന്നുള്ള ഇല്ലേ ഒരു ഗൂഢലക്ഷ്യം കൂടെ നമുക്ക് ഫാസ്റ്റിംഗിന്റെ കൂട്ടത്തില് ഉണ്ട്. പക്ഷെ എന്താണ് ബിബ്ലിക്കൽ ഫാസ്റ്റിംഗ്? ദൈവ സംസർഗത്തിന് വിഘാതമായ സകല കാര്യങ്ങളിൽ നിന്നുമുള്ള ഒരു ഒഴിഞ്ഞിരിക്കലാണ്. യു നീഡ് ടു അബ്സ്റ്റെയിൻ ഫ്രം എവറിത്തിങ് ദാറ്റ് ഹിൻഡേഴ്സ് യു ഫ്രം പ്രോപ്പർ കമ്മ്യൂണിയൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗാഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ 40 ദിവസവും യേശുവിനെ പിശാച് പരീക്ഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 40 ദിവസം കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. എന്താ അതിന്റെ അർത്ഥം? ഫാസ്റ്റിംഗ് എടുത്തിട്ടുള്ളവർക്ക് അറിയാം, വെൻ യു സ്റ്റാർട്ട് ഫാസ്റ്റിംഗ് വിശപ്പ് ഭയങ്കരമാണ്. അതുവരെ ഇല്ലാത്ത വിശപ്പ് എല്ലാം കൂടെ ഓടി വരും, ഇല്ലേ? അതുവരെ ഇല്ലാത്ത വിശപ്പ് എല്ലാം കൂടെ ഓടി വരും. പക്ഷെ ആഫ്റ്റർ സം ടൈം, മേ ബി 3 days, 5 days, 7 days, യു നോ വാട്ട് ഹാപ്പൻസ്? പിന്നെ നമുക്ക് എന്തില്ല? വിശപ്പില്ല. അതിനുശേഷം നമുക്ക് വിശക്കുന്നത് എപ്പോഴാണോ, ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റോപ്പ് യുവർ ഫാസ്റ്റിംഗ്. അതാണ് റിച്ചാർഡ് ഫോസ്റ്റർ മറ്റും പറഞ്ഞത്. എന്നു ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ ബോഡിയുടെ കപ്പാസിറ്റി തീർന്നു എന്ന് അതിന്റെ അർത്ഥം. നിങ്ങളുടെ ശരീരത്തിന്റെ കപ്പാസിറ്റി, ഓരോരുത്തർക്കും കപ്പാസിറ്റി ഡിഫറെന്റ് ആണ്. നിങ്ങളുടെ കപ്പാസിറ്റി തീർന്നു. എന്തുകൊണ്ട്? ഇപ്പോൾ നിങ്ങൾക്ക് വിശക്കുന്നത് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ തിന്നാൻ തുടങ്ങി എന്ന് അതിന്റെ അർത്ഥം. ഞാൻ സയന്റിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡിയുടെ കപ്പാസിറ്റി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ഫാസ്റ്റിംഗ് അത് വാസ്തവത്തിൽ അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ആദ്യം വിശപ്പുണ്ടായ ഉടനെ ഫാസ്റ്റിംഗ് നിർത്തരുത്. ആദ്യത്തെ 2 ദിവസം 3 ദിവസം വിശപ്പുണ്ടായ ഉടനെ ഫാസ്റ്റിംഗ് നിർത്തുന്നല്ല ഞാൻ പറഞ്ഞത്. ലോങ് ഫാസ്റ്റിംഗില് മേ ബി യു ആർ പ്ലാനിങ് ഫോർ 40 days. 40 days ഈസ് ഓക്കെ, ബിക്കോസ് ഒരു ഹ്യൂമൻ കപ്പാസിറ്റി ഒക്കെ 40 days കൂടുതൽ പറ്റത്തില്ല. ഹ്യൂമൻ കപ്പാസിറ്റി ഇല്ല അതിന് അപ്പുറത്തായിട്ട്. അങ്ങനെ ദൈവം ഉദ്ദേശിക്കുന്നുമില്ല. നിങ്ങൾ അങ്ങനെ ഒരു തപസ് ചെയ്ത് എന്തെങ്കിലും കാര്യം സാധിക്കാനൊന്നും ദൈവം ഉദ്ദേശിക്കുന്നുമില്ല. ഇറ്റ് ഈസ് ഗുഡ് ടു ടേക്ക് ലോങ് ഫാസ്റ്റിംഗ്. പക്ഷേ നിങ്ങളുടെ ബോഡിയിൽ ആദ്യമുള്ള വിശപ്പിന്റെ സമയത്ത് നിങ്ങൾ ഒരിക്കലും അതിന് നിങ്ങളെ വിട്ടുകൊടുക്കരുത്, ആ വിശപ്പിന് വിട്ടുകൊടുക്കരുത്. എന്നാൽ നിങ്ങളുടെ ഫാസ്റ്റിങ്ങിൽ നിങ്ങളുടെ വിശപ്പ് മാറി നിങ്ങൾ ദൈവസംസർഗത്തിൽ പൂർണ്ണമായി ജീവിച്ച് നിങ്ങൾക്ക് മറ്റൊന്നും വേണ്ടാത്ത, അല്ലെങ്കിൽ ഭക്ഷണത്തോടുള്ള നിങ്ങളുടെ സകല ആഗ്രഹങ്ങളും മാറി അങ്ങനെ ഒരു സ്റ്റേജിന് ശേഷം
when you feel hungry, you know what happens? അപ്പോഴ് നമ്മൾ മനസ്സിലാക്കണം, അതൊരു സൈനാണ്, ഒരു സിമ്പലാണ്. നമ്മുടെ ബോഡിയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ കപ്പാസിറ്റിയുടെ അപ്പുറത്തേക്ക് നമ്മൾ പോവുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട് ഫാസ്റ്റിങ്ങിന്. ആഫ്രിക്കയിൽ ഞാനൊരു പ്രാവശ്യം പാസ്റ്റേഴ്സിന് ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഡേ ടൈം വി ആർ ഫാസ്റ്റിംഗ് ആൻഡ് ഓൺലി ഇൻ ദി ഈവനിങ് വി ഈറ്റ് ഫുഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അപ്പോൾ ഞാൻ രാവിലെ 8:30 ക്ലാസ് തുടങ്ങും, വൈകുന്നേരം 4:30 വരെ ഞാൻ ക്ലാസ് എടുക്കണം, അവേഴ്സ് ആൻഡ് അവേഴ്സ്. അപ്പോൾ ആദ്യത്തെ സെഷൻ 11:30 ആയപ്പോൾ തീർന്ന് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കണമെന്ന് തോന്നി. ഞാൻ ചോദിച്ചു, കിച്ചൺ എവിടെയാണ്? അയ്യോ, കിച്ചൺ ക്ലോസ്ഡ് ആണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഐ നീഡ് സം വാട്ടർ. അയ്യോ, ഫാസ്റ്റിംഗ് അല്ലേ? കാര്യം അവരെന്താണ്, അവർ ഫാസ്റ്റിങ്ങിന് വെള്ളം കുടിക്കത്തില്ല. അവർ ദേ ഡോണ്ട് ഡ്രിങ്ക് വാട്ടർ, വെള്ളം കുടിക്കത്തില്ല. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഇതിന്റെ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇരുന്ന് കേൾക്കുക, ഞാൻ ഓൾ ദ ടൈം ഐ വാസ് ടോക്കിംഗ് ബട്ട് യുനോ അവരുടെ ഫാസ്റ്റിംഗ് അങ്ങനെയാണ്. സോ ഐ ഡിഡ്ന്റ് വാണ്ട് ടു ബ്രേക്ക് ദാറ്റ് കൈൻഡ് ഓഫ് തിങ്. യുനോ അവരെ വെറുതെ നമ്മൾ വിഷമിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഓക്കെ ഇറ്റ്സ് ഓക്കെ. ആൻഡ് ദെൻ ഒരു പക്ഷേ ഞാൻ രാവിലെ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റിങ്ങിന്റെ ഡിഫറെന്റ് സ്റ്റൈൽ നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. പക്ഷേ നമ്മളുടെ ബോഡിയുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്ത് ഫാസ്റ്റ് ചെയ്യണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ദൈവം അങ്ങനെ ക്രൂരനായ ഒരു ദൈവം അല്ല. നമ്മുടെയൊക്കെ ചിന്ത ദൈവം ക്രൂരനായ ഒരു ദൈവമാണ്. അതൊക്കെ എന്താണ്, ഈസ്റ്റേൺ ദൈവങ്ങളൊക്കെ ഉണ്ട്. എന്താണ്, നമ്മൾ ഒറ്റക്കാലെ നിൽക്കണം, കൈപൊക്കി നിൽക്കണം, അങ്ങനെ തപസ് ചെയ്ത് അങ്ങനെ. അതൊന്നും നമ്മുടെ വേദപുസ്തകത്തിൽ നമ്മുടെ ദൈവം അങ്ങനെ ഒരു ദൈവം അല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. എന്തിനാണ് ഫാസ്റ്റിംഗ്? ദൈവത്തെ പ്രസാദിപ്പിക്കാനോ, അല്ലെങ്കിൽ നമ്മളുടെ ഫാസ്റ്റിംഗ് നമ്മളങ്ങനെ പട്ടിണി കിടക്കുന്നത് കൊണ്ട് ദൈവം പ്രസാദിക്കത്തൊന്നുമില്ല. ദൈവ സംസർഗത്തിന് വേണ്ടി നമുക്ക് സമയം ലഭിക്കേണ്ടതിനും മറ്റൊന്നും നമ്മളെ അലട്ടാതിരിക്കേണ്ടതിനുമുള്ള ഒരു സ്പിരിച്വൽ ഡിസിപ്ലിനാണ് വാസ്തവത്തിൽ എന്ത്? ഫാസ്റ്റിംഗ്. സ്പിരിച്വൽ ഡിസിപ്ലിനാണ് പ്രയർ. സ്പിരിച്വൽ ഡിസിപ്ലിനാണ് ഈ ഓരോ കാര്യങ്ങളും. ഈവൻ റീഡിംഗ് ബൈബിൾ ആൻഡ് മെഡിറ്റേറ്റിംഗ് ബൈബിൾ, ദിസ് ഇസ് എ സ്പിരിച്വൽ ഡിസിപ്ലിൻ. പക്ഷെ ഇന്നൊരു വലിയ പ്രോബ്ലം ഉണ്ടായിരിക്കുന്നത്, ഈ ഇവാഞ്ചലിക്കൽ പെന്റിക്കോസ്റ്റൽ സർക്കിളിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ പ്രശ്നം ഇതാണ്. ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻ തന്നെ നമ്മളങ്ങ് സന്തോഷിക്കാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് എന്താണ്, 40 ദിവസം ഇരുന്നു എന്നുള്ളത്, അതൊക്കെ ഞാനൊന്ന് 21 ഇരുന്നു എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. പ്രിയമുള്ളവരെ, എന്തിനാ 21 ഇരുന്നതെന്ന് നമ്മൾ ആലോചിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം, സ്പിരിച്വൽ ഡിസിപ്ലിൻസിനെ ഒരു ഡിസിപ്ലിൻ എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കാര്യത്തിന് നമ്മളെ പ്രാപ്തമാക്കേണ്ടതിന് വേണ്ടിയാണല്ലോ ഒരു ഡിസിപ്ലിൻ, അല്ലേ? ഒരു കാര്യത്തിന് നമ്മളെ പ്രാപ്തമാക്കേണ്ടതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഡിസിപ്ലിൻ. ആ ഡിസിപ്ലിൻ തന്നെ നിങ്ങളങ്ങ് സന്തോഷിക്കാൻ തുടങ്ങിയാലോ, അല്ലെങ്കിൽ ആ ഡിസിപ്ലിൻ കൊണ്ട് ഏറ്റവും ഒടുവിൽ ഡിസിപ്ലിൻ കഴിഞ്ഞിട്ട് ഒടുവിൽ പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടി വന്നു എന്നുള്ളത് മറന്നു പോകരുത്. ഒരു ഓട്ടക്കാരൻ, അവന് സ്പോർട്സ് കോട്ടായി പോലീസിൽ കിട്ടി, അവനൊരു ഇൻസ്പെക്ടറായി. ഒരു കള്ളനെ പിടിക്കാൻ ഓടിയ കഥ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. കള്ളനെ പിടിക്കാൻ ഓടിയപ്പോൾ കള്ളൻ ഓടിയപ്പോഴത്തേക്ക് ഇവന്റെ പെട്ടെന്ന് സ്പോർട്സ്മാൻ സ്പിരിറ്റ് അങ്ങ് കയറി കഴിഞ്ഞപ്പോൾ ഇവൻ കള്ളന്റെ മുന്നേ ഓടാനായിട്ട് പിന്നെ ഓടി കള്ളന്റെ മുമ്പിൽ കയറി കഴിഞ്ഞ് യെസ് ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ് കള്ളൻ ആ സമയത്ത് വേറെ സ്ഥലത്ത് പോയി. അപ്പൊ കള്ളനെ പിടിക്കാൻ പോലീസുകാരൻ ചെന്നപ്പോഴത്തേക്ക് അവന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടമായി അവന്റെ ലക്ഷ്യം. കള്ളനെ പിടിക്കുക എന്നുള്ള ലക്ഷ്യം അങ്ങ് മാറിപ്പോയി. ഇതുപോലെ ഇന്ന് ഉപവാസ യജ്ഞങ്ങളാണ് എല്ലായിടത്തും നടക്കുന്നത്. പ്രാർത്ഥനാ യജ്ഞങ്ങളും ഉപവാസ യജ്ഞങ്ങളും. എന്നിട്ട് 40 ദിവസം ഫാസ്റ്റിംഗ് ഉണ്ടെങ്കിൽ 80 പേരെ വിളിച്ച് പ്രസംഗിപ്പിക്കുകയും ഓരോ ദിവസം ഓരോ മ്യൂസിക് ടീമിനെ വിളിക്കുകയും. ഈ പൈസയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വല്ല പാവം പിടിച്ചവർക്കും കൊടുത്തായിരുന്നെങ്കിൽ എന്തുമാത്രം ഗുണമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്തുമാത്രം പണമാണ് വെറുതെ നമ്മൾ കളയുന്നതെന്നുള്ളത്. ഇറ്റ്സ് എ ഫാക്ട്. വി ആർ വേസ്റ്റിംഗ് മണി ഇൻ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. അത് തന്നെയല്ല, ഒരു ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് സ്റ്റേഡിയം ബുക്ക് ചെയ്യുകയാണ്. എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. ഒരു ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ എന്തോ ചെയ്യുന്നു? സ്റ്റേഡിയം ബുക്ക് ചെയ്യുന്നു. വേദപുസ്തകത്തിൽ എവിടെയാ സ്റ്റേഡിയത്തിൽ ഫാസ്റ്റിംഗ് നടത്തുന്നത്? പ്രിയമുള്ളവരെ, ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് അഫെയർ ആണ്. ഇഫ് യു ഡു ഇറ്റ് ഇൻസൈഡ് യുവർ ചർച്ച് ഇറ്റ് ഈസ് ഓക്കെ. ഇത് പുറം ലോകത്തെ കാണിച്ച് 40 ദിവസം ഫാസ്റ്റിംഗ്, 40 മാറിയപ്പോൾ 100 ദിവസം മീറ്റിംഗ് ഒക്കെയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടി? ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ് പല സമയത്തും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വി ആർ സ്പെൻഡിങ് എ ലോട്ട് ഓഫ് മണി. ഭയങ്കരമായിട്ട് പണം വെറുതെ കളയുന്ന കാര്യങ്ങൾ. പണം, എഫേർട്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്നത്. ഞാൻ പറയട്ടെ, ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ഒരു കാര്യം അതിന് നമ്മളെ പ്രാപ്തരാക്കേണ്ടതിന് വേണ്ടി, അതിനുവേണ്ടിയാണ്. അതിനെ നമ്മൾ ഒരിക്കലും
യേശു 40 ദിവസം ഫാസ്റ്റിംഗ് എടുത്തത് അവന്റെ പിന്നീടുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ദൈവ സംസർഗത്തിൽ അവൻ ഇരിക്കുകയാണ്. അല്ലാതെ ഫാസ്റ്റിംഗ് അല്ല അതിനകത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഫാസ്റ്റിംഗ് നമ്മളെ എക്വിപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ആ എക്വിപ്പിംഗ് നടക്കേണ്ടത്, അല്ലാതെ അതിനകത്ത് തന്നെ സന്തോഷിക്കുന്നതല്ല. ആഫ്റ്റർ 40 days he was hungry and Satan and the devil came to him. അന്നേരം പിശാച് വന്നു. പിശാചിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, അവൻ ഓപ്പർച്യൂൺ ടൈം നോക്കി നടക്കുന്നവനാണ്. നമ്മളെ പോലെ എല്ലായിടത്തും കയറി എപ്പോഴും പ്രവർത്തിക്കുന്നവനല്ല പിശാച്. പിശാച് എന്താണ്? അവന് തക്ക സമയം നോക്കി നടക്കുന്നവനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കാണെങ്കിൽ എപ്പോഴും സമയമാണ്, ഇല്ലേ? കർത്താവ് പറഞ്ഞു നിങ്ങൾക്കോ എപ്പോഴും സമയം. അതാണ് നമ്മുടെ പ്രത്യേകത. അങ്ങനെയല്ല. ഈ മിനിസ്ട്രിയിലാണെങ്കിൽ ഏത് കാര്യത്തിനും ദൈവത്തിൽ നിന്നുള്ള ഒരു സ്പെഷ്യൽ നിയോഗമില്ലാതെ ഒരു കാര്യവും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. ഐ സർട്ടൻലി അഡ്വൈസ് പീപ്പിൾ. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. പൗലോസും ശീലാസും കൂടെ പോകുന്ന സമയത്ത് ഒരു വെളിച്ചപ്പാടത്തേക്കാരി സ്ത്രീ അവരുടെ പിന്നാലെ വന്ന് നല്ല നല്ല കാര്യങ്ങളെല്ലാം പറയണം. നല്ല കാര്യമാണ് പറയുന്നത്. ഇവർ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുകയാണ്, രക്ഷാമാർഗം നിങ്ങൾക്ക് ഉപദേശിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളാണെ പറഞ്ഞേനെ, കണ്ടോ പിശാച് പോലും സാക്ഷ്യം പറഞ്ഞു, ഞങ്ങൾ ദൈവത്തിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ രക്ഷാമാർഗമാണ്, കണ്ടോ ഇനിയെങ്കിലും നീ ഒന്ന് വിശ്വസിക്കട എന്ന് പറഞ്ഞേക്കും. പക്ഷേ പൗലോസ് പറയുന്നത് ഞങ്ങൾക്ക് പിശാചിന്റെ സാക്ഷ്യമൊന്നും ആവശ്യമില്ല. പക്ഷേ പറഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ പൗലോസ് ഇതിനെ അങ്ങ് ശാസിച്ച് അമർത്തുന്നൊന്നുമില്ല. അതെന്നെ ഭയങ്കര ചിന്തിച്ചു, എന്താ ഇത് ചെയ്യാഞ്ഞത്? പല നാൾ ഇത് കേട്ട് മുഷിഞ്ഞിട്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണെന്ന് അറിയാമോ? He was seeking God's guidance to do that ministry. ആ ശുശ്രൂഷ ചെയ്യാൻ. അതായത് ഭൂതശാന്തി അന്നേരം കിട്ടിയൊന്നുമല്ല, പക്ഷേ ഭൂതശാന്തി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ നടന്ന് ഭൂതത്തെ ഇറക്കാനല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. എപ്പോൾ എവിടെ ഏത് ശുശ്രൂഷ ചെയ്യണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഉത്ബോധിപ്പിക്കുന്ന നിയോഗിക്കുന്ന സമയത്ത് മാത്രം ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞാൻ പഠിക്കണം. എല്ലാ ശുശ്രൂഷകരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇഫ് ഐ ക്യാൻ പ്രീച്ച്, ഇതാണ് ഇന്നലെ ഞാൻ പറഞ്ഞ പെർഫോമൻസിന്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. എനിക്ക് പ്രസംഗിക്കാനായിട്ട് അറിയാമെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ കാണാതെ പഠിച്ചിട്ട് എവിടെ വിളിച്ചാലും എവിടെ പറഞ്ഞാലും അവിടെ എല്ലാം പോയി ഒറ്റ അടിക്ക് പ്രസംഗിച്ചിട്ട്, അതുകൊണ്ട് ഡേറ്റ് മാത്രം നോക്കി എൻ്റെ ഡയറിക്കകത്ത് സമയമുണ്ടോ ഞാൻ അവൈലബിൾ ആണ്. അങ്ങനെ ഡയറിക്കകത്ത് നോക്കി അവൈലബിൾ ആകുന്ന എല്ലാ സ്ഥലത്തും പോയി പ്രസംഗിക്കാൻ ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടോ നമ്മൾ ആലോചിക്കണം. ഓരോ പ്രസംഗവും ദൈവത്തിൽ നിന്ന് നിയോഗം പ്രാപിച്ചിട്ട് വേണം. ഐ എം ബേസിക്കലി റൈറ്റർ, യു നോ ദാറ്റ്. ഞാൻ മെനി ഓഫ് യു നോ ദാറ്റ്, എത്രയോ വർഷങ്ങളായിട്ട് ഐ എം എ റൈറ്റർ. ബട്ട് ഓരോ ആർട്ടിക്കിൾ എഴുതുമ്പോഴും ദൈവത്തിൽ നിന്ന് നിയോഗം പ്രാപിക്കാതെ ഞാൻ ഒരു എഴുത്തുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് കാണുമ്പോഴും തോന്നുമ്പോഴും പറയുമ്പോഴും എല്ലാം എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കുന്നത് ഒരിക്കലും ദൈവികമല്ല. ദൈവികമായ നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആർട്ടിക്കിൾ എഴുതാനും ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കണം, നിയോഗം പ്രാപിച്ചിരിക്കണം. പ്രസംഗകർ ഓരോ പ്രസംഗം പ്രസംഗിക്കാനും ദൈവത്തിൽ നിന്ന് നിയോഗം പ്രാപിച്ചിരിക്കണം. പാട്ടുകാരെ ഓരോ പാട്ടുകൾ പാടുവാനും ദൈവത്തിൽ നിന്ന് നിയോഗം പ്രാപിച്ചിരിക്കണം. ഭൂതശാന്തി ഉള്ളവർ ഓരോ പ്രാവശ്യം ഭൂതമിറക്കുമ്പോഴും അതിന് ദൈവത്തിൽ നിന്ന് നിയോഗം പ്രാപിച്ചിരിക്കണം. ഞാൻ കാരിസ്മാറ്റിക് ഗിഫ്റ്റ്സ് എല്ലാം എക്സസൈസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നതായ സമയത്ത്, ദൈവം നമ്മളോട് പറയുന്നതായ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവ സംസർഗത്തിൽ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന് പ്രയോജനമുള്ള ഒരു ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുന്നത്. പ്രയോജനമില്ലാത്ത ചിലപ്പം കർത്താവ് ഇതൊക്കെ അങ്ങ് സഹിച്ചെന്നിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എത്രയോ കാര്യങ്ങൾ കർത്താവ് സഹിക്കുകയാണ്. അല്ലാതെ സഹിക്കുകയാണെന്നുള്ളതിനകത്ത് സംശയമൊന്നുമില്ല. അത് നമ്മളിപ്പോൾ കൊച്ചു പിള്ളേർ നമുക്ക് പല കാര്യങ്ങളും ചെയ്യും. കൊച്ചു പിള്ളേർ ചിലപ്പോൾ നമ്മളെ ഫീഡ് ചെയ്യാനായിട്ട് പരിശ്രമിക്കത്തില്ലേ? തീരെ കൊച്ചു കുഞ്ഞുങ്ങൾ അത് അടുത്തിരിക്കുമ്പോഴത്തേക്ക് അതിന്റെ സ്പൂണിൽ കോരി നമ്മുടെ മുഖത്തെല്ലാം കൂടെ പറ്റിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ തല്ലി പിടിപ്പിക്കത്തൊന്നുമില്ല. കൊച്ചിന്റെ ഒരു സന്തോഷമല്ലേ, അതുകൊണ്ട് നമ്മളോടങ്ങ് സഹിക്കുകയാണ്. അങ്ങനെ കർത്താവ് നമ്മൾ കാണിക്കുന്ന പല കാര്യങ്ങളും എന്ത് ചെയ്യുകയാണ്? സഹിക്കുകയാണ്. അതുകൊണ്ട് അത് ഏറ്റവും ബെസ്റ്റ് ആണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. എപ്പോഴും പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഓരോ നിമിഷങ്ങളിലും പിതാവിന്റെ സാമീപ്യത്തിൽ, ആ സംസർഗത്തിൽ ദൈവ നിയോഗമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഒരു ശുശ്രൂഷകന് ആവശ്യമായിരിക്കുന്നതായ കാര്യം. യേശു കർത്താവിനെ പിശാച് അവന്റെ വിശപ്പിന്റെ സമയത്ത് വന്ന് പരീക്ഷിച്ചു. 40 ദിവസം അവൻ കൂടെ നിന്ന് നോക്കി എപ്പോഴാണ് ഏറ്റവും പറ്റിയ സമയമെന്ന്. പറ്റിയ സമയമാണിത്. ഏത്? നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ സമയത്താണ് പിശാചിന്റെ പ്രലോഭനങ്ങൾ കൂടുതലുണ്ടാകുന്നത്. രോഗമുണ്ടാകുമ്പോൾ, അസുഖമുണ്ടാകുമ്പോൾ, വേണ്ടപ്പെട്ടവർ വേർപിരിയുമ്പോൾ, ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, ബിസിനസ് പൊട്ടുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ ഒക്കെയാണ് പിശാച് വന്ന് കൂടുതൽ നമ്മളെ
പ്രലോഭിപ്പിക്കുന്നത്. അവിടെ വന്ന് അവൻ പറയുന്ന മിക്ക കാര്യങ്ങളും ദൈവത്തിൻ്റെ പ്രൊവിഷനിലും ദൈവത്തിൻ്റെ സ്വഭാവത്തിലും ഒക്കെ നമുക്ക് സംശയം തോന്നത്തക്ക രീതിയിലുള്ള പ്രലോഭനങ്ങളാണ്. അപ്പൊ യേശുവിൻ്റെ പ്രലോഭനങ്ങളുടെ കാര്യം നമ്മൾ പഠിക്കുമ്പോഴും ഇതേപോലെ തന്നെ ഇത് നമ്മുടെ ജീവിതവുമായിട്ട് നമ്മൾ ആപ്ലിക്കബിൾ ആക്കാനായിട്ട് നോക്കുകയാണ്. എന്താണ് ഫസ്റ്റ് ആദ്യത്തെ പ്രലോഭനം എന്താണ്? മാത്യു ചാപ്റ്റർ 4:3, and the tempter came and said to him, if you are the son of God, command these stones into become loaves of bread. See, നീ യഥാർത്ഥത്തിൽ ദൈവപുത്രൻ ആകുന്നുവെങ്കിൽ, if you are the son of God, turn these stones into loaves of bread. ഈ കല്ലുകളെ അപ്പമാക്കി തീർക്കുവാൻ കൽപ്പിക്കുക. ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ്. നോക്ക, അവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം ഇഫ്. ഒരു സംശയം വിതയ്ക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സംശയം വിതയ്ക്കുന്നത് എപ്പോഴും പിശാചാണ്. ഉറപ്പ് നൽകുന്നത് എപ്പോഴും പരിശുദ്ധാത്മാവാണ്. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറയുന്നത് എന്താണ്? അവൻ വന്ന് നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുമെന്നാണ്. ബോധ്യം വരുത്തും. കൺവിക്ഷൻ നൽകുന്നത് എപ്പോഴും പരിശുദ്ധാത്മാവാണ്. സംശയം തരുന്നത് എപ്പോഴും ആരാണ്? പിശാചാണ്. അപ്പോൾ പിശാച് വന്ന യേശുവിൻ്റെ മനസ്സിൽ ഒരു സംശയം വിതയ്ക്കുകയാണ്. എന്താണ് സംശയം? ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ്, നീ ദൈവത്തിൻ്റെ പുത്രൻ എങ്കിൽ. നമുക്ക് കർത്താവിൻ്റെ അടുത്ത് വന്ന് പറയാൻ അവനുള്ള തൻ്റെ ഇടം നോക്കിയേ. നീ ദൈവത്തിന്റെ പുത്രനാകുന്നു എങ്കിൽ turn these stones into loaves of bread. നീ ഈ കല്ലപ്പമായി തീരാനായിട്ട് കൽപ്പിക്കുക. എന്താ കർത്താവിനോട് പറയുന്നത് അറിയാമോ? നീ ദൈവത്തിന്റെ പുത്രനാണെന്നുള്ളതിന്റെ തെളിവ് എന്താണ്? ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ നീ എന്തിന് വിശന്നിരിക്കണം? അതാണ് അവന്റെ ചോദ്യം. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് എല്ലാ സമയത്തും പിശാച് നൽകുന്നതായ ഒരു what do you say, he is putting this kind of doubt in everybody's heart. When something happens to us, എന്തെങ്കിലും ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. What is my relation with God? What is God's relation with me? എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഭവിച്ചു? If I am the son of, I am a child of God, ഞാൻ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ, ഞാൻ ദൈവത്തിന്റെ മകനാണെങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അപ്പോൾ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് പിശാച് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ്, യു വിൽ നെവർ ബി ഹംഗ്രി. ഇന്ന് ഇതാണ്, ഈ പിശാചിന്റെ വാക്കുകളാണ് സ്റ്റേജിൽ നിന്ന് ആളുകൾ പ്രസംഗിക്കുന്നത്. അവിടെയാണ് എൻ്റെ സങ്കടം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ അത്രയ്ക്ക് ദേഷ്യപ്പെടുന്ന ആളല്ല എന്നൊക്കെ എൻ്റെ ഭാര്യ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ശരിക്കും ദേഷ്യം വരുന്നത് ദൈവവചനം ഇങ്ങനെ കോട്ടിമാട്ടി പ്രസംഗിക്കുന്നത് കേൾക്കുമ്പം ശരിക്കും ദേഷ്യമോ സങ്കടമോ എന്താ പറയുന്നത് അറിയത്തില്ല. കാര്യം ഒന്ന്, ഇവരുടെ അറിവില്ലായ്മയിലായിരിക്കാം ഇവർ പറയുന്നത്. പക്ഷെ ചിലരൊക്കെ അറിവോടെയും പറയുന്നുണ്ട്. എന്നാൽ അതിന്റെ ഫലമൊന്ന് ആലോചിച്ച് നോക്കി. എത്രയോ ആളുകൾ ഇവരാൽ വഞ്ചിക്കപ്പെടുന്നു. അതോർക്കുമ്പോഴേ ഈ സങ്കടം മുഴുവൻ. See, പിശാച് വന്ന് ചോദിക്കുകയാണ്, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ്, then why you are hungry? നീ ഒരു കാര്യം ചെയ്യ, ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്ക്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിനക്ക് ഉറപ്പിക്കാം നീ ദൈവത്തിന്റെ പുത്രനാണെന്ന്. സംശയം വിതയ്ക്കുക എന്നുള്ളത് പിശാചിന്റെ പദ്ധതിയാണെന്ന് അറിയാൻ വേറെ എങ്ങും പോകണ്ട. ആദ്യത്തെ പ്രലോഭനം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ തൊട്ട് കാണുന്ന കാര്യമാണിത്. ജനസിസ് ചാപ്റ്റർ 3 പിശാച് വന്ന് ആദ്യം പറയുന്ന കാര്യം എന്താണ്? ഡിഡ് ഗോഡ് സേ യു ഷാൽ നോട്ട് ഈറ്റ് ഓഫ് എനി ട്രീ ഓഫ് ദ ഗാർഡൻ? ഈ തോട്ടത്തിലുള്ള യാതൊരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? ഇത്ര കണ്ണിയായിട്ടുള്ള, ഇത്ര ഈ കൗശലം പ്രയോഗിക്കുന്ന പിശാച് ഭയങ്കരമാണ്. അതിനവനെ വെല്ലാനായിട്ട് ലോകത്തിൽ ആരും ജനിച്ചിട്ടില്ല. ഇവന്റെ കൗശലം ഒന്ന് ആലോചിച്ച് നോക്കണം. ഒന്നാമത്തെ കാര്യം, ഇവൻ ചോദിക്കുന്ന ചോദ്യം തോട്ടത്തിന്റെ നടുവിലുള്ള ജീവവൃക്ഷ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്നല്ല ചോദിക്കുന്നത്. അത്ര സ്പെസിഫിക് ഒന്നും അല്ല. ചോദിക്കുന്ന എന്താണ്? തോട്ടത്തിലുള്ള യാതൊരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം നിങ്ങളോട് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? എന്താ അതിന്റെ അർത്ഥം? ഹവ്വായെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്
ഹവ്വായോട് വളരെ സോഫ്റ്റ് ആയിട്ട് പിശാച് പറയുന്ന കാര്യമുണ്ട്. ഹവ്വ മോളെ, നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ, ഒത്തിരി പണിയുണ്ട് ഈ തോട്ടത്തിലല്ലേ. കാര്യം എവിടെ ആക്കിയിരിക്കുക ദൈവം? തോട്ടത്തിൽ പണിയെടുക്കാൻ ആക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ വലിയൊരു പ്രശ്നം, അവൻ നമ്മളെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കും, തിന്നാനൊന്നും തരത്തുമില്ല. നീ ഒത്തിരി ക്ഷീണിച്ചു പോയി, ഈ തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഇതാണ് റിയൽ ക്വസ്റ്റ്യൻ. തോട്ടത്തിലുള്ള യാതൊരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ? ഇവൻ ദൈവത്തിന്റെ ക്യാരക്ടറിനെയും ദൈവത്തിന്റെ പ്രൊവിഷനെയും സംശയിക്കാനായിട്ട് ഈ സ്ത്രീയെ പ്രലോഭിപ്പിക്കുകയാണ്. ഇറ്റ് ഈസ് സോ ഈസി. കാര്യം ആദ്യം ഒരു ഫ്ലാറ്ററിയുമായിട്ടാണ് തുടങ്ങുന്നത്. നീ ഒത്തിരി അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ, അത് നമുക്കെല്ലാം കേൾക്കുന്ന സന്തോഷമാണ്. അതായത് ഞാൻ ഒത്തിരി കഷ്ടപ്പെടുന്നെന്നും ഞാൻ കഷ്ടപ്പെടുന്നതിന്റെ അനുസരിച്ച് എനിക്കൊന്നും കിട്ടുന്നില്ലെന്നും. ഇതാണല്ലോ എല്ലാ മനുഷ്യരുടെയും പരാതി. നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? എൻ്റെ പൊന്നു സഹോദര, ഞാൻ ചെയ്യുന്നതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പനി എനിക്ക് എന്തോരും ശമ്പളമാണ് തരുന്നത്. ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ എന്തോ ചെയ്തിട്ടാ കമ്പനി ഇത്രയും ശമ്പളം തരുന്നതെന്ന് പറയുന്ന ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാവരും പറയുന്നത് എന്താ? രാപകല് പണിയെടുക്കണം, നമുക്ക് ആവശ്യത്തിനുള്ളത് തൊട്ട് തരികയുമില്ല. നമ്മളെ കൊണ്ട് ഇവന്മാര് നമ്മുടെ ചോര നീരാക്കി ഇവന്മാരും വളരെ ബ്രദറെ നമ്മളീ കഷ്ടപ്പെടുന്നതല്ലാതെ നമുക്കൊന്നും കിട്ടുന്നില്ല. എത്ര കിട്ടിയാലും നമ്മൾ പറയും നമുക്കൊന്നും കിട്ടുന്നില്ലെന്നാണ്. MNC-കളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിരിക്കും, കമ്പനികളെ സംബന്ധിച്ച് ശരിയായിരിക്കും, പക്ഷെ ദൈവത്തിന്റെ കാര്യത്തിൽ അത് ശരിയല്ല. എന്നാൽ ഏറ്റവും കുറഞ്ഞ ഒരു കാര്യം പറയാം, ഈ ലോകത്തിന്റെ കാര്യത്തിൽ MNC-യുടെ കാര്യത്തിലും ഒക്കെ നമ്മളൊരു സംതൃപ്തി വെച്ച് പുലർത്തുന്നതാണ് ദൈവികത. കാരണം സംതൃപ്തിയുള്ള മനുഷ്യനാണ്. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 തിമോത്തി ചാപ്റ്റർ 6 പൗൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അലംഭാവത്തോടു കൂടിയ ഭക്തി വളരെ ആദായമാകുന്നു. ആദായ സൂത്രമല്ല, ആദായമാകുന്നു. ചിലർ ഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. അതൊരു വാക്യം. അതിന്റെ താഴെ പറയുന്നത് എന്നാൽ അലംഭാവത്തോടെ എന്ന് പറയുന്നത് സംതൃപ്തി എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. റിലിജിയൻ വിത്ത് ഓർ ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ് ഈസ് ഓഫ് ഗ്രേറ്റ് വാല്യൂ. സംതൃപ്തിയുള്ള ഭക്തി വളരെ വിലപ്പെട്ടതാണെന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് സംതൃപ്തിയാണ്. അല്ലാതെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് പൈസയൊന്നും അല്ല, സംതൃപ്തി. വി നീഡ് ടു ബി പീപ്പിൾ ഓഫ് കണ്ടന്റ്മെന്റ്. നമ്മൾ സംതൃപ്തിയുള്ള മനുഷ്യനായിരിക്കണം. ഹവ്വായുടെ ജീവിതത്തിലേക്ക് പിശാച് വിട്ടുകൊടുക്കുന്നത് അസംതൃപ്തിയാണ്. പിശാച് എപ്പോഴും നമ്മളെ അസംതൃപ്തിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ആ ഭാഗങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. നല്ലൊരു പാസേജ് അത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു പാസേജ്. ബട്ട് ഐ ഹാവ് നോ ടൈം, സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അസംതൃപ്തി വിതറുന്ന, ഡിഡ് ഗോഡ് സേ ദാറ്റ് യു ഷാൽ നോട്ട് ഈറ്റ് ഫ്രം the any tree of the garden? And the woman said to the serpent, we may eat of the fruit of the trees of the garden, but God said, you shall not eat of the fruit of the tree which is in the midst of the garden, neither shall you touch it lest you die. നിങ്ങൾ മരിക്കാതിരിക്കുന്നതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നുകയും അരുത്, തൊടുകയും അരുത്. ഓക്കെ, എന്തൊരു കഷ്ടമാണെന്ന് ചോദിക്കുക. ഈ പെണ്ണുപിള്ളക്ക് വേദോസം എന്നാന്നുള്ളത് അറിയത്തില്ല. കർത്താവ് പറഞ്ഞ വാക്കുകളൊക്കെ എത്ര കോട്ടി മാറ്റി അവർ ഉപയോഗിക്കുന്ന ആലോചിച്ച് നോക്കണം, ഇല്ലേ? കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്നല്ല പറഞ്ഞത്. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നരുതെന്നേ പറഞ്ഞുള്ളൂ. തോട്ടത്തിന്റെ നടുവിൽ തന്നെ 2 വൃക്ഷങ്ങളുണ്ട്. ജീവവൃക്ഷത്തിന്റെ ഫലവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലവും ഉണ്ട്. ജീവവൃക്ഷത്തിന്റെ ഫലം അവർക്ക് ഇഷ്ടം പോലെ പറിച്ച് തിന്നാമായിരുന്നു. അവർ ദൈവത്തോടുള്ള സംസർഗത്തിൽ കഴിയുമ്പോൾ അത് ഭക്ഷിക്കണമെന്നായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. അങ്ങനെ ഭക്ഷിച്ചാൽ അവരെന്നും ദൈവസംസർഗമുള്ളവരായി ജീവിക്കുമായിരുന്നു. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നാതിരിക്കേണ്ടതിന് ആദമിനെ പുറത്താക്കിയത് ഒരു ശിക്ഷയൊന്നും അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ ഒരു വലിയ കരുണയാണ്. കാര്യം പാപം ചെയ്ത മനുഷ്യൻ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നു കഴിഞ്ഞാൽ അവൻ പാപിയായിട്ട് എന്നേക്കും ജീവിക്കും എന്ന് ദൈവത്തിന് അറിയാമായിരുന്നത് കൊണ്ട്, അവൻ എന്നേക്കും പാപിയായി ജീവിച്ചാൽ അവന്റെ വീണ്ടെടുപ്പ് അസാധ്യമായത് കൊണ്ട് ദൈവം കരുണ തോന്നി അവനെ പുറത്ത് പറഞ്ഞു വിട്ടതാ. അല്ലാതെ ദൈവത്തിന് അസൂയ തോന്നിയിട്ട് പറഞ്ഞു വിട്ടതൊന്നും അല്ല. കാരണം ഈ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ദൈവം ആര് തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്? മനുഷ്യൻ ഭക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. എപ്പോൾ? അവൻ ദൈവ സംസർഗത്തിൽ ജീവിക്കുമ്പോൾ. അതവന് പാപിയായിരിക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അപകടമാണെന്ന് അറിയാവുന്നത് കൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? അവനെ പുറത്താക്കി. ഇപ്പോഴെന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ജീവവൃക്ഷം ദൈവം കാത്തുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം
തിന്മാൻ കൊടുക്കും. അതുവരെ ദൈവം സൂക്ഷിച്ചു വെച്ചിരിക്കുക. എന്തിന്? അന്ന് ദൈവം നമുക്ക് തിന്നാനായിട്ടുണ്ടാക്കിയ ജീവവൃക്ഷത്തിന്റെ ഫലം യുഗങ്ങളോളം ദൈവം സൂക്ഷിച്ചു വെക്കുകയാണ്. എന്തിനു വേണ്ടി? നമ്മൾ ജയിച്ചവന്റെ സന്നിധാനത്തിലേക്ക് മടങ്ങി ചെല്ലുന്ന സമയത്തിന് വേണ്ടി. അതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും കരുണയുടെയും മാഹാത്മ്യം നമ്മൾ തിരിച്ചറിയുന്നത്. നോക്ക്, അവള് വേദപുസ്തകം തെറ്റിച്ചാ പറയുന്നത്. അതിനെ തൊടരുതെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല, അത് തിന്നരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മളങ്ങനെ അതിവിശുദ്ധി ഒന്നും കാണിക്കണ്ട. ചില ആളുകളുടെ വിശുദ്ധി കണ്ടു കഴിഞ്ഞാൽ അവർ ദൈവത്തെക്കാൾ വിശുദ്ധന്മാരാണെന്ന് തോന്നിപ്പോവും. ഇല്ലേ? ദൈവത്തെക്കാൾ നമ്മൾ വിശുദ്ധരൊന്നും ആകേണ്ട കാര്യമൊന്നുമില്ല. ദൈവം പറയുന്നതിന് അപ്പുറത്ത് കയറി നമ്മളൊന്നും പറയേണ്ട കാര്യമൊന്നും ഇല്ല. വാട്ട് ഗോഡ് സെഡ്, കർത്താവ് എന്ത് പറഞ്ഞു എന്നുള്ളത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ദൈവം എന്ത് പറഞ്ഞു, ദൈവവചനം എന്ത് പറയുന്നു, അതായിരിക്കണം നമ്മുടെ എന്താണ് നമ്മുടെ സീല് കയറി അതിനും അപ്പുറത്ത് കയറി പറയേണ്ട കാര്യമൊന്നും ഇല്ല. അങ്ങനെ കാര്യങ്ങൾ പറയുന്നതിന് അർത്ഥമില്ല. ഓക്കെ, ഇവിടെ ആദ്യത്തെ സ്ത്രീയോട് പോലും ആദ്യത്തെ പ്രലോഭനം എന്തായിരുന്നു? സംശയം വിതയ്ക്കുകയായിരുന്നു. ആദ്യത്തെ പ്രലോഭനം ദൈവത്തിന്റെ ക്യാരക്ടറിലും ദൈവത്തിന്റെ പ്രൊവിഷനിലും സംശയം ഉണ്ടാക്കുകയായിരുന്നു. ഇവിടെ യേശു കർത്താവിന്റെ അടുത്ത് ചെന്നിട്ട് പിശാച് പറയുന്നത് അത് തന്നെയാണ്. ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ്, നീ ദൈവത്തിന്റെ പുത്രനാകുന്നുവെങ്കിൽ നീ വിശന്നിരിക്കേണ്ട കാര്യമില്ല, ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്ക്. അതിനകത്ത് മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. മനുഷ്യന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നാ അവൻ പറയുന്നത്? ഭക്ഷണമാണ്. മനുഷ്യന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഭക്ഷണമാണ്. യെരുശലേമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പട്ടിണിയുടെ കാലഘട്ടമാണ്. ചില നാളുകൾക്ക് ശേഷം, ചില വർഷങ്ങൾക്ക് ശേഷം ശരിക്കും യെരുശലേമിൽ ക്ഷാമം ഉണ്ടാകും നമ്മൾ കാണുന്നുണ്ട്. യേശുവിന്റെ കാലഘട്ടത്തിൽ ശരിക്കും യെരുശലേമിൽ പട്ടിണിക്കാലമാണ്. നമുക്കറിയാമല്ലോ, 5000 പുരുഷന്മാരുടെ കർത്താവ് പരിപോഷിപ്പിക്കുന്നതായ സമയത്ത് അവരുടെ കൂട്ടത്തിൽ ഒരൊറ്റ പയ്യന്റെ കയ്യിൽ മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ? 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? മറ്റാർക്കും വീട്ടിൽ നിന്ന് അത് കൊണ്ടുവരാനായിട്ട് സാഹചര്യമില്ലായിരുന്നു. വല്ലതും കഴിച്ചിട്ട് വേണ്ടായി കൊണ്ടുവരാൻ. ഒരു ജോലിക്കാരിയോട് ഒരിക്കൽ ഒരു കൊച്ചമ്മ രാവിലെ പഴങ്കഞ്ഞി കൊടുത്തപ്പോൾ അവള് പറഞ്ഞു, ഞാൻ പഴങ്കഞ്ഞി ഒന്നും കുടിക്കത്തില്ല അമ്മേ. അതിനാ നീ എന്നെ പഴങ്കഞ്ഞി ഒന്നും കുടിക്കത്തില്ല, നീ എന്നാ എവിടുന്ന് വന്നതാ? അതൊന്നും അല്ല പ്രശ്നം, ഞാൻ ഇതുവരെ പഴങ്കഞ്ഞി കുടിച്ചിട്ടില്ല. എന്താണ് നീ ഇതുവരെ പഴങ്കഞ്ഞി കുടിക്കാഞ്ഞ്? അത് വൈകിട്ട് തികഞ്ഞിട്ട് വേണ്ടേ രാവിലെ പഴങ്കഞ്ഞി കുടിക്കാൻ എന്ന് പറഞ്ഞതുപോലെ പൊതിച്ചോറും കെട്ടിക്കൊണ്ട് പോകാനൊന്നും വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കയ്യിലും ഇല്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പോൾ പിശാച് കർത്താവിനോട് പറയുന്ന ഒരു വ്യംഗ്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ബോഡിലി നീഡ്സ് ആണ്. അതുകൊണ്ട് നീ ഈ ക്രൂശിലൊക്കെ മരിച്ച് വെറുതെ വിഷമിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് നീ ദൈവപുത്രനല്ലേ, ഈ കല്ലപ്പമായി തീരാൻ കൽപ്പിച്ചാൽ മനുഷ്യന്റെ എല്ലാ പ്രശ്നവും തീരുകയാണ്. ഒന്നാമത് പലസ്തീനെ കുറിച്ച് ഒരു റെബനിക് സ്റ്റോറി പറയുന്നത്, ദൈവം റെബനിക് സ്റ്റോറിയാണ്, അല്ലാതെ ബിബ്ലിക്കൽ സ്റ്റോറി അല്ല. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ലോകത്തിലുള്ള എല്ലാ കല്ലുകളിലും പകുതി എടുത്ത് പലസ്തീനിൽ ഇട്ടു, ബാക്കി ലോകത്തിൽ എല്ലായിടത്തുമായിട്ട് ഇട്ടുണ്ട്. അത്രയ്ക്കും കല്ലുണ്ട് ഇവിടെ പലസ്തീനിൽ. അപ്പൊ ഈ കല്ലൊക്കെ അപ്പമായി തീരാൻ കൽപ്പിച്ചു കഴിഞ്ഞാൽ എത്ര നൂറ്റാണ്ടുകൾ വേണമെങ്കിൽ ആളുകൾക്ക് ഭക്ഷിക്കാൻ തക്കവണ്ണമുള്ള അപ്പം ഉണ്ടെന്നാണ് പിശാച് ആരോട് പറയുന്നത്? യേശുവിനോട് പറയുന്നത്. ബോഡി നീഡ്സ്, ഈ ബോഡി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ക്രൂശിക്കപ്പെടാതെ തന്നെ നിന്നെ ആളുകൾ മശിഹയായിട്ട് കണക്കാക്കുമല്ലോ. ഈ അണ്ടർസ്റ്റാൻഡ്? ഈ പ്രലോഭനം ഇന്നും ഏതൊരു ശുശ്രൂഷകനുമുണ്ട്. എന്ത്? ബോഡിലി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുവാനുള്ള ഒരു ടെംപ്റ്റേഷൻ. ക്രോസ് ഒഴിവാക്കിക്കൊണ്ട്, ക്രൂശ് ഒഴിവാക്കിക്കൊണ്ട്, എന്ത്? മനുഷ്യന്റെ ശാരീരിക പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ തീർക്കാനായിട്ടുള്ള ചെറിയ ഗിമ്മിക്സ് ഒക്കെ ക്രൂസൈഡുകളിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് മതി നിങ്ങൾക്ക് മശിഹയാകാൻ എന്നുള്ളതാണ് ഇന്നും പിശാചിന്റെ പ്രലോഭനം. മശിഹയാകാൻ ഞാൻ ഉദ്ദേശിച്ചത് ഇൻവേർട്ടഡ് കോമായി കൊടുത്തിരിക്കുകയാണ്. എന്ത്? മശിഹയാകാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മശിഹയാകണ്ടേ. അതിനിപ്പോൾ ഏറ്റവും നല്ല മാർഗം, മനുഷ്യന്റെ പ്രശ്നം എന്താണ്? കടഭാരം, മനുഷ്യന്റെ പ്രശ്നം ജോലി സ്ഥിരത, കടഭാരം, അസുഖങ്ങൾ, ശരീരത്തിന്റെ അസുഖങ്ങൾ, അല്ലെങ്കിൽ ശാപം, എന്തെല്ലാം കാര്യങ്ങളാണ്. ഇതിനകത്തൊന്നും മനുഷ്യന്റെ പാപം ഒരു പ്രശ്നമായിട്ട് എഴുതി കാണിക്കുന്നത് പോലും ഇല്ല. ഞാൻ ഈയിടെ ഒരു വലിയ മെഗാ ചർച്ചിന്റെ ബാനർ വായിച്ചു. അതിനകത്ത് അവർ ഡീല് ചെയ്യുന്ന ഉണ്ടല്ലോ ഡോക്ടേഴ്സൊക്കെ, നമ്മളിപ്പം ഹോസ്പിറ്റലിന്റെ ഒക്കെ ഹോർഡിങ്സ് വായിക്കുമ്പോഴത്തേക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് പറയുന്നത് പോലെ ഈ മെഗാ ചർച്ചിന്റെ ഡിപ്പാർട്ട്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന്
എഴുതി വെച്ചിരിക്കുകയാണ് അവർ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പോൾ കടഭാരമാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ശാപമുക്തി, പിന്നെ അത് കഴിഞ്ഞിട്ട് കൈൻഡ് ഓഫ് എന്നാണ് പണം, പണത്തിന്റെ പ്രശ്നങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ, മെച്ചപ്പെട്ട വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അതിനകത്ത് ഞാൻ നോക്കിയിട്ട് മനുഷ്യന്റെ പ്രശ്നത്തിന്റെ കൂട്ടത്തിൽ അവർ ഡീൽ ചെയ്യാത്തൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എന്ത്? പാപം. ഇത് ഈ പിശാച് യേശുവിനോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നമ്മളോട് വന്ന ആളുകൾ പറയുന്നത്. എന്ത്? നീ ഡീൽ ചെയ്യേണ്ടത് എന്താണ്? മനുഷ്യന്റെ പ്രതിസന്ധികൾ. ആളുകൾ പറയുന്നതല്ലേ, എന്റെ ബ്രദറെ ആത്മരക്ഷയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊന്നും അല്ലല്ലോ ഇവർക്ക് പ്രശ്നം. ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രോഗമല്ലേ ഈ പ്രശ്നം, ഇവരുടെ പ്രശ്നം അവരുടെ കടമല്ലേ, ഇവരുടെ പ്രശ്നം അവരുടെ വീടില്ലായ്മയല്ലേ, ഇവരുടെ പ്രശ്നം അവർക്ക് ജോലിയില്ലാത്തതല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം അവർക്ക് വീടും കാറും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാം. ക്രോസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും എന്ത് ചെയ്യത്തില്ല, അടുത്തോട്ട് വരത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ശാരീരിക പ്രശ്നങ്ങൾ നമുക്ക് ആദ്യം കൈകാര്യം ചെയ്യാം. ഇതൊരു ടെംപ്റ്റേഷനാണ്, പിശാചിന്റെ ഒരു ടെംപ്റ്റേഷനാണ്. എന്തിനാണെന്നറിയാമോ? ക്രൂശിനെ ഒഴിവാക്കിക്കൊണ്ട് മാനുഷികമായ നിലയിൽ സുവിശേഷത്തിനൊരു ട്വിസ്റ്റ് കൊടുക്കുവാനുള്ള പിശാചിന്റെ തന്ത്രത്തിൽ പെട്ട് ഉഴന്ന് നടക്കുന്നവരാണ് ഇന്നത്തെ പ്രീച്ചേഴ്സിൽ നല്ലൊരു ശതമാനം ആളുകൾ. ഇത് വലിയ ഒരു ടെംപ്റ്റേഷനാണ്. നമ്മൾ ടെംപ്റ്റഡ് ആയി പോയി, സിൻസിയർ ആയിട്ടുള്ള ആളുകളും പലപ്പോഴും ടെംപ്റ്റഡ് ആയി പോകും. ഞാൻ മൊസാംബിക്കില് ആഫ്രിക്കയിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത്, ഈവൻ ഇൻ നോർത്ത് ഇന്ത്യയേക്കാൾ കഷ്ടമാണല്ലോ പലപ്പോഴും ആഫ്രിക്കൻ വില്ലേജസിലൊക്കെ ഞാൻ പോയ സമയത്തൊക്കെ ഐ ഓൾസോ വാസ് ടെംപ്റ്റഡ്. ഇവരോട് എന്തുവായി വലിയ ക്രൂശൊക്കെ പറയാനും ഒക്കെ, അതിനേക്കാളും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്കാണെങ്കിൽ ഒരു മനസ്സലിവല്ലേ, പാവങ്ങൾ, തുണി കൊടുക്കാനില്ല, കഴിക്കാനില്ല, എല്ലുന്തി നടക്കുന്ന പിള്ളേരെയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ആ സങ്കടത്തിൽ ഞാനും ചിന്തിച്ചു, ഇവരോട് കുറച്ച് പ്രോസ്പെരിറ്റി അങ്ങ് പ്രസംഗിച്ചാലോ എന്ന് ഞാനും അങ്ങ് ആലോചിച്ചു പോയി. പക്ഷെ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, ഇതിനേക്കാൾ കഷ്ടമായിരുന്നു യേശുവിന്റെ കാലത്തെ പലസ്തീൻ. പക്ഷെ യേശു എന്തുകൊണ്ട് പ്രോസ്പെരിറ്റി പ്രസംഗിച്ചില്ല? യേശു അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണമെന്നാ, ഇല്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി, ചെല്ലുന്ന സ്ഥലം നോക്കി സാഹചര്യം മാറാനൊന്നുമല്ല ദൈവം നമ്മളെ ഒരു സന്ദേശം പരമേൽപ്പിച്ചിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വാസം പറഞ്ഞ ആഫ്രിക്ക. ഇവിടുത്തേക്കാൾ കൂടുതൽ ആളുകൾ ആഫ്രിക്കയിൽ വന്ന് ആ പാവങ്ങളുടെ പൈസയും കൊണ്ട് പോകുന്നുണ്ട്. അത് അതിനേക്കാൾ കഷ്ടമാണ്. കെനിയയിൽ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ കെനിയയിലുണ്ടായിരുന്ന സമയത്ത് അവിടെ ഇറങ്ങിയ ഒരു മാഗസിന്റെ സൺഡേ എഡിഷൻ, സെക്യുലർ പത്രം, ഒരു ചെറുക്കൻ നല്ലൊരു ജേർണലിസ്റ്റാണ്. അവൻ അവിടുത്തെ സകല ചർച്ചസും കയറി ഇറങ്ങി നല്ല ഒന്നാന്തരം ഒരു ഫീച്ചർ ഉണ്ടാക്കിയിരിക്കുകയാണ്. സീക്ക് ഗാഡ്സ് കിങ്ഡം ആൻഡ് ഇറ്റ്സ് മണി. അതാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. സീക്ക് ye first the kingdom of God and its money. മുമ്പേ അവന്റെ രാജ്യവും അതിന്റെ പണവും അന്വേഷിപ്പിൻ. എന്നിട്ട് ഓരോ ചർച്ചും, അവിടെയുള്ള കെനിയയിലെ ഓരോ ചർച്ചും എന്ത് പഠിപ്പിക്കുന്നു എന്ന് ഈ ചെറുക്കൻ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും പാവങ്ങളുടെ സ്ഥലത്ത് ഒരു പൂള് പണിത് ഒരു ചർച്ചിൽ അവൻ പറഞ്ഞിരിക്കുകയാണ്, ഒരു ചർച്ചിലെ പൂള് പണിതിട്ടിട്ടുണ്ട്. ആ പൂള് പണിതിട്ടിട്ട് അതിന്റെ ആദ്യത്തെ 1 feet ഇറങ്ങണമെങ്കിൽ അവരുടെ 1000 ഷില്ലിങ്, രണ്ടാമത്തെ ഫീറ്റ് വരെ ഇറങ്ങണമെങ്കിൽ 2000 ഷില്ലിങ്, 3rd സ്റ്റെപ്പിലോട്ട് ഇറങ്ങണമെങ്കിൽ 4000 ഷില്ലിങ്. അനുഗ്രഹം കൂടി വരുമെന്ന് അങ്ങോട്ട് ഇറങ്ങുന്നതനുസരിച്ച് ഈ പാവം പിടിച്ച ആഫ്രിക്കക്കാര് കാശ് കൊടുത്തേച്ച് അനുഗ്രഹിക്കപ്പെടാനായിട്ട് ഈ കുളത്തിലിറങ്ങിച്ച് തിരിച്ചു പോരും. ഇതെല്ലാം അവൻ അതുപോലെ എഴുതിയിട്ടുണ്ട്. മുഴുവൻ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്ക് ആദ്യം ഒരു സങ്കടം തോന്നി. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി പറഞ്ഞു, എഴുതട്ടെ, ജനം മനസ്സിലാക്കട്ടെ, ഏറ്റവും കുറഞ്ഞത് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നുള്ള അറിയട്ടെ, സത്യം എന്താണെന്നുള്ളത് ജനങ്ങൾ അറിയട്ടെ, വെറുതെ കബളിപ്പിക്കപ്പെടാതിരിക്കട്ടെ. എന്തുകൊണ്ട് മനുഷ്യൻ കളിപ്പിക്കപ്പെടുന്നത്? ഈ ആഫ്രിക്കക്കാരന്റെ പൈസ, പാവങ്ങളുടെ പൈസയും പിടിച്ചുകൊണ്ട്, ഇത് മറ്റ് പല കൺട്രീസിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. ഇത് ഫ്രം ബ്രസീൽ ഓർ നൈജീരിയ, മോസ്റ്റ്ലി ഫ്രം ബ്രസീൽ നിന്നൊക്കെ വന്ന് അവിടെ ചർച്ചസ് ഉണ്ടാക്കിയിരിക്കുകയാണ് അവന്മാരെല്ലാം. ഞാൻ പറഞ്ഞത്, ഈ ഒരു ടെംപ്റ്റേഷൻ നമുക്ക് പലപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ത്? മനുഷ്യൻ അപ്പം കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് വിശ്വസിക്കുവാനുള്ള ഒരു ടെംപ്റ്റേഷൻ. അതുകൊണ്ട് മനുഷ്യന്റെ ബോഡിലി നീഡ്സിന് വേണ്ടി, അതിനുവേണ്ടിയുള്ള ദൈവികമായ നമ്മുടെ ക്രൂശിന്റെ മാർഗത്തെ ഉപേക്ഷിച്ച് ശാരീരിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും അതിനെ എംഫസൈസ് ചെയ്യാനും. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നു, കർത്താവ് തീർച്ചയായും പാവങ്ങളെ സഹായിക്കുന്നുണ്ട്.
ഇതൊക്കെ ഞാൻ എക്സസൈസ് ചെയ്യുന്ന ആളാണ്, അല്ലാതെ ഞാൻ മാറി നിന്നൊന്നും പറയല്ല. ഐ പ്രേ ഫോർ ദ സിക്ക് പീപ്പിൾ ആൻഡ് പീപ്പിൾ ഗെറ്റ് ഹീൽഡ്. ഐ പ്രേ വെൻ സംബഡി ഈസ് കമ്മിങ് വിത്ത് പൊസഷൻ ആൻഡ് they are freed from their possession. ഇതെല്ലാം നമ്മുടെ ശുശ്രൂഷയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ ഞാൻ അഡ്വർടൈസ് ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നൊന്നുമില്ല. അഡ്വർടൈസ് ചെയ്യുന്നത് മാത്രമല്ല, അപ്പോഴും എനിക്കറിയാം അവർ നിലനിൽക്കണമെങ്കിൽ എന്തുണ്ടായാലേ പറ്റുള്ളൂ, അവർക്ക് യേശുവിനെ കൊടുത്താലേ പറ്റുള്ളൂ, വചനം കൊടുത്താലേ പറ്റുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറയാണ്, man shall not live by bread alone but by every word that proceeds from the mouth of the Lord. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, അപ്പം വേണ്ടെന്നല്ല പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നില്ല, മനുഷ്യൻ ജീവിക്കുന്നത് എന്തുകൊണ്ട് കൂടെയാണ്? ദൈവത്തിന്റെ വചനം കൊണ്ടും അവൻ ജീവിക്കുന്നു എന്നും എഴുതിയിരിക്കുന്നുവല്ലോ. എവറി വേർഡ് ദാറ്റ് പ്രൊസീഡ്സ് ഫ്രം ദ മൗത്ത് ഓഫ് ദ ലോർഡ് എലിവൻസ് മീ. അതെന്നെ ജീവിപ്പിക്കുന്നു. ശരിക്കും ഈ വാക്യം എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, എന്റെ പുത്രത്വത്തിന്റെ ഉറപ്പെന്താണെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. വാട്ട് ഈസ് മൈ അഷ്യൂറൻസ് അബൌട്ട് മൈ സൺഷിപ്പ്? ഞാൻ ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ളതിന്റെ ഉറപ്പെന്താണ്? ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്നുള്ളതിന്റെ ഉറപ്പ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കുന്നതല്ല എന്നാണ് നമ്മുടെയൊക്കെ പൊതുവെ ഉള്ള ചിന്ത. ഞാൻ അങ്ങോട്ട് കൈവെക്കുമ്പോൾ ഉടനെ രോഗികൾ സൗഖ്യമായാൽ അതിന്റെ അർത്ഥം ഞാനും കർത്താവുമായിട്ടുള്ള ബന്ധം വളരെ നീറ്റാണെന്ന്. പക്ഷെ കർത്താവ് പറഞ്ഞു അല്ല. എന്താണ്? The word that proceeds from the mouth of the Lord, if it reaches you and if it enlivens you, you are a child of God. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് നിന്നിൽ എത്തുകയും നിന്നെ ജീവിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നീ ദൈവത്തിന്റെ മകനാണ്. ദൈവത്തിന്റെ പുത്രത്വത്തിന്റെ ഉറപ്പ് ദൈവവുമായിട്ടുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷനാണ്. ഞാനും ദൈവവുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ ഞാൻ ദൈവത്തിന്റെ പുത്രനാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ മകനാണെന്നുള്ളത്. And you know what happens? If I am a child of God, you know what happens? When God speaks, I hear it and that becomes life in me. എന്നിൽ അത് എന്തായിത്തീരുന്നു? ജീവനായി പരിണമിക്കുന്നു. അത് ജീവനായി പരിണമിക്കുന്നു. That is very much important. പലപ്പോഴും വചനം അക്ഷരമായിട്ട് മാത്രമേ ഇന്ന് വിശ്വാസ സമൂഹത്തിലേക്ക് കടന്നുകൂടുന്നുള്ളൂ. വി നോ ദ ഡോക്ട്രിൻ, അത് തന്നെ ഇല്ല. അറിയാമെങ്കിലും മാക്സിമം അറിയാവുന്നത് ഡോക്ട്രിനാണ്, ഉപദേശമാണ്. ഉപദേശം അറിയണം, തീർച്ചയായും ഉപദേശം അറിയണം. പക്ഷേ ഉപദേശം ജീവനാകുമ്പോഴേ പിതൃപുത്ര ബന്ധം സമ്പൂർണമാകുന്നുള്ളൂ. ഈ അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറൻസ്? നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഉപദേശങ്ങൾ പഠിച്ചു വെച്ചാലും നമ്മുടെ ഒരു കഴിഞ്ഞ തലമുറയിൽ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും പറയും, ബ്രദറെ, ചിലപ്പോൾ നമുക്കൊരു ചിന്തയുണ്ട് ജീവിതത്തെക്കാൾ വലുതാണ് ഉപദേശമെന്ന്. ഒരു പാസ്റ്റർ ഒരിക്കൽ പറഞ്ഞത്, എൻ്റെ ഫ്രണ്ട് പോൾസൺ, ഞങ്ങൾ ഒരുമിച്ച്, ഇപ്പോഴല്ല, മേ ബി 20 years ബാക്ക് വി വെർ ടുഗദർ ഫോർ എ ബൈബിൾ സ്റ്റഡി. അപ്പോൾ പാസ്റ്റർ ഈ പോൾസനോട് ഒരു പ്രാവശ്യം പറഞ്ഞു, ബ്രദറെ, നമ്മൾ വാസ്തവത്തിൽ ഭാഗ്യമുള്ളവരാ പെന്തിക്കോസുകാരെ. കാരണം ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ജീവിതത്തിലൊരു തെറ്റ് പറ്റിയാലും ദൈവം ക്ഷമിക്കും. പക്ഷെ ഉപദേശത്തിലൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ ദൈവം ക്ഷമിക്കത്തില്ല ബ്രദറെ. നമുക്ക് കൃത്യമായ ഉപദേശം ദൈവം തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. എന്താ അതിൻ്റെ അർത്ഥം? വേദപുസ്തകം അതുപോലെ ഉപദേശപരമായി നന്നായിട്ട് വിശ്വസിച്ചിട്ട് ഞാൻ ഇച്ചിരി കള്ളത്തരം കാണിച്ചാലും കള്ളക്കടത്ത് നടത്തിയാലും കരിഞ്ചന്ത ചെയ്താലും വ്യഭിചാരം ചെയ്താലും ഒന്നും അതൊക്കെ ദൈവം കണ്ണടയ്ക്കും. പക്ഷെ ഉപദേശം ശരിയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ കണ്ണടയ്ക്കുമെന്നല്ലേ അതിൻ്റെ അർത്ഥം? പിന്നെ നമ്മൾ എത്ര വിശുദ്ധമായിട്ട് ജീവിച്ചാലും കർത്താവിന്റെ വരവിന് ശേഷം ഇവിടെ നടക്കുന്ന 7 വർഷത്തിനിടയ്ക്ക് 3.5 കൊല്ലം കഴിയുമ്പോൾ വരുന്ന, അല്ലെങ്കിൽ യുദ്ധത്തിനകത്ത് അർമഗദോൻ യുദ്ധത്തിൽ സൈന്യം വരുന്നത് ചൈനയിൽ നിന്നാണോ റഷ്യയിൽ നിന്നാണോ എന്നുള്ളത് ചൈനയിൽ നിന്നായി പോയാൽ തീർന്നു, എൻ്റെ രക്ഷ നഷ്ടപ്പെട്ടു. അല്ലേ? എന്തോ നമ്മുടെയൊക്കെ ചിന്ത. ദൈവത്തെക്കുറിച്ച് നമ്മൾ എന്താ ചിന്തിച്ചിരിക്കുന്നത്? See, the word, വചനം എന്തായി തീരണം? ജീവനായി തീരണം. എനിക്ക് രൂപാന്തരം ഉണ്ടാക്കണം, ജീവനായി തീരണം. ഇന്ന് പലപ്പോഴും ബൈബിൾ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ തന്നെ പലതും ജീവനാകുന്നില്ല. നമുക്ക് അറിവ് വർദ്ധിപ്പിക്കുന്ന ചില ആളുകൾ പറയുമല്ലോ, കഴിഞ്ഞ പ്രാവശ്യം വന്ന പാസ്റ്റർ സമാപന കൂടാരത്തെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം 48 കൂട്ടം കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ ഈ പാസ്റ്റർ അങ്ങനല്ല, അദ്ദേഹം 56 കൂട്ടം കാര്യങ്ങൾ സമാപന കൂടാരത്തെ കുറിച്ച് പറഞ്ഞു. എന്തൊരു സന്തോഷമാണെന്ന് അറിയത്തില്ലേ? മറ്റേത് 48 കൂട്ടം കാര്യമേ പറഞ്ഞുള്ളൂ, ഇദ്ദേഹം 56 കൂട്ടം കാര്യം പറഞ്ഞു. അതുകൊണ്ട് ഇത് ഭയങ്കര ബൈബിൾ ക്ലാസ് ആണ്. ഇതാണോ വാസ്തവത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നത്? You know what Jesus said? The word that proceeds from the mouth of the Lord
that enlivens me. അതെന്നെ ജീവിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് ജീവനാകുന്നുണ്ടോ? ഈ വചനം നിങ്ങൾക്ക് ജീവനാകുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല. എങ്ങനെയാണ് ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് അറിയുന്നത്? നമ്മൾ ശരിക്കും കൊരിന്ത്യൻസില്, റോമൻസ് ചാപ്റ്റർ 8 കർത്താവ് പറയുന്നതായ റോമൻസ് ചാപ്റ്റർ 8 അതിന്റെ 15 and 16 വായിക്കുമ്പോഴത്തേക്ക് നമ്മളവിടെ പൗലോസ് പറയുന്നതായ ഒരു കാര്യമുണ്ട്. എന്താ? നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഏറ്റവും നമ്മുടെ അന്തരാത്മാവിൽ ദൈവത്തിന്റെ വാക്കുകൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, യു ആർ മൈ ചൈൽഡ്, യു ആർ മൈ ചൈൽഡ്. ആ ഒരു ബോധ്യം ഉണ്ടാകുന്നില്ലെങ്കിൽ, ആ ഒരു അനുഭവം നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ, നമ്മുടെ ലൈഫ് ഭയങ്കര ഡള്ളാണ്. എന്തുകൊണ്ടാണ് ഇന്ന് വിശ്വാസികളുടെ ജീവിതം ഭയങ്കര ഡള്ളാകുന്നത്? എന്തുകൊണ്ടാണ് ഇന്ന് ജോയ് ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സന്തോഷമില്ലാത്തത്? വിശ്വാസികളുടെ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം അതാണ്. ഒരു സന്തോഷമില്ല. എന്തുകൊണ്ട്? അവർക്ക് they don't have a proper communication with their father. അതുകൊണ്ട് നമുക്ക് ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അതാണ് നമ്മുടെ ഉറപ്പ്. അല്ലാതെ അത്ഭുതമല്ല നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്നുള്ളതിന്റെ ഉറപ്പ്. എന്ത്? എൻ്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും തമ്മിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനവും എനിക്ക് എന്തായിത്തീരണം? ജീവനായിത്തീരണം. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ബട്ട് ബൈ എവറി വേർഡ് ദാറ്റ് പ്രൊസീഡ്സ് ഫ്രം ദ മൗത്ത് ഓഫ് ദ ലോർഡ്. Man shall not live by bread alone, but by every word that proceeds from the mouth of the Lord. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും അവൻ ജീവിക്കുന്നു. Then the devil took him to the holy city and set him on the pinnacle of the temple and said to him, if you are the Son of God, throw yourself down, for it is written, he will give his angels charge of you. Verse 5, the devil took him to the holy city and set him on the pinnacle of the temple and said to him, if you are the Son of God, throw yourself down, for it is written, he will give his angels charge of you. അവനെ കയറ്റി ദേവാലയത്തിൽ കൊണ്ടുപോയിട്ട് നീ ഇതിൽ നിന്ന് താഴോട്ട് ചാടുക. അങ്ങനെ ചാടിയാൽ എന്ത് സംഭവിക്കും? ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും. കാര്യം സാംസ് 91:11-12 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ ദേവാലയത്തിന്റെ മുകളിൽ നിന്നിട്ട് താഴോട്ട് ചാട്. അപ്പൊ ചാടുമ്പോഴത്തേക്ക് നീ ഒരിക്കലും ചുമ്മാ താഴെ വീണ് ചാകത്തൊന്നുമില്ല. ബിക്കോസ് യു ആർ ദ സൺ ഓഫ് ഗാഡ്. യു നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ഒരു പാരാഷൂട്ടിൽ വന്ന് ഇറങ്ങുന്നത് പോലെ ഫ്ലൈ ചെയ്ത് നിനക്കിങ്ങനെ ഇറങ്ങാൻ പറ്റും. അപ്പൊ ആളുകളെല്ലാം പറയും, എടാ ഇത് പഴയ നിയമത്തിന്റെ നിവൃത്തിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ താഴെ വീണ് ചാകേണ്ടതല്ലേ, പക്ഷെ ഇവൻ ചത്തിൽ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി ഈസ് ദി അനോയിന്റഡ് വൺ ആൻഡ് ദാറ്റ്സ് ദ റീസൺ വൈ ഹി കുഡ് ലാൻഡ് in such a way. ഇതുപോലെ അത് ലാൻഡ് ചെയ്യാനായിട്ട് കഴിയുന്നതിന്റെ കാരണം എന്താണ്? ബിക്കോസ് ഹി ഈസ് ദ സൺ ഓഫ് ഗാഡ് ആൻഡ് പീപ്പിൾ വിൽ കൺസിഡർ യു ആസ് എ മെസ്സായ ആൻഡ് എവരിബഡി വിൽ ബി നോയിങ് അബൌട്ട് യു. ആദ്യത്തേത് ബോഡി നീഡ്സ് ആയിരുന്നെങ്കിൽ രണ്ടാമത്തേത് ഇറ്റ് ഈസ് അവന്റെ ഫെയിം ആണ്. ഫെയിം. അപ്പോൾ ആദ്യം മനുഷ്യൻ പ്രലോഭിപ്പിക്കപ്പെടുന്നത് അവന്റെ ശാരീരിക ആവശ്യങ്ങളുടെ പൂരണത്തിലൂടെയാണ്. The world is ready to give you everything. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നൽകിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അത് ലഭിക്കാനായിട്ട് ദൈവിക പാത വിട്ട് പ്രവർത്തിക്കാനുള്ള ടെംപ്റ്റേഷനാണ് നമുക്ക് ആദ്യം ഉണ്ടാക്കുന്നത്. രണ്ടാമത്തേത് നമ്മൾ എന്താണ്? പ്രശസ്തി കിട്ടാനായിട്ട്, ദൈവിക പാത വിട്ട് പ്രശസ്തി കിട്ടാനായിട്ടുള്ള ഒരു വലിയ ടെംപ്റ്റേഷൻ. ദാറ്റ്സ് എ ബിഗ് ടെംപ്റ്റേഷൻ. എപ്പോഴും ഉണ്ടാകുന്നതായ ഒരു വലിയ ടെംപ്റ്റേഷൻ ആണ് സോളിഷ് ഡിസയേഴ്സ്. ആദ്യത്തേത് നമ്മുടെ ബോഡിലി നീഡ്സ് ആണെങ്കിൽ രണ്ടാമത്തേത് എന്താണ്? സോളിഷ് ആണ്. സോളിഷ്. രണ്ടാമത്തേത് ദേഹിയുമായി ബന്ധപ്പെട്ടാണ്. മറ്റേന്താണ്? ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ നീഡാണ്. അപ്പോൾ പിശാചിന്റെ പ്രലോഭനങ്ങളുടെ പ്രഥമ പടി നമ്മുടെ ശാരീരിക ആവശ്യങ്ങളെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അതിനുവേണ്ടി ദൈവിക പാത വിട്ട് പ്രവർത്തിപ്പാനുള്ള ടെംപ്റ്റേഷനാണ് ആദ്യത്തെ ടെംപ്റ്റേഷൻ. രണ്ടാമത്തെ ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോൾ. ആ സോളിന്റെ നീഡാണ്. പീപ്പിൾ ഷുഡ് റെക്കഗ്നൈസ് മീ, അണ്ടർസ്റ്റാൻഡ് മീ, പീപ്പിൾ ഷുഡ് അപ്രീഷിയേറ്റ് മീ ആൻഡ് സം കൈൻഡ് ഓഫ് അപ്രൈസൽ ആവശ്യമുണ്ട്. നമുക്കെല്ലാം കുറച്ച് പ്രശസ്തി ആവശ്യമുണ്ട്. പ്രശസ്തനാകുവാനുള്ള മോഹം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഔട്ട്സ്റ്റാൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനുള്ള വലിയ ഒരു മോഹം, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ഈ പിള്ളേരൊക്കെ ഈ എല്ലാ ഗിമ്മിക്സും കാണിക്കുന്ന എന്തിനു വേണ്ടിയാണ്? അവരുടെ ഹൃദയത്തിന്റെ ഒരു സോളിഷ് നീഡാണത്.
അതുകൊണ്ടാണ് എല്ലാ ഫാഷൻസും ഇവിടെ അരങ്ങേറുന്നതും. അതുകൊണ്ടാണ് പിള്ളേർ ഈ ബൈക്കിൽ ആവശ്യമില്ലാതെ ചെത്തി നടക്കുന്നതും. എല്ലാ കാര്യങ്ങളും എന്താണ്? അവരുടെ സോളിഷ് നീഡാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇറ്റ്സ് നോട്ട് ദർ ഫിസിക്കൽ നീഡ്, ഇറ്റ് ഈസ് ദർ സോളിഷ്, അല്ലെങ്കിൽ അവരുടെ ദേഹിയുടെ ഒരു നീഡാണ് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക, അപ്രൈസൽ കിട്ടുക എന്നുള്ളതാണ്. ഇത് ഒരു സുവിശേഷകരമായ കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ആൾക്കും ഇതേപോലെയുള്ള സോളിഷ് ആയിട്ടുള്ള ചിന്തകളുണ്ട്. ഒരു പക്ഷേ എന്താണ്, ശരീരത്തിന്റെ നീഡ്സിനേക്കാൾ ഭയങ്കരമായിട്ട് നമ്മളെ പിടിച്ചുലയ്ക്കുന്നതായ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ എന്ത്, നമുക്ക് പ്രശസ്തിക്ക് വേണ്ടിയുള്ള മോഹം, പദവികൾക്ക് വേണ്ടിയുള്ള മോഹം. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇലക്ഷനും എല്ലാം നടക്കുന്നത്, ഇല്ലേ? ഞാൻ ചിലപ്പോൾ ഈ ചർച്ച് ഇലക്ഷനെ കുറിച്ച് പറയുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഇത് ബിബ്ലിക്കൽ അല്ല എന്നുള്ള എൻ്റെ തോന്നലിന്റെ കാര്യം. എന്നോട് നിങ്ങൾ നാളെ ഇതിന്റെ മറ്റൊന്നും ചോദിക്കാനൊന്നും വന്നേക്കരുത്, അതിന് എന്തോ റിമഡി എന്നൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇലക്ഷനിൽ ഒരാൾ മത്സരിക്കുമ്പോൾ അയാൾ പറയുന്നത് എന്താണ്? അയാൾ പറയുന്നത്, എൻ്റെ എതിരായിട്ട് നിൽക്കുന്ന ആൾക്ക് വേണ്ടത്ര വിവരമില്ല, അയാളെ കൊണ്ട് ഈ കാര്യമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ഇപ്പൊ പത്രങ്ങളെല്ലാം പെന്തക്കോസ്ത് പത്രമൊക്കെ എടുത്ത് നോക്കി, ഇതല്ലേ കാണുന്നത് മുഴുവൻ. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്ക്, ഇല്ലേ? എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ ഇതെല്ലാം വളരെ നീറ്റായിട്ട് കൈകാര്യം ചെയ്യാം, ഞാൻ ഇതിന് യോഗ്യൻ. എന്നാൽ വേദോസം പറയുന്നു, ഓരോരുത്തൻ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണിക്കൊള്ളട്ടെ. ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ, ബ്രദറെ എനിക്ക് വോട്ട് ചെയ്യരുത്, കാര്യം എനിക്ക് അതിനുള്ള യോഗ്യതയില്ല, എനിക്കെതിരായിട്ട് നിൽക്കുന്ന ആളാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ യോഗ്യനായ ആള് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എല്ലാരും വന്ന് പറയുന്നത് എന്താണ്? ഞാൻ യോഗ്യൻ, ഞാൻ യോഗ്യൻ. ഞാൻ യോഗ്യൻ എന്ന് പറയാൻ ഒരു വ്യക്തിയെ അനുവദിക്കുന്ന എന്ത് കാര്യവും ബിബ്ലിക്കലല്ല, വേദപുസ്തക പ്രകാരം അതുള്ളതല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഞാൻ യോഗ്യൻ, ഈ കസേരയിലിരിക്കാൻ ഞാൻ യോഗ്യൻ എന്ന് ഞാൻ പറയുന്ന ഒരു സ്റ്റേജ് ഒരു സംഘടനയിലുണ്ടായാൽ ആ സംഘടന പിരിച്ചു വിടണം. കാരണം അതിപ്പോ എങ്ങനെയുള്ളതല്ല, ആത്മീകമല്ല, ബിബ്ലിക്കലല്ല, വേദപുസ്തക പ്രകാരമല്ല ആ കാര്യം പോകുന്നത്. ജനായത്തപരമെന്ന് പറയുമായിരിക്കും, പക്ഷെ വേദപുസ്തകത്തിന്റെ സിസ്റ്റം അല്ല സഹോദരങ്ങളെ. അത് മജോറിറ്റി നോക്കി നിങ്ങൾ പോകരുത്. മജോറിറ്റി ഒരിക്കലും മജോറിറ്റി ആത്മീകരാണെങ്കിൽ കുഴപ്പമില്ല. മജോറിറ്റി ആത്മീകരല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന നേതാവും ആത്മീകനായിരിക്കത്തില്ല. കാര്യം മജോറിറ്റിയുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നവരെ അല്ലേ ഇവർ തിരഞ്ഞെടുക്കത്തുള്ളൂ, അല്ലാതെ ആരെയാ തിരഞ്ഞെടുക്കുന്നത്? യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? ഐ എം നോട്ട് അഗൻസ്റ്റ് എനിബഡി. എനിക്കറിയാവില്ല, നിങ്ങൾക്ക് അറിയാവില്ല, ഞാനിവിടെ ആർക്കും എതിരൊന്നുമല്ല. എല്ലാവരും ഈ നിൽക്കുന്നവരും വാഴുന്നവരും എല്ലാം എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷെ അവരുടെ മുഖത്ത് നോക്കിയാൽ ഇത് തന്നെ പറയും, അല്ലാതെ ഇത് മാറി നിന്നൊന്നുമല്ല. ഇത് അവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. സൗഹൃദം വേറെ, ആത്മീയം വേറെ. കൂട്ടൊക്കെ എത്ര ഇതായിട്ടുള്ളവരുമായിട്ട് ഞാൻ ഒരിക്കലും ഒരാൾ എൻ്റെ ഫ്രണ്ടാണെങ്കിൽ അയാൾ എന്നും എൻ്റെ ഫ്രണ്ടാണ്. അത് ഞാൻ പഠിച്ചിട്ടുള്ള, താൻ സ്നേഹിക്കുന്നവരെ അവസാനത്തോളം സ്നേഹിച്ചു എന്ന് വേദപുസ്തകത്തിൽ കർത്താവിനെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞൊരു വാക്യം വായിച്ചതിന് ശേഷം എൻ്റെ മനസ്സിലുണ്ടായ ഒരു ചിന്തയാണ്, ഇഫ് യു സ്റ്റാർട്ട് ലവിങ് എ പേഴ്സൺ, അവൻ എന്ത് കാണിച്ചാലും അവനെ സ്നേഹിക്കണമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. പക്ഷേ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ അനാത്മീകമായ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് കൂടെ നിൽക്കാൻ എന്നെ കിട്ടത്തില്ല. അത്രേ ഉള്ളൂ. സോളിഷ് ആയിട്ടുള്ള അത് ഇന്നത്തെ സഭ മുന്നോട്ട് പോകുന്നത്, ഇന്ന് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത് സ്പിരിച്വൽ, അവരെ നയിക്കുന്ന അവരുടെ സ്പിരിറ്റ് അല്ല, അവരുടെ സോളാണ്. അവരുടെ ശരീരമായിരുന്ന ഒരു സമയം ഉണ്ടായിരിക്കാം, ശരീരത്തിന്റെ നീഡ്സ് അതിപ്പോഴും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് പ്രലോഭനങ്ങൾ വരുന്ന ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ദേഹമാണ്, നമ്മളുടെ ബോഡിയാണ്, നമ്മുടെ ഫുഡ്, നമ്മളുടെ ഓൾ ദ ബോഡി നീഡ്സ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഫുഡ്, നമ്മുടെ ഇടപെടൽ, നമ്മുടെ വികാരങ്ങൾ, ഇതിനകത്തെല്ലാം ഒത്തിരി ടെംപ്റ്റേഷൻസ് നമുക്ക് ഉണ്ടാകാനുണ്ട്. ഇറ്റ് ഈസ് ദെയർ. കാര്യം നമ്മുടെ ബോഡി ഒരു ഫിസിക്കൽ റിയാലിറ്റി ആയതുകൊണ്ട് അത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്നത് പോലെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യത്തില്ല, മറ്റുള്ള ഒരു ദേഹി പോലും രണ്ടാമത്തെ കാര്യമേ വരത്തുള്ളൂ. ദേഹിയിൽ വരുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പ്രശസ്തനാകാനുള്ള മോഹം, ജ്ഞാനം പ്രാപിക്കാനുള്ള മോഹം, ഇതെല്ലാം ദേഹിയുടേതാണ്. അറിവ് സമ്പാദിക്കാനുള്ള മോഹം, കൂടുതൽ അറിവ് നേടാനുള്ള മോഹമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സോളിഷ്. സ്പിരിറ്റ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സ്പിരിറ്റിന് ആരുമായിട്ടേ കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ, ദൈവമായിട്ട് മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ. അതുകൊണ്ട് സ്പിരിറ്റ് എപ്പോഴും നമ്മളെ ഉത്സാഹിപ്പിക്കുന്നതും ചെയ്യിക്കുന്നതും എല്ലാം സ്പിരിച്വൽ റിയാലിറ്റീസിനെയാണ്.
ദാറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. അപ്പൊ ഈ സോൾ ആണ് ഇന്നത്തെ വില്ലൻ എന്ന് പറയുന്നത്. ഇന്ന് സഭയിൽ അടക്കി വാഴുന്നത് സോൾ, ദേഹിയാണ്. അതുകൊണ്ട് എന്താണ് ഇവിടെ യേശുവിനോട് ഇവൻ പറയാണ്, നിനക്ക് പ്രശസ്തനാകുവാൻ ഏറ്റവും നല്ലത് ക്രൂശിക്കപ്പെടുകയൊന്നുമല്ല. നിനക്ക് പ്രശസ്തനാകാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു ഭയങ്കര അത്ഭുതം കാണിക്കും. എന്ത്? അത് എവിടെ? എല്ലാവരുടെയും മുന്നിൽ. ഇവിടെ ഇപ്പം മരുഭൂമിയിൽ കല്ലപ്പമായി തീർന്ന എല്ലാവരും കാണത്തില്ലായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരും മനസ്സിലാക്കണം എന്ത്? നീ ദൈവപുത്രൻ ആണെന്ന്. ആദ്യത്തെ പ്രലോഭനം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ തന്നെ മനസ്സിലാക്കണമായിരുന്നു ഞാൻ ദൈവപുത്രനാണെന്ന്. അതൊരു എന്താണ്? യേശുവിനോട് പറയാണ്, ഹൗ ക്യാൻ യു നോ ദാറ്റ് യു ആർ ദ ചൈൽഡ് ഓഫ് ഗോഡ് ഓർ യു ആർ ദി സൺ ഓഫ് ഗോഡ്? നിനക്കെങ്ങനെ ഉറപ്പിക്കാം നീ ദൈവത്തിന്റെ പുത്രനാണെന്ന്? എങ്ങനെ ഉറപ്പിക്കാം? ഈ കല്ല് അപ്പമായി തീരുന്നത് കൊണ്ട് നിനക്കുറപ്പിക്കാം നീ ദൈവപുത്രനാണെന്ന്. കർത്താവ് പറഞ്ഞു, അതിനുവേണ്ടി എനിക്ക് ഈ ഗിമ്മിക്സ് ഒന്നും ആവശ്യമില്ല. എനിക്കറിയാം ഞാൻ ദൈവപുത്രനാണെന്ന്. കാര്യം എന്റെ പിതാവ് ഞാനുമായിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് മതി, എനിക്ക് ഉറപ്പുണ്ട്. എന്നാ പിശാച് പറയുന്നത്, നിനക്കുറപ്പുണ്ടായാൽ പോരാല്ലോ, മറ്റുള്ളവരുടെ മനസ്സിലാക്കണമല്ലോ നീ ദൈവപുത്രനാണെന്നുള്ളത്. പണ്ടൊരു സ്റ്റോറി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു സൈക്യാട്രിക് പ്രോബ്ലം ഉള്ള ഒരാള്, അയാളുടെ ഒരു ചിന്ത ഇയാൾ എലിയാണെന്നാ. ഇത് എലിയാണെന്നാണ് ഇയാൾ ചിന്തിക്കുന്നത്. ഞാനൊരു മനുഷ്യനല്ല, ഞാൻ ആരാണ്? എലിയാണ്. അപ്പൊ ഇത് പ്രശ്നം ഉണ്ടാകുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൂച്ച കാണുമ്പോൾ ഇയാൾ പൂച്ചയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മേശപ്പുറത്ത് ചാടി കയറും. പൂച്ച ചെല്ലുന്ന സ്ഥലത്തോട് അടുക്കത്തില്ല, ഓടി എവിടെങ്കിലുമൊക്കെ കയറിയിരിക്കും. ഒടുവിൽ ഇവന്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ ഇവനെ വിളിച്ചുകൊണ്ട് ഒരു സൈക്യാട്രിസ്റ്റിന് അടുത്ത് കൊണ്ടുപോയി. അയാൾ ഇയാളെ കൗൺസിൽ ചെയ്ത് കുറച്ച് മണിക്കൂർ എടുത്ത് ഇയാളെ കൊണ്ട് സമ്മതിപ്പിച്ചു, ഇവൻ എലിയല്ല മനുഷ്യനാണ്. അപ്പൊ ഇയാൾ സമ്മതിച്ചു, ഞാൻ മനുഷ്യനാണെന്ന് സമ്മതിച്ച് ഇയാൾ ചോദിച്ചു, മനുഷ്യനായോണ്ടല്ലേ നീ സംസാരിക്കുന്നത്? എലി സംസാരിക്കുന്ന പോലെ നീ കരയുന്നില്ലല്ലോ. എലി കരയുന്ന പോലെ അല്ലല്ലോ നീ കരയുന്നത്. നീ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ അല്ലേ? മനുഷ്യൻ സംസാരിക്കുന്ന നീ രണ്ട് കാലല്ലേ നടക്കുന്നത്? ഇങ്ങനെ 1000 ചോദ്യങ്ങളെല്ലാം ചോദിച്ച് ഇയാളെ ഒടുവിൽ സമ്മതിച്ചു, ശരിയാ ഡോക്ടർ, ഞാൻ എലിയല്ല, ഞാൻ മനുഷ്യനാണ്. ഇങ്ങനെ സമ്മതിച്ചെല്ലാം വളരെ ഒരു ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര്, ഡോക്ടറും പേഷ്യന്റും കൂടെ. ഉടനെയാണ് സൈക്യാട്രിസ്റ്റിന്റെ പൂച്ച അതുവഴി വന്നത്. ഇയാൾ പെട്ടെന്ന് ചാടി കയറി മേശപ്പുറത്ത് കയറിയിരുന്നു. മേശപ്പുറത്ത് കയറിയിരുന്നപ്പോഴത്തേക്ക് ഡോക്ടർ ചോദിച്ചു, എടോ താൻ 1 മിനിറ്റിന് മുമ്പേ പറഞ്ഞില്ലേ താൻ എലിയല്ല താൻ മനുഷ്യനാണെന്ന്? തനിക്കറിയത്തില്ല താൻ എലിയല്ല താൻ മനുഷ്യനാണെന്ന്? ഡോക്ടറെ, എനിക്കറിയാം ഞാൻ എലിയല്ല, ഞാൻ മനുഷ്യനാ. പിന്നെ താൻ ഇങ്ങനെ മേശപ്പുറത്ത് കയറിയ? അല്ല, എനിക്കറിയാമെങ്കിലും പൂച്ചയ്ക്ക് അത് അറിയത്തില്ലല്ലോ. ഇതുപോലെ പിശാച് പറഞ്ഞു, നീ ദൈവപുത്രനാണെന്നൊക്കെ നിനക്കറിയാം, പക്ഷെ ജനങ്ങൾക്ക് അറിയത്തില്ലല്ലോ. ഇത് നമ്മുടെ എല്ലാം പ്രശ്നമാണ്. നമ്മുടെ ആത്മീയത മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കാനുള്ള വലിയ പ്രലോഭനം എപ്പോഴും നമുക്കുണ്ട്. ഞാൻ ആത്മീയനാണെന്നുള്ളത് എനിക്കറിഞ്ഞാൽ പോരാല്ലോ, മറ്റുള്ളവരോടൊന്ന് അറിയണമല്ലോ. ഞാൻ സ്പിരിച്വൽ ആണെന്നുള്ളത് അറിയണമല്ലോ, ഞാൻ ദൈവപുത്രനാണെന്നുള്ളത് അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താണ്, എല്ലാവരും കാണുക ഒരു അത്ഭുതം നീ കാണിക്കണം. എന്തത്ഭുതം? നീ ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയാൽ, ഇറ്റ് ഈസ് സോ ഹൈ, ഭയങ്കര ഹൈറ്റുള്ള വളരെ ഉയരമുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ചാടിയാൽ എല്ലാവരും നിന്നെ കാണും. നീ ഇങ്ങനെ പാരാഷൂട്ടിൽ ലാൻഡ് ചെയ്യുന്നത് പോലെ ദൂതന്മാർ നിന്നെ കൈകളിൽ താങ്ങി ഇറക്കുന്നത് ജനങ്ങൾ കാണും. അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കും, യു ആർ ദ സൺ ഓഫ് ഗാഡ്. ഇവിടെ പിശാച് ഉപയോഗിക്കുന്നത്, ഞാൻ പറഞ്ഞില്ല, പിശാചിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അവൻ വചനം ഉദ്ധരിക്കാൻ ഭയങ്കര മിടുക്കനാണെങ്കിലും ഒരിക്കലും അവൻ വചനം നേരായ രീതിയിൽ പറയത്തില്ല. ഇവിടെ ഇവൻ പറയുന്നത് ദേവാലയത്തിന്റെ അഗ്രത്ത് നിന്ന് താഴേക്ക് ചാടുക എന്നാണ്. സങ്കീർത്തനത്തിൽ പറയുന്നത് നീ വീണാൽ നിന്നെ കാക്കാനുണ്ടെന്നാ. വീഴുന്നതും ചാടുന്നതും രണ്ടാ പ്രിയമുള്ളവരെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. പലരും ചാടിയേച്ച് ഞാൻ വീണെന്ന് പറയാറുണ്ട്, പക്ഷെ ശരിക്കും അത് വീഴ്ചയല്ല, എന്താണ്, ചാട്ടമാണ്. എല്ലാവരുടെയും ഞാൻ വീണുപോയി, അങ്ങേര് വീണുപോയി, അങ്ങനെ അത് വീഴ്ചയല്ല. വീഴ്ചയും ചാട്ടവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീഴ്ച എന്ന് പറയുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ടും സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. ചാട്ടം എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് സന്തോഷിക്കുന്നുണ്ട്, രസിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, നമ്മൾ മിക്കപ്പോഴും പാപത്തിൽ വീഴുകയല്ല, പാപത്തിൽ ചാടുകയാണ്. എന്നിട്ട് നമ്മൾ വീഴ്ചയായിരുന്നു, എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്നൊക്കെ അങ്ങ് പറയുന്നത്, അത് കള്ളമാണ്. അങ്ങനൊന്നും പറയരുത് ദയവ് ചെയ്ത്. പാപത്തിൽ ചാടിയിട്ട് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്, എനിക്കൊരു ബലഹീനത പറ്റിപ്പോയി എന്നൊന്നും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ തന്നെ അതിനകത്തൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഒരു പാസ്റ്ററുടെ അടുത്ത് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ പ്രശ്നം? അതെ, ഞാൻ എക്സാഗ്രേറ്റ് ചെയ്യുന്ന ഒരു വീക്ക്നെസ് എനിക്കുണ്ട്. ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ചില ആളുകളുണ്ടല്ലോ, എന്താണ് പറയുമ്പോൾ ഇച്ചിരി കൂട്ടി പറയും. അതൊരു വീക്ക്നെസ്സാണ്.
അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാസ്റ്റർ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കത്തില്ല. എന്നെ ചോദിച്ചു, പാസ്റ്റർ അതെന്താ? ഞാനൊരു ആത്മീയ പ്രശ്നവുമായി പാസ്റ്റർ അടുത്ത് വന്നതാണല്ലോ, അല്ലാതെ വേറെ എന്താ, എനിക്ക് പൈസ വേണമെന്നോ ജോലി വേണമെന്നോ ഒന്നും പറഞ്ഞല്ല. എൻ്റെ ഒരു ആത്മീയ പ്രശ്നവുമായി പാസ്റ്റർ അടുത്ത് വന്നിട്ട് പാസ്റ്റർ എന്താ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത്? എന്നെ പാസ്റ്റർ പറഞ്ഞു, സഹോദരി ഞാൻ പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം സഹോദരി എൻ്റെ അടുത്ത് വന്ന് പറയണം, പാസ്റ്ററെ കൂട്ടിപ്പറയുക എന്ന ഒരു വലിയ പാപത്തിന്റെ അടിമയാണ് ഞാൻ, ഇതിൽ നിന്നൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാതെ ഇത് വീക്ക്നെസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വന്നാലൊന്നും ഞാൻ പ്രാർത്ഥിക്കത്തില്ല. കാര്യം വീക്ക്നെസ് ആണെന്ന് പറഞ്ഞാലേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനകത്തൊന്നും രക്ഷപ്പെടുവാൻ നമുക്ക് കഴിയത്തില്ല. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, മീൻ വെട്ടുമ്പം പൂച്ച വന്ന് അടുത്തിരിക്കും. പൂച്ച അയല കൊണ്ട് പൂച്ച അടിച്ചാൽ പൂച്ച പോകത്തില്ലെന്ന് പറയാറുണ്ടല്ലോ, ഇല്ലേ? പൂച്ച എന്ന് പറഞ്ഞുകൊണ്ട് വെട്ടിക്കൊണ്ടിരിക്കുന്ന മീനും കൊണ്ടൊരു അടി അടിച്ചു കഴിഞ്ഞാൽ പൂച്ച അങ്ങ് പോകും. അങ്ങോട്ടൊന്ന് തിരിഞ്ഞേച്ച് പൂച്ച പിന്നെ തിരിച്ചു വരും. പൂച്ച പോകണമെങ്കിൽ നല്ല ചൂരവടി കൊണ്ടുള്ള അടി കിട്ടണം എന്ന് പറഞ്ഞതുപോലെ എനിക്കൊരു വീക്ക്നെസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അടുത്ത് എന്നാൽ നിങ്ങൾ ജന്മം ചെയ്താൽ നിങ്ങളുടെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കത്തില്ല. കോൾ സിൻ എ സിൻ. പാപത്തിൽ വീഴുന്ന വ്യക്തി അത് പലപ്പോഴും നമ്മൾ ചാടുകയാണ്. ബിക്കോസ് വി ലവ് സിൻ. നമ്മൾ പാപത്തിനകത്ത് രസിക്കുന്നുണ്ട്. ഒരു ഒരു ആൽക്കഹോളിക് എന്ന് പറയണ്ട, കള്ളുകുടിയനായ ഒരു വ്യക്തി വിശ്വാസത്തിൽ വന്നു, രക്ഷിക്കപ്പെട്ടു വന്നു കഴിഞ്ഞിട്ട് അവൻ കുറച്ച് നാളത്തേക്ക് മദ്യം ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിനുശേഷം ഒരു ദിവസം ഇവൻ കൂട്ടുകാരുടെ കൂടെ കൂടിയ കൂട്ടത്തിൽ അറിയാതെ കുടിച്ചുപോയി. അവൻ പിറ്റേ ദിവസം വന്ന് ചാടി വന്നിട്ട് പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററെ ഞാൻ മദ്യപിച്ചു പോയി, പിശാചെന്നെ പ്രലോഭിപ്പിച്ചു, പിശാചിനെ ടെംപ്റ്റ് ചെയ്തു, ഐ വാസ് ജസ്റ്റ് ഫോളോയിങ് ഇൻ ടു ദാറ്റ് സിൻ, പാസ്റ്റർ എന്നെ രക്ഷിക്കണം, എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, തെറ്റാ നീ കാണിച്ചത്, എങ്കിലും നിനക്കൊരു അങ്ങനെ ഒരു വീഴ്ച പറ്റിയെങ്കിൽ കർത്താവ് നിന്നോട് ക്ഷമിക്കും, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഈ വ്യക്തി പ്രാർത്ഥിച്ചു. പാസ്റ്റർ പ്രാർത്ഥിച്ചു. ഈ വ്യക്തിയോട് പറഞ്ഞു, ഇനി നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടരുത്. പക്ഷെ പിറ്റേ ദിവസം അവൻ പിന്നെയും ഇതേപോലെ തന്നെ മദ്യപിച്ചു വന്നു പറഞ്ഞു, പാസ്റ്റർ ഇന്നും സാത്താൻ വന്ന് എന്നെ പരീക്ഷിച്ചു എന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ, ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല, ഇത് ദിസ് എ റോങ് തിങ്. നീ ഒരു വിശ്വാസിയാണ്, നീ ഒരിക്കലും മദ്യപിക്കാൻ പാടില്ല, പിന്നെ നീ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയത്? സാത്താൻ എന്നെ പരീക്ഷിച്ചു. ശരി, ഇനി മേലാൽ അങ്ങനെ ചെയ്യരുത്, ഇനി ഇങ്ങനെ ചെയ്യുമോ? ഇല്ല പാസ്റ്റർ, ഇനി മേലാലില്ല, എനിക്ക് രക്ഷപ്പെടണം എന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നെയും പ്രാർത്ഥിച്ചു. പക്ഷെ പിറ്റേ ദിവസം അവൻ കള്ളു കുടിച്ചു വന്നു, പാസ്റ്റർ ഇന്നും സാത്താൻ എന്നെ പരീക്ഷിച്ചു. പിന്നെ ഇദ്ദേഹം ചോദിച്ചു, ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ സാത്താന്റെ കീഴെ പോയി നിൽക്കരുതെന്ന് ഇങ്ങനെ പരീക്ഷിക്കപ്പെടാനായിട്ട്. ഇനി സാത്താൻ പരീക്ഷിക്കാൻ വരികയാണെങ്കിൽ ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ. കാര്യം വേദോത്സവം പഠിപ്പിക്കുന്നത് സാത്താനോട് പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അതുകൊണ്ട് ഇനി പിശാചി വരുമ്പോൾ എന്നെ വിട്ടുപോകും സാത്താനെ എന്ന് പറയണം എന്ന് പറഞ്ഞു. ശരി പാസ്റ്ററെ. പിറ്റേ ദിവസം ഇവൻ കള്ളു കുടിച്ച് വെച്ച് പിന്നെയും വന്നു. പാസ്റ്റർ ചോദിച്ചു, എന്തുവാ സഹോദര ഇത്? ഇന്നും സാത്താൻ എന്നെ പരീക്ഷിച്ചു. ചോദിച്ചു, സാത്താൻ പരീക്ഷിക്കുമ്പോൾ ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ എന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? സാത്താൻ എന്നെ വിട്ടുപോകുന്നു പറയാൻ പറഞ്ഞില്ലേ? പറയണമെന്നുണ്ടായിരുന്നു, പിന്നെ എന്നെ പറയാഞ്ഞത്? അല്ല, പറഞ്ഞാൽ പിന്നെ നാളെ അവൻ വന്നില്ലെങ്കിലും ഒന്ന് പേടിച്ച. അപ്പൊ സാത്താൻ വരണമെന്നും പ്രലോഭിപ്പിക്കണമെന്നും പാപത്തിൽ വീഴണമെന്നും ഒക്കെ ഇവന് ഉണ്ട്, ആഗ്രഹമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് നോട്ട് ഫോളിങ്, വി ആർ ജമ്പിങ് ഇൻ ടു സിൻ. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഇഫ് യു ആർ എ ട്രൂ ക്രിസ്ത്യൻ, ഡു നോട്ട് ലവ് സിൻ. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ പാപത്തെ സ്നേഹിക്കരുത്, പാപത്തെ വെറുക്കാൻ പഠിക്കണം. പാപത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോരുക മാത്രമല്ല, പാപത്തെ വെറുക്കാൻ പഠിക്കണം. നമ്മളുടെ സോൾ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് നിങ്ങളെ വിട്ടുകൊടുക്കരുത്, പ്രലോഭനങ്ങൾക്ക് നിങ്ങളെ വിട്ടുകൊടുക്കരുത്, ഫെയിം ഉണ്ടാക്കാൻ നിങ്ങൾ പരിശ്രമിക്കരുത്, പദവികളുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. അത് സോളിഷ് ഡിസയർ ആണ്. കസേരയുടെ പുറകെ പോകരുത്. സോളിഷ് ഡിസയർ ആണ്. നിങ്ങൾക്ക് പ്രശസ്തനാകുവാനുള്ള മോഹം ഉണ്ടാകരുത്. സോളിഷ് ഡിസയർ ആണ്. എറിയപ്പെടുവാനുള്ള ഒരു മനോഭാവത്തോടുകൂടെ, വലിച്ചെറിയപ്പെടുവാനുള്ള ഒരു മനോഭാവത്തോടുകൂടെ വേണം നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ. എന്നാൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള യേശുവിനെ ആളുകൾക്ക് ഏറ്റെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഇറ്റ്സ് സംതിങ് സോ ഇമ്പോർട്ടൻറ്റ്. ഇന്ന് ജനങ്ങൾ ഈ പ്രശസ്തിയുടെ പിന്നാലെ പോയി, വലിയ ഹോർഡിങ്സും കട്ടൗട്ടും. പണ്ടൊക്കെ സിനിമാക്കാരുടെ കട്ടൗട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പം അവരെ വെല്ലുന്ന കട്ടൗട്ടുകളാണ് നമ്മുടെ പ്രസംഗകരുടെ കട്ടൗട്ടുകളും മറ്റും പുറം ലോകത്ത് നിങ്ങൾ പ്രദർശിപ്പിച്ചു വെച്ചിരിക്കുന്നത്.
ഒരു 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 പരസ്യമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും, എല്ലാത്തിനും അതിനൊരു അതിരുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന് ആരും പരസ്യം ചെയ്യാൻ പാടില്ല, ആരും ഫോട്ടോ ഒട്ടിക്കാൻ പാടില്ല എന്നൊന്നും പറയാനല്ല ഞാൻ വന്നത്. പക്ഷേ പ്രശസ്തനാകുവാനുള്ള ഒരു മോഹം നിങ്ങളിൽ അങ്കുരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത്തെ പ്രലോഭനത്തിൽ സോളിന്റെ തലത്തിൽ പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ ദേഹി നിങ്ങൾ പിശാചിന് വിട്ടുകൊടുക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. മൂന്നാമത്തെ പ്രലോഭനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നതായ കാര്യം 7-ാമത്തെ വാക്യം മുതൽ, Jesus said to him, again it is written that you shall not tempt the Lord your God. Again the devil took him, verse 8, again the devil took him to a very high mountain and showed him all the kingdoms of the world and the glory of them. And he said to him, all these I will give you if you will fall down and worship me. Then Jesus said to me, begone Satan, for it is written, you shall worship the Lord your God and him only shall you serve. ഇവിടെ പിശാച് അവനെ ലോകത്തിന്റെ സകല മഹിമകളെയും കാണിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അത് പറയുമ്പോഴത്തേക്ക് അവിടെ എഴുതിയിരിക്കുന്നത് വേഴ്സ് 9 ഓൺവേഴ്സ്. പിന്നെ അവൻ യെരൂശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിർത്തി. രണ്ടാമത്തെ ഇതായിട്ടാണ് അവിടെ രണ്ടാമത്തെ പ്രലോഭനമായിട്ടാണ് ലൂക്കോസ് അവിടെ പറയുന്നത്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? വേഴ്സ് 5 പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിന്റെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും ഞാൻ നിനക്ക് തരാം, അത് എങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവർക്ക് ഞാൻ അത് കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും എന്ന് അവൻ പറഞ്ഞു. പിശാച് ലോകത്തിന്റെ സകല മഹത്വവും, ഓൾ ദ ഗ്ലോറി ആൻഡ് അധികാരം, ഇവിടെയാണ് നമ്മളുടെ സെൽഫിന്റെ പ്രത്യേകത ഉണ്ടാകുന്നത്. സോളിന്റെ അപ്പുറത്തൊരു തലത്തിലേക്ക് നമ്മൾ കയറുകയാണ്. സെൽഫിന് എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളെ ഭരണം നടത്തുക എന്നുള്ളതാണ്. ഭരിക്കാനുള്ള മോഹമാണ് ശരിക്കും സെൽഫിനുള്ളത്. സെൽഫിന്, എൻ്റെ സ്വയത്തിന് എപ്പോഴും എന്നെ ഭരണം നടത്താനായിട്ട്. അതുകൊണ്ടാണ് നമ്മളുടെ ഈഗോയാണ് ഇവിടുത്തെ വിഷയം. ഈഗോയെ തകർക്കാൻ ബാക്കിയുള്ള എല്ലാത്തിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഈഗോ. ആം ഐ റൈറ്റ്? പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് പുറത്തുള്ള ആരുമല്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അവന്റെ ഈഗോയാണ്. ഞാൻ എന്നുള്ള ഭാവമാണ്. എനിക്ക് ഭരിക്കണം, തീരുമാനമെടുക്കുന്നത് എപ്പോഴും ഞാനായിരിക്കണം. ലോകത്തിലെ ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് തീരുമാനമെടുക്കാനുള്ള ഒരു മനുഷ്യന്റെ മോഹത്തിന് വേണ്ടിയാണ്. തീരുമാനമെടുക്കാൻ, അതായത് ഫൈനൽ ആയിട്ടുള്ള തീരുമാനം ആരാണ് എടുക്കുന്നത്? ഇതാണ് എവിടെയും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഒരു സഭയിലാണെങ്കിലും ഒരു സംഘടനയിലാണെങ്കിലും എല്ലാം ആത്യന്തികമായി തീരുമാനമെടുക്കുന്നത് അതിന്റെ അധികാരിയാണ്. അതുകൊണ്ടാണ് അധികാരം എന്ന് പറയുമ്പോൾ ഒരു കസേരയിരിക്കുന്ന മാത്രമല്ലല്ലോ, ഫൈനലായിട്ട് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഈ മനുഷ്യൻ ഈ പെടാപ്പാടെല്ലാം പാടുന്നത്. ഒരു വീട്ടിലാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഏറ്റവും വലിയ പ്രശ്നത്തിന്റെ കാര്യം ഇതാണ്. ആരാണ് ആത്യന്തികമായി തീരുമാനമെടുക്കുന്നത്? സഭയിലും പ്രശ്നം ഉണ്ടാകുന്നതാണ്, ആരാണ് അവസാനമായി തീരുമാനമെടുക്കുന്നത്, ഇല്ലേ? അത് നമ്മുടെ ഈഗോയുടെ പ്രശ്നമാണ്. ഞാൻ ഒരു കാര്യം പറയാം, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് തീരുമാനമെടുക്കുന്നതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അനുസരിക്കുക എന്ന് പറയുന്നതാണ്. ഞാൻ ചിലർ പറയാറുണ്ട്, എൻ്റെ അത് ഒരു അടിമ ജന്മമാണെന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ആളുകൾ പറയുന്നത് അനുസരിക്കുക. ഇന്ന സമയത്ത് പ്രസംഗിക്കാൻ പറ്റണമെന്ന് പറഞ്ഞാൽ ഇന്ന സമയത്ത് പ്രസംഗിക്കാൻ ചെല്ലുക. ഇന്ന സമയത്ത് പ്രസംഗിക്കുന്നത് നിർത്തണമെന്ന് പറഞ്ഞാൽ നിർത്തുക. ഇന്ന വീട്ടിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ അവിടെ പോയി കിടക്കുക, ഇല്ലേ? ഇന്നത് കഴിക്കാൻ പറഞ്ഞാൽ അവർ തരുന്നത് കഴിക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു അടിമ ജന്മമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തീരുമാനം എന്ത് കഴിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുന്നില്ല, എവിടെ കിടക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നില്ല, എപ്പോൾ പ്രസംഗിക്കാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനും എന്നോട് എന്തെങ്കിലും പറയാത്ത സമയത്ത്, അല്ലെങ്കിൽ all the time I am obedient to God. തീരുമാനം എടുക്കുന്ന ദൈവമാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാലും ഞാൻ എല്ലാവരുടെയും അടിമയാണ്. അതാ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. കാര്യം പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശുവിനെ കർത്താവെന്നും ഞങ്ങളെ പറ്റിയോ ഞങ്ങളോ ക്രിസ്തു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ. ദൈവത്തിന്റെ ദാസന്മാരാകാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ പൗലോസ് പറയുന്നത് ഞാൻ ദൈവത്തിന്റെ ദാസൻ മാത്രമല്ല നിങ്ങളുടെയും കൂടെ ദാസനാണെന്ന്. ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസിന് ഇത് ക്ലാസ് എടുത്തിട്ട് ഞാൻ കേട്ട എന്തുമാത്രം പ്രയാസം. സാജു എന്ന് പറയുന്നത് നമ്മൾ നവന്മാരുടെ ദാസന്മാരാണോ എന്ന് എന്നോട് പാസ്റ്റർമാർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു യെസ്, ഞാൻ ദാസനാണ്. കാര്യം വേദോസം പഠിപ്പിക്കുന്നത്, ഇഫ് യു വാണ്ട് ടു ബി ഗ്രേറ്റ് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ് യു നീഡ് ടു ബി ദ സെർവന്റ് ഓഫ്
ഓൾ. അല്ലാതെ ദൈവത്തിന്റെ ദാസൻ മാത്രമാകുന്നതല്ല, എല്ലാവരുടെയും ദാസനാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിശാച് ഇവിടെ ഓഫർ ചെയ്യുന്നത് യേശുവിന്റെ സെൽഫിനെ, അല്ലെങ്കിൽ അധികാരം മുഴുവൻ, സകല മഹത്വവും അധികാരവും, ലോകത്തെ ഭരിക്കാനുള്ള സകല മഹത്വവും അധികാരവും ഞാൻ നിനക്ക് തരാമെന്നാ പറയുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? ഓൾ ദ ഗ്ലോറി ഓഫ് ദ വേൾഡ്ലി കിങ്ഡംസ്, ലോകത്തിലെ സകല രാജ്യങ്ങളുടെയും അധികാരം ആർക്ക് കിട്ടും? യേശുവിന്. ഒരു പക്ഷേ യേശുവിനോട് പിശാച് പറഞ്ഞെങ്ങനെ ആയിരിക്കും, ഏതാണെങ്കിലും ഈ ഭൂമിയെ വീണ്ടെടുക്കാനാണല്ലോ നീ വന്നത്, അതിനുവേണ്ടി നീ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ക്രൂശിലൊന്നും കയറേണ്ട കാര്യമൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യുക, എന്നെ കൂടെ നമസ്കരിച്ചാൽ മതി, നമുക്ക് ഒരുമിച്ച് ഭരിക്കാം. നീ അങ്ങ് ഭരിച്ചോ, ഞാൻ ഈ കോണിൽ അങ്ങ് ഇരുന്നോളാം. ഒരു കോംപ്രമൈസ്. പലപ്പോഴും പിശാചിന്റെ ഒടുക്കത്തെ തന്ത്രമാണ് കോംപ്രമൈസ് എന്ന് പറയുന്നത്. ആദ്യത്തെ തന്ത്രം അവൻ നമ്മളെ വീഴിക്കാനായിട്ട് എല്ലാം നോക്കിയിട്ട് ഒന്നും പറ്റിയില്ലെങ്കിൽ ഒടുവിൽ എന്ത് ചെയ്യുന്നു? അവനൊരു കോംപ്രമൈസിന് വേണ്ടി നമ്മളെ വിളിക്കുന്നു. പക്ഷേ ഒരു യഥാർത്ഥ ദൈവ പൈതൽ ഒരിക്കലും പിശാചുമായിട്ടോ ലോകവുമായിട്ടോ ജഡവുമായിട്ടോ അതിന്റെ മോഹങ്ങളുമായിട്ടോ ഒന്നുമായിട്ടോ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ആളാണ്. എ ട്രൂ ക്രിസ്ത്യൻ ഈസ് an uncompromising person. Jesus was an uncompromising person. He was not looking for a mega church. 5000 പുരുഷന്മാര് അല്ലെങ്കിൽ 10,000 ആളുകൾ യേശുവിന്റെ കയ്യിൽ നിന്ന് അപ്പം ഭക്ഷിച്ച് തിന്നാൻ തയ്യാറായതിനു ശേഷം അടുത്തത് നമ്മൾ കാണുന്ന യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അവർ അവനെ പിടിച്ച് രാജാവാക്കാൻ പരിശ്രമിച്ചെന്നാണ്. സോ ഇറ്റ് വാസ് ഈസി ഫോർ ഹിം. പിശാച് പറഞ്ഞ ഒരു വഴിയാ അത്. എന്ത്? നീ അപ്പം കൊടുത്തു കഴിഞ്ഞാൽ നിന്നെ അവരെന്താക്കും? രാജാവാക്കും, മശിഹയാക്കും. അതുകൊണ്ട് അപ്പം കൊടുത്ത് ആ ഒരു ശുശ്രൂഷ ചെയ്യുക എന്നാ പറയുന്നത്. പിറ്റേ ദിവസം കർത്താവ് തീരുമാനിച്ചു, ഇനി മേലെ ഇവന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. കാര്യം ഇവന്മാരുടെ മനസ്സിലിരിപ്പ് വേറെയാണ്. ഇവന്മാർക്ക് എന്നെ രാജാവാക്കണം. ക്രൂശ് ഒഴിവാക്കുവാൻ കർത്താവ് തയ്യാറായിരുന്നില്ല. പിറ്റേ ദിവസം അവരുടെ അടുത്ത് വന്നപ്പോൾ കർത്താവ് പറയാണ്, ഇന്നലെ അപ്പം തിന്നതൊക്കെ മതി കുഞ്ഞുങ്ങളെ, ഇന്ന് ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഐ വോണ്ട് യു ടു മേക്ക് എ കവനന്റ് വിത്ത് മീ. നിങ്ങൾ എന്നെ ഭക്ഷിക്കണം, എന്നെ ഉള്ളിൽ കയറ്റണം, ഞാൻ നിങ്ങളിൽ ജീവിക്കും. ഞാൻ പറയുന്ന പോലെ ഇനി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങളുടെ ശരീരവും മനസ്സുമില്ല എനിക്ക് തന്നേരേ ഇനി മുന്നോട്ടുള്ളൂ. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാർ അവനെ വിട്ടുപോയി. അവർ പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചതുമില്ല. 12 പേര് മാത്രമേ ശേഷിച്ചുള്ളൂ. 12 പേര് ശേഷിച്ചപ്പോഴും കർത്താവ് ഒരു കോംപ്രമൈസിന് തയ്യാറായിരുന്നില്ല. ഈ 12 പേരോട് ഞാനായിരുന്നേ പറഞ്ഞേനെ, കണ്ടില്ലേ കുഞ്ഞുങ്ങളെ, അമ്മാർ ഇന്നലെ അപ്പമെല്ലാം നിന്നിട്ട് നന്ദിയുണ്ടോ ഒരൊറ്റ എണ്ണത്തിന്, കണ്ടില്ലേ പോയത്, നിങ്ങളെങ്കിലും എന്നെ ഇട്ടേച്ച് പോകരുതേ എന്നായിരിക്കണം പറയേണ്ടത്. പക്ഷെ യേശു പറഞ്ഞത്, എന്താടാ നോക്കി നിൽക്കുന്നത്, നിനക്കും പോകാൻ മനസ്സുണ്ടെങ്കിൽ പോകോ. ഇതാണ് യേശുവിന്റെ ജീവിതം, ഇതാണ് യേശുവിന്റെ മാർഗം. അൺകോംപ്രമൈസിങ്. ഹി വാസ് നോട്ട് ലുക്കിംഗ് ഫോർ എ മെഗാ ചർച്ച്, ഹി വാസ് ലുക്കിംഗ് ഫോർ ഡിസൈപ്പിൾസ്. അവൻ ശിഷ്യന്മാർക്ക് വേണ്ടി, അവനെ ഭക്ഷിക്കുന്ന, അവനുമായിട്ട് കവനന്റിലേക്ക് പ്രവേശിക്കുന്ന ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് അവൻ കൊതിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, യേശു കർത്താവിന്റെ അടുത്ത് ഇവൻ വന്ന് പറയുന്നത് എന്താണ്? പിശാച് പറയുന്നത്, സകല മഹത്വവും, all the authority, it is with me, so I will give it to you. I need just a compromise, a small thing. I also will sit here. Okay, but you can do anything you want. നിനക്ക് വേണ്ടത് എന്ത് വേണം നീ ചെയ്തു, ഞാനിവിടെ ഈ കോണിലിരിക്കും. കർത്താവ് പറഞ്ഞു, നോ വേ, നോ വേ. പിശാച് സകല മഹത്വവും, ഞാൻ പറയട്ടെ, ലോകത്തിന്റെ മഹത്വത്തെ കാണിച്ചു തരുന്നത് ലോകത്തിന്റെ പ്രഭുവാണ്. ഞങ്ങളുടെ ഒരു മിഷണറി ഉണ്ട്, ചെയ്സ് എന്ന് പറഞ്ഞ്. ചെയ്സ് എന്നോട് പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്. ഒരു സംഘടനയുടെ ഒരു മീറ്റിങ്ങിന് വേണ്ടി ചെയ്സിനെ ആളുകൾ വിളിച്ചു. ഒരു എയർ കണ്ടീഷൻഡ് ഹാളിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അവിടെ വന്ന് പ്രസംഗിച്ച ആളുകൾ പറഞ്ഞ ഇതാണ്, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, ഈ ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ്. അതുകൊണ്ട് ഇവിടുത്തെ പൊന്നും, ഇവിടുത്തെ വെള്ളിയും, ഇവിടുത്തെ സ്വർണ്ണവും, ഇവിടുത്തെ ജുവൽസും, ഇവിടുത്തെ പണവും, ഇവിടുത്തെ ധനവും, ഇവിടുത്തെ മഹിമകളും എല്ലാം നമ്മുടെ വകയാണ്. ബിക്കോസ് വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമ്മൾ രാജാവിന്റെ മക്കളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ യേശു നിങ്ങളുടെ രാജാവാണെങ്കിൽ ആ രാജാവിന്റെ മക്കളെ പോലെ വേണം നമ്മൾ ജീവിക്കാൻ. അതെല്ലാം നിങ്ങൾക്ക് തരുവാനായി ഇതാ യേശു വരികയാണ്. ചെയ്സ് എഴുന്നേറ്റ് പറഞ്ഞു, സർ, ഞാൻ ഈ വാക്കുകൾ വേറെ എവിടെയോ കേട്ടതായിട്ട് ഓർക്കുന്നല്ലോ. ബ്രദർ, ഞങ്ങളുടെ മീറ്റിങ്ങിന് നേരത്തെ വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല സാറേ, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ എവിടെ വെച്ചാ കേട്ടത്? അത് ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഒരു 12,000 വർഷം മുമ്പാണ് മരുഭൂമിയിൽ വെച്ച് പിശാച് ഇതേ വാക്കുകൾ യേശുവിനോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് മുഴുവൻ എന്റെയാ, ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാമെന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് കൺവെൻഷൻ സ്റ്റേജുകളിൽ മുഴങ്ങി കേൾക്കുന്നത് ഈ പിശാചിന്റെ ശബ്ദമാണ്. ഈ ലോകത്തിന്റെ പ്രഭു പറയുകയാണ്, എന്ത്? ഈ ലോകത്തിന്റെ മുഴുവൻ ഞാൻ നിനക്ക് തരാം, ഇത് മുഴുവൻ, ഈ സകല മഹത്വവും ഞാൻ നിനക്ക് തരാമെന്നാ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഒരു കാര്യം പറയാം,
അവിടെ പിശാച് പറയുന്ന പോലെയാണ്, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെ ഞാൻ നിനക്ക് തരാമെന്നാണ്. അവനെ വീണ് നമസ്കരിക്കുന്നവൻ അവൻ ഇതൊക്കെ കൊടുക്കും. അവനെ വീണ് നമസ്കരിക്കുന്നവൻ അവൻ ഇതൊക്കെ കൊടുക്കും. പക്ഷേ സ്വർഗീയനായ ഒരു പിതാവിനെയാണ് നിങ്ങൾ വീണ് നമസ്കരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് സ്വർഗത്തിലാണ്. ഭൂമിയിലെ ദൈവത്തെയാണ്, ലോകത്തിന്റെ ദൈവത്തെയാണ് നിങ്ങൾ വീണ് നമസ്കരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിലേത് കിട്ടും. എന്ത് വേണമെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിന്റെ മഹിമകൾക്ക് വേണ്ടിയൊന്നും അല്ല ഞാൻ വന്നത്. ഞാൻ വന്നത് ഡിഫറന്റ് ആയിട്ടുള്ള ലക്ഷ്യത്തോടെയാണ്. ക്രൂശിൽ മരിച്ച് നിന്റെ തല തകർക്കാനാ. അല്ലാതെ നീയുമായിട്ട് കോംപ്രമൈസ് നടത്തി ഭരണത്തിന്റെ പങ്ക് പറ്റാനല്ല. പ്രിയമുള്ളവരെ, ഒരു യഥാർത്ഥ ദൈവ പൈതൽ ഒരിക്കലും പിശാചുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് ഏതെങ്കിലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോലും പിശാചുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി സാത്താൻ പൈസ തന്നാലും ഞാൻ വാങ്ങിക്കുമെന്ന്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി സാത്താൻ പൈസ തരത്തില്ല. അവന് അങ്ങനെ മണ്ടനൊന്നുമല്ല. അവൻ കാശ് തന്നാൽ നിങ്ങൾ അവന്റെ സുവിശേഷമായിരിക്കും നാളെ പ്രസംഗിക്കുന്നത്, അതിന് സംശയമൊന്നുമില്ല. ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാൻ കർത്താവ് നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നില്ല. ആ ഒരു ടെംപ്റ്റേഷൻ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്ത്, ഈ ടെംപ്റ്റേഷൻ എൻ്റെ കർത്താവ് കടന്നു പോയ, അല്ലെങ്കിൽ ആ കർത്താവിനോട് പിശാച് പറഞ്ഞ അതേ വാക്കുകൾ ആണ് പിശാച് ഇന്ന് എന്നോടും പറയുന്നത്. 3 അവസ്ഥകളിലും എൻ്റെ ബോഡിലി നീഡ്സ്, എൻ്റെ സോൾ, എൻ്റെ ഈഗോ, ഇതിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ദൈവികമായ മാർഗത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് പിശാച് ഈ സ്ഥലങ്ങളിലെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? എത്ര ജാഗരൂകരായിരിക്കണം ഈ പ്രലോഭനങ്ങളുടെ കാര്യത്തിൽ. പിശാചിനോട് കർത്താവ് പറഞ്ഞു, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ, ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് യു. നീയുമായിട്ട് എനിക്ക് യാതൊരു കാര്യങ്ങളുമില്ല, നീ എന്നെ വിട്ടുപോ. വാട്ട് ഈസ് റിട്ടൺ? You shall worship God and Him alone. You shall have only one God. You shall have only one authority. നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു അതോറിറ്റിയെ ഉണ്ടാകാൻ പാടുള്ളൂ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു അധികാരമേ ഉണ്ടാകുവാൻ പാടുള്ളൂ. അത് അവിടെ നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ടത്. നമ്മൾ ഇന്നലെ കേട്ട വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേകത, നമ്മൾ ഒറ്റ കസേരയുള്ള ഒരു മുറിയാണ്. അവിടെ 2 കസേരയില്ല. ആ കസേരയിൽ പിശാചിനെ ഇരുത്താൻ പാടില്ല, എന്റെ ഈഗോയെയും കയറ്റി ഇരുത്താൻ പാടില്ല. ഈഗോ കയറ്റി ഇരുത്തിയാലും ഭരിക്കുന്നത് പിശാചായിരിക്കും. കാര്യം, പിശാചിന്റെ കയ്യിലെ ആയുധമാണ് ഇപ്പോൾ എന്റെ ഈഗോ, എന്റെ സെൽഫ്. ഞാൻ പറഞ്ഞല്ലോ, കർണാലിറ്റി, കാർണൽ സെൽഫ്. എന്തുകൊണ്ടാണ്? അത് പിശാചിന്റെ കയ്യിലെ, ജഡം എന്ന് പറയുന്നത് പിശാചിന്റെ കയ്യിലെ ഒരു ആയുധമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ജഡത്തെ ഞാൻ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. പിശാചിന്റെ ആയുധമാണത്. ഞാൻ ജഡത്തെ, ലോകം, ജഡം, പിശാച്, ഈ 3 കാര്യങ്ങൾ ഞാൻ ജാഗരൂകരായിരിക്കണം. കൂടുതൽ ജാഗരൂകരാകേണ്ടത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഞാൻ എങ്ങാണമാണ് എഴുതുന്നതെങ്കിൽ, അതുകൊണ്ടാണല്ലോ ദൈവം എന്നെ ദയിപ്പിക്കാഞ്ഞ്, ഞാൻ എഴുതുന്നത് പിശാച്, ലോകം, പിശാച്, ജഡം, ലോകമെന്നായിരിക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് എഴുതിയപ്പോൾ ലോകം, ജഡം, പിശാച് എന്നാ എഴുതിയത്. എന്നാന്നറിയാമോ? പിശാചാണ് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത്. പക്ഷെ പിശാച് പലപ്പോഴും അവന്റെ കൊമ്പും കാലും കൊണ്ടൊന്നും നമ്മുടെ മുമ്പിൽ വരികയല്ല, അവന്റെ ഏജൻസിനെ മുന്നോട്ട് വിടുകയാണ്. അവന്റെ ഏജൻസ് വന്ന് ആർക്ക് വേണ്ടിയാണ് നമ്മളോട് ഫൈറ്റ് ചെയ്യുന്നത്? പിശാചിന് വേണ്ടിയാണ്. അവന്റെ ഏജൻസ് ആണ് ആര്? ലോകവും ജഡവും. അതുകൊണ്ട് ക്രോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് പറയുന്നില്ല. അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ജഡത്തെ ക്രൂശിക്കുക, ലോകത്തെ ക്രൂശിക്കുക. കാര്യം, ഇതിനെ ഒന്നിനെയും എൻ്റെ ഒരു കസേരയുള്ളൂ എനിക്ക്, ആ കസേരയിൽ കയറിയിരുത്താനായിട്ട് ഞാൻ അനുവദിക്കുകയില്ല. അവിടെ ആര് മാത്രമേ ഇരിക്കാവൂ? യേശു കർത്താവ് മാത്രം ഇരിക്കുക. അപ്പൊ ടെംപ്റ്റേഷൻസ് എപ്പോഴും ഈ കസേര യേശുവിൽ നിന്ന് മാറ്റി വേറെ എൻ്റെ ജഡത്തിന്, എൻ്റെ സോളിന്, എൻ്റെ ഈഗോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ടെംപ്റ്റേഷനാണ് ശരിക്കും ഈ പ്രലോഭനങ്ങളെല്ലാം. എന്താണ്? യേശു ഇരിക്കുന്ന സ്ഥലത്തേക്ക് എൻ്റെ ബോഡി, എൻ്റെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ, ഡിസയേഴ്സ് ഓഫ് മൈ ഫ്ലഷ്, എൻ്റെ ശരീരത്തിന്റെ മോഹങ്ങൾക്ക് കയറിയിരിക്കാൻ, എന്നെ നിയന്ത്രിക്കാനായിട്ട് എൻ്റെ ബോഡിയെ അനുവദിക്കുക, എന്നെ നിയന്ത്രിക്കാനായിട്ട് എൻ്റെ സോളിനെ അനുവദിക്കുക, എന്നെ നിയന്ത്രിക്കാനായിട്ട് എൻ്റെ ഈഗോയെ അനുവദിക്കുക. ഇതാണ് പിശാചിന്റെ തന്ത്രം, ഇതാണ് പിശാചിന്റെ പ്രലോഭനങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഈ കസേരയിൽ നിന്ന് യേശുവിനെ മാറ്റി എൻ്റെ ഈഗോയെയോ എൻ്റെ സെൽഫിനെയോ എൻ്റെ ബോഡിയെയോ കയറ്റിയിരുത്തുവാൻ അനുവദിക്കരുത്. ശരീരം നമ്മളെ ഭരിക്കരുത്.
ശരീരം നമ്മുടെ അടിമയാകണം, അല്ലാതെ നമ്മൾ ശരീരത്തിന്റെ അടിമ ആകാൻ പാടില്ല. ശരീരം നമ്മുടെ അടിമയായിരിക്കണം. എൻ്റെ കൈ എന്ത് ചെയ്യണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയാത്ത സ്റ്റേജിൽ ആണ് അത് എൻ്റെ ശരീരം എൻ്റെ ഈഗോയുടെ അടിമയാണെങ്കിൽ എൻ്റെ ശരീരം ന്യൂട്രലാണ്. ബോഡി ഈസ് ന്യൂട്രൽ, ബട്ട് ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ either by Jesus or by my body or my soul or my ego. അതാണ് അവിടുത്തെ പ്രശ്നം. ഇതിൽ യേശു അല്ലാതെ വേറെ ആര് കയറിയിരുന്നാലും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആര് തന്നെയാണ്? ഇറ്റ് ഈസ് ഡബിൾ, പിശാചാണ്. അതുകൊണ്ട് നമുക്ക് പിശാചിനോട് പറയാൻ കഴിയണം, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ, ഇറ്റ് ഈസ് റിട്ടൺ ദാറ്റ് യു ഷാൽ വർഷിപ്പ് ഗാഡ് ആൻഡ് ഹിം അലോൺ. അവനെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. അതൊരു വലിയൊരു ഡിസിഷനാണ്. ഞാൻ എൻ്റെ കർത്താവിനെ മാത്രമേ നമസ്കരിക്കത്തുള്ളൂ. ഐ ഹാവ് ഓൺലി വൺ ഗാഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ജാതീയ ദൈവങ്ങളെ അനുസരിക്കത്തില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. ഇഫ് ഐ ഹാവ് ഓൺലി വൺ ഗാഡ്, മണി ഈസ് നോട്ട് മൈ ഗാഡ്, മൈ ഈഗോ ഈസ് നോട്ട് മൈ ഗാഡ്. എൻ്റെ പണം എൻ്റെ ദൈവമല്ല, പദവികൾ എൻ്റെ ദൈവമല്ല, ആരോഗ്യം എൻ്റെ ദൈവമല്ല, സൗന്ദര്യം എൻ്റെ ദൈവമല്ല, മറ്റുള്ളവരെൻ്റെ ദൈവമല്ല, കുഞ്ഞുങ്ങളെൻ്റെ ദൈവമല്ല. ഇന്ന് പലപ്പോഴും കുഞ്ഞുങ്ങളെ വീട്ടിലെ ദൈവങ്ങൾ. ഓരോ ഭൂമിയിലെ യാതൊന്നും എൻ്റെ ദൈവമല്ല. ഐ ഹാവ് ഓൺലി വൺ ഗാഡ്. ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് വേദപുസ്തകം പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ആശ്വാസം. അയ്യോ, നമ്മൾ വേറെ അമ്പലത്തിൽ ഒന്നും പോകുന്നില്ല ബ്രദറെ, നമ്മൾ വേറെ ആരെയും ആരാധിക്കുന്നില്ല ബ്രദറെ, നമ്മൾ യേശുവിനെ തന്നെ ആരാധിക്കുന്നു. അതല്ല, ഗാഡ് ഈസ് മൈ ഓൺലി ഗാഡ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതല്ല. നമ്മളെ പലപ്പോഴും ഭരിക്കുന്നത് പണമാണ്, പണമോഹമാണ്, ജഡമാണ്, ജഡമോഹമാണ്, ശരീരമാണ്, ശരീരമോഹമാണ്, ഈഗോയാണ്. അവിടെയാണ് നമ്മുടെ ദൈവങ്ങൾ ആരൊക്കെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. കർത്താവ് പറഞ്ഞു അവനെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഈഗോയോ, എൻ്റെ മാനുഷികതയോ, എൻ്റെ മറ്റ് മോഹങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നടക്കത്തില്ല. അതിനൊന്നിനും എനിക്ക് വർഷിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഐ വർഷിപ്പ് ഓൺലി ഗാഡ്. ഐ ഹാവ് പ്ലേസ്ഡ് ഗാഡ് ഇൻ മൈ ത്രോൺ and he is reigning in each and every part of my body, my soul and my life and everything. അപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് പിശാച്. and what is written, താഴോട്ട് അവിടെ വായിക്കുമ്പോഴത്തേക്ക് അവിടെ എഴുതിയിരിക്കുന്നതായ പ്രധാനപ്പെട്ട വാക്യം, then the devil left him and behold angels came and ministered to him. അപ്പോൾ പിശാച് അവനെ വിട്ട് പോയി, ദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിച്ചു. എന്താണെന്നറിയാമോ? ഞാൻ ഈ ഭാഗം വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടുള്ള കാര്യമുണ്ട്. യേശുവിന്റെ ഡിസിഷനാണ് ഞാൻ പിതാവിനെ അല്ലാതെ വേറെ ആരെയും നമസ്കരിക്കുകയില്ല. പിതാവിന്റെ വില്ലല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു വില്ലും എനിക്ക് വേണ്ട. അത് ഡിസിഷൻ ആരുടേതാണ്? യേശുവിൻ്റെതാണ്. എന്നാൽ ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ, ആ ഡിസിഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അവനെ സഹായിക്കുവാനും അവനെ ശുശ്രൂഷിക്കുവാനുമായിട്ട് ദൈവം ദൂതന്മാരെ അയക്കുകയാണ്. ഗത്സമന തോട്ടത്തിൽ ഇതേപോലെ തന്നെ ഒരു അനുഭവം നമ്മൾ കാണുന്നുണ്ട്. ഗത്സമന തോട്ടത്തിൽ യേശു കർത്താവ് ഏറ്റവും ഒടുവിൽ പറയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം, അല്ലെങ്കിൽ നിന്റെ ഹിതമാണെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നിർവഹിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു ദൂതൻ വന്ന് അവനെ ശക്തീകരിച്ചു. ഡിസിഷൻ എടുത്തത് വ്യക്തിയാണ്, യേശുവാണ്. എൻ്റെ വൊളീഷന്റെ തലത്തിൽ യേശു മാത്രം എനിക്ക് മതി, വേറെ ആരും എനിക്ക് ദൈവമല്ല, എനിക്ക് വേറെ ആരെയും വേണ്ട, വേറെ ഒരാളെയും ഞാൻ അനുസരിക്കത്തില്ല, എൻ്റെ ഈഗോയെ എൻ്റെ സിംഹാസനത്തിലേക്ക് കയറ്റുവാൻ ഞാൻ സമ്മതിക്കത്തില്ല, എൻ്റെ സെൽഫിന്റെ ഇഷ്ടങ്ങളെ എൻ്റെ സിംഹാസനത്തിലേക്ക് കയറുവാൻ ഞാൻ സമ്മതിക്കത്തില്ല, എൻ്റെ ശരീരമോഹങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ വിട്ടുകൊടുക്കത്തില്ല, എൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ ദൈവം എപ്പോഴും യേശു മാത്രമായിരിക്കും, യേശു മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ. അങ്ങനെ എൻ്റെ കസേരയിൽ യേശുവിനെ ഇരുത്താനുള്ള തീരുമാനം ഞാനാണ് എടുക്കുന്നത്. തീരുമാനമെടുക്കാൻ ദൈവം ദൂതന്മാരെ അയക്കത്തില്ല. പക്ഷെ തീരുമാനമെടുത്താൽ ചെറിയ തീരുമാനമൊന്നും അല്ല എടുക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ വില്ല് മാത്രം മതി എൻ്റെ ലൈഫിൽ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. ദൈവപുത്രൻ പോലും ആ പാനപാത്രം, അതിന്റെ കാഠിന്യം, അതിനെക്കുറിച്ച് ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി മാത്രം തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന്റെ മാനുഷികമായി ആലോചിച്ചാൽ ഇറ്റ് ഈസ് സോ ഡിഫിക്കൽട്ട്. It is difficult. In human way, I say that you cannot fulfill the desire of the Holy Spirit in your life. In human way. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മാനുഷികമായുള്ള ശക്തി നിങ്ങൾക്ക് ഇല്ല. പക്ഷേ തീരുമാനമെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്.
ദൈവത്തിന്റെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ മതി. ഞാൻ ജഡത്തിന്റെ മോഹങ്ങൾ എന്നിലേക്ക് വരുമ്പോൾ ഞാൻ അതിനെ വീണ്ടും ഒരാണിയോട് അടിച്ച് കാൽവറി ക്രൂസിൽ തറച്ചു കളയും. ഞാൻ ഒരിക്കലും ജഡം എന്നിൽ ഭരണം നടത്താൻ അനുവദിക്കത്തില്ല. എൻ്റെ ശരീരത്തിന്റെ മോഹങ്ങൾ എന്നെ ഭരണം നടത്താൻ ഞാൻ അനുവദിക്കത്തില്ല. എൻ്റെ ഫെയിം അല്ലെങ്കിൽ എൻ്റെ എൻ്റെ സോൾ, എൻ്റെ ദേഹിയുടെ ഇഷ്ടങ്ങൾ എന്നിൽ ഭരണം നടത്താൻ ഞാൻ അനുവദിക്കത്തില്ല. എൻ്റെ ഈഗോ എന്നിൽ കടക്കാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന തീരുമാനം നിങ്ങൾ എടുത്താൽ, വൊളീഷന്റെ തലത്തിൽ ദൂതൻ വരത്തില്ല. തീരുമാനം എടുപ്പിക്കാൻ ഒരിക്കലും ദൂതൻ വരത്തില്ല. അങ്ങനെയാണെന്നെങ്കിൽ എന്ത് ഈസി ആയിരുന്നു കർത്താവിന് ആളുകളെ വിശ്വാസത്തിലേക്ക് നയിക്കാനായിട്ട്. തീരുമാനമെടുക്കേണ്ട സമയത്ത് ദൂതൻ വരത്തില്ല. പക്ഷെ തീരുമാനം എടുത്താൽ അമാനുഷികമായ നിലയിൽ, മാനുഷികമായി സാധിക്കാത്തതിനെ സാധിച്ചെടുക്കേണ്ടതിന് ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് നിങ്ങളുടെ പ്രലോഭനങ്ങളുടെ, ഏത് വലിയ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രലോഭനങ്ങളുടെയും മധ്യത്തിൽ തന്റെ ദൂതന്മാരെ കർത്താവ് നിങ്ങളെ ശക്തീകരിക്കേണ്ടതിന് അയച്ചു തരുമെന്നതിനകത്ത് സംശയമൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. യേശു കർത്താവിന്റെ പ്രലോഭനങ്ങളുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക. എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നു? പല സമയത്തും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ള സാക്ഷ്യം നമുക്ക് ലഭിക്കേണ്ടതിന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിരുന്നത് മറ്റ് പല അത്ഭുതങ്ങളും മറ്റുള്ള കാര്യങ്ങളുമാണ്. പിശാച് വന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ശരീരത്തിന്റെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം. പലപ്പോഴും നമ്മുടെ ബോഡി നീഡ്സ് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്താണെന്ന് പിശാച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. യു കനോട്ട് സർവൈവ്, യു കനോട്ട് കം ഔട്ട് ഓഫ് ദിസ് കൈൻഡ് ഓഫ് പാഷൻസ് ഓഫ് യുവർ ബോഡി. നിങ്ങളുടെ ശരീരത്തിന്റെ ഈ മോഹങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ലെന്ന് പല സമയത്തും പിശാച് നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഇസ് എ ലൈ, ദാറ്റ് ഇസ് എ ലൈ. എന്താണ് നമ്മളെ ജീവിപ്പിക്കുന്നത്? നമ്മുടെ ശരീരത്തിന്റെ മോഹങ്ങൾ നമ്മളെ കീഴടക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മളെ ജീവിപ്പിക്കുവാൻ, അതിൽ നമ്മളെ വിടുവിക്കുവാൻ ദൈവം അവന്റെ വചനത്തെ അയക്കുന്നു. Every word that proceeds from the mouth of the Lord elevates me. എൻ്റെ ശരീരത്തിന്റെ മോഹങ്ങൾക്കപ്പുറത്ത് ഞാൻ കാണുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ ആ ശക്തിയാണ്. കർത്താവിന്റെ വചനം എന്നിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ജീവനായി പരിണമിക്കുകയും ദൈവം എന്നെ പ്രലോഭനങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി അവന്റെ വചനത്തെ അയച്ചു തരുന്നത് ഞാൻ അനുഭവിച്ചറിയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിന്റെ മോഹങ്ങൾ നമ്മളെ വാഴരുത്. ദൈവത്തിന്റെ വചനം നമ്മളെ ജീവിപ്പിക്കണം. അതാണ് നമ്മളോട് പറയുന്നത്, യു ആർ ദ ചൈൽഡ് ഓഫ് ഗാഡ്. നമ്മൾ ആ ശബ്ദം കേൾക്കുന്നുണ്ടോ? ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇന്ന് ഈ പകലിൽ ഞാൻ ചോദിച്ചോട്ടെ, ഹൗ മെനി ഓഫ് യു ഹാവ് എ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗാഡ്? How many of you know that you are a child of God in the spirit realm? How many of you hear the voice of the Spirit that speaketh to you in your spirit? നിങ്ങളുടെ ആത്മാവിൽ സംസാരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം, യു ആർ മൈ സൺ, യു ആർ മൈ സൺ, യു ആർ മൈ സൺ എന്ന ആത്മാവ് നിങ്ങളോട് നിരന്തരം സംവാദിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ അവന്റെ ശബ്ദം കേൾക്കാനായിട്ട് നിങ്ങളുടെ ചെവികളെ തുറന്നു കൊടുക്കുക. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നവർ തിരിച്ചറിയുന്നു എന്ന് കർത്താവ് പറയുന്നു. ഹിയർ ദ വോയിസ് ഓഫ് ദ ലോർഡ്. നിങ്ങളെ ജീവിപ്പിക്കുന്നതാണ്. 37 വർഷമായി എന്നെ ജീവിപ്പിക്കുന്നത് കർത്താവിന്റെ വചനമാണ്, വേറെ ഒന്നുമല്ല. ഇറ്റ് ഈസ് എ വേർഡ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ശരീരത്തിന്റെ മോഹങ്ങൾക്കപ്പുറത്ത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നമ്മളെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. രക്ഷയ്ക്കായി വളരുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ജസ്റ്റ് ഹിയർ ദ വോയിസ് ഓഫ് ഗാഡ്. അത് ആത്മതലത്തിൽ നമ്മൾ അറിയണം. യു നീഡ് ടു ഹിയർ ദ വോയിസ് ഓഫ് ദ സ്പിരിറ്റ് ഇൻ യുവർ സ്പിരിറ്റ്. It speaks that you are my son, you are my son. പ്രിയമുള്ളവരെ, വീണ്ടും പ്രശസ്തനാകുവാനുള്ള മോഹം, എൻ്റെ ദേഹിയുടെ ഇഷ്ടങ്ങൾ, എൻ്റെ ദേഹിയുടെ താല്പര്യങ്ങൾ, സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനുള്ള മോഹം, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുവാനുള്ള താല്പര്യം. പല കുഞ്ഞുങ്ങൾക്കും പലപ്പോഴും ഉണ്ടാകുന്ന വലിയ അപകടം അതാണ്, സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനുള്ള മോഹം. അതൊക്കെ ദേഹത്തിൻ്റെ ഇഷ്ടമാണ്, ദേഹിയുടെ ഇഷ്ടമാണ്. ദേഹിയുടെ ഇഷ്ടം, ദേഹത്തിൻ്റെയും ദേഹിയുടെയും ഇഷ്ടങ്ങൾക്ക് നമ്മൾ വശംവദരാകരുത്. സുവിശേഷകരെ, സുവിശേഷ വേലയിൽ താല്പര്യപ്പെടുന്നവരെ, പ്രശസ്തിക്ക് പിന്നാലെ പോകരുത്. ഒരു ബനാന നിങ്ങൾ പൊളിച്ചിട്ട് അതിന്റെ ഔട്ടർ സ്കിൻ എറിഞ്ഞു കളയുന്നത് പോലെ നിങ്ങൾ എറിഞ്ഞു കളയപ്പെടുവാൻ മോഹമുള്ളവരായിരിക്കണം. അതിൻ്റെ ഉള്ളിൽ ഉള്ള ബനാനയാണ് ആളുകൾക്ക് വേണ്ടത്. നമ്മൾ യേശുവിനെ പൊതിഞ്ഞു നിൽക്കുന്ന ഔട്ടർ സ്കിൻ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കണം. യേശുവിനെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അസ്തിത്വത്തിന് പ്രസക്തിയില്ലാതെയാകുന്നു. അവർ മറ്റുള്ളവർ നമ്മളെ എറിഞ്ഞു കളയട്ടെ, അതിനുവേണ്ടി നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കാം. പാപത്തിൽ വീഴുന്നത് വേറെ, പാപത്തിൽ ചാടുന്നത് വേറെ. പാപത്തെ ഹെയ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. പാപത്തെ ഇഷ്ടപ്പെടുന്ന, പാപത്തെ സ്നേഹിക്കുന്ന നമ്മുടെ മനോഭാവത്തിൽ നിന്ന് മാറി പാപത്തെ ഹെയ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് നമുക്കുണ്ടോ? Let's ask ourselves.
ആൻഡ് ഓൾസോ ലോകത്തിന്റെ മോഹങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ നിരത്തി വെച്ചിട്ട് പിശാച് നമ്മളോട് ഇതൊക്കെ നിനക്ക് തരാം, ഒരു കോംപ്രമൈസ്, ഒരു ചെറിയ കോംപ്രമൈസ്. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ കാര്യങ്ങൾ കൈവശപ്പെടുത്തുന്നവർ എവിടെയെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു കോംപ്രമൈസിലൂടെ അല്ല ദൈവം നമ്മളെ നയിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവനോട് കോംപ്രമൈസ് ചെയ്താൽ, ഒരിടത്ത് തുടങ്ങിയാൽ അവൻ വീണ്ടും 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 പല പല കാര്യങ്ങളിലേക്ക് നമ്മൾ വീണു പോകുന്നത്. ഒരു ചെറിയ ഒരു കല്ല് റോൾ ചെയ്ത് വിട്ടാൽ അത് നേരെ വിടുന്ന സ്ഥലത്തോട്ടല്ല, അത് ഒരു സ്റ്റീപ്പായിട്ടുള്ള സ്ഥലത്തേക്ക് നിന്ന് താഴേക്ക് പോയി ഏറ്റവും കൂടുതൽ സമുദ്രത്തിൽ ചെന്ന് പതിക്കുന്നത് പോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു കോംപ്രമൈസിന് തയ്യാറായാൽ അതിൽ നിന്ന് വീണ്ടും ഉരുണ്ടുരുണ്ടുരുണ്ട് വീണ്ടും താഴേക്ക് പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ വീണു പോകാതെ ഇരിക്കേണ്ടതിന് ഹല്ലേലൂയ നമ്മുടെ ആത്മാവിൽ നമ്മളൊരു തീരുമാനമെടുക്കണം. ഐ വിൽ ഹാവ് ഓൺലി വൺ ഗാഡ്. ഐ വിൽ പുട്ട് ജീസസ് ഇൻ ദ ത്രോൺ. ഐ വിൽ നെവർ അലൗ മൈ സെൽഫ് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് ത്രോൺ. എൻ്റെ സിംഹാസനത്തിലേക്ക് കയറിയിരിക്കാൻ എൻ്റെ സെൽഫിനെ ഞാൻ അനുവദിക്കത്തില്ല. എൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല. എൻ്റെ ബോഡിയുടെ നീഡ്സിനെ ഞാൻ അനുവദിക്കത്തില്ല. എൻ്റെ ഈഗോയെ ഞാൻ അനുവദിക്കത്തില്ല. എൻ്റെ പ്രശസ്തിക്കുള്ള മോഹത്തെ ഞാൻ അനുവദിക്കത്തില്ല. എന്നെ ഭരിക്കാൻ ഒരാളെ ഉള്ളൂ, യേശു മാത്രം. ദൈവത്തിൻ്റെ ഹിതം മാത്രം മതി എനിക്ക്. നിങ്ങളെ തീർച്ചയായും സഹായിക്കുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുമെന്നതിന് സംശയം വേണ്ട. ഇന്ന് ഈ പകലിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. നിങ്ങൾ അങ്ങനെ ദൈവത്തിന് പൂർണ്ണമായും അവനെ മാത്രം എനിക്ക് മതി എന്ന് പറയുന്ന, എൻ്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുവാൻ യേശു മാത്രം മതി, എൻ്റെ ശരീരത്തെയോ എൻ്റെ ഇഷ്ടങ്ങളെയോ എൻ്റെ പ്രശസ്തിയെയോ എൻ്റെ മോഹങ്ങളെയോ ഞാനത് കയറ്റിയിരുത്താൻ ആഗ്രഹിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. നമ്മൾ പരീക്ഷിക്കപ്പെടുന്നതിൽ പലപ്പോഴും ദൈവം അനുവദിക്കുന്നുണ്ട്. പക്ഷേ പ്രലോഭിപ്പിക്കപ്പെട്ടാൽ ഇന്റഗ്രിറ്റി തെളിയിച്ചുകൊണ്ട് പുറത്തു വരേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ദേഹത്തെയും നിങ്ങളുടെ ദേഹിയെയും നിങ്ങളുടെ ഈഗോയെയും തകർക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ഹല്ലേലൂയ. പിശാച് യേശുവിന്റെ അരികിൽ വന്നു. അവന്റെ ദേഹവും അവന്റെ ദേഹിയും അവന്റെ ഈഗോയും ഒന്നും അവൻ പിശാചിനെ കീഴ്പ്പെടുത്തി കൊടുത്തില്ല. നമുക്ക് നമ്മുടെ ദേഹത്തിന്റെ മോഹങ്ങളെ, ശരീരമോഹങ്ങളെ, നമ്മുടെ ദേഹിയുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ ഈഗോയുടെ ഭരിക്കുവാനുള്ള മോഹത്തെ ഒക്കെ തകർക്കുവാൻ പിശാച് നമുക്ക് നമ്മളോട് പ്രലോഭനങ്ങൾ നടത്തുമ്പോൾ അതിനെ തകർക്കുവാൻ ദൈവം നമുക്ക് നൽകുന്നൊരു അവസരമാണ്. ഇന്ന് എത്ര പേര് പറയും, കർത്താവേ, എനിക്ക് എൻ്റെ സെൽഫിൽ നിന്ന്, എൻ്റെ ഈഗോയിൽ നിന്ന്, എൻ്റെ ശരീരമോഹങ്ങളിൽ നിന്ന്, എൻ്റെ ദേഹിയുടെ ഇഷ്ടങ്ങളിൽ നിന്ന് ഒക്കെ ഒരു വിടുതൽ ആവശ്യമുണ്ട്. ഞാൻ നിന്നെ മാത്രം നമസ്കരിക്കും. പലപ്പോഴും എനിക്കതിനുള്ള ശക്തിയില്ല. എന്നെ ശക്തീകരിക്കുന്നതിന് നീ എനിക്ക് അഭൗമികമായി സഹായിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കർത്താവെ, തീരുമാനത്തിൻ്റെ തലത്തിൽ ഞാൻ ഒരു തീരുമാനം എടുക്കുകയാണ്. നിന്റെ ഇഷ്ടം മാത്രം മതി എനിക്ക്. എത്ര പേര് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടെ പൂർണ്ണമായും ആ സിംഹാസനത്തിൽ യേശു മാത്രം ഇരിക്കേണ്ടതിനെ സമർപ്പിക്കും? കരങ്ങളെ ഉയർത്തി കർത്താവിനോട് പറ, കർത്താവേ, ഐ ജസ്റ്റ് വാണ്ട് ടു സീ ദാറ്റ് യു ആർ റൂളിംഗ്, റെയിനിങ് ഇൻ മൈ ലൈഫ് ഓ ഗാഡ്. ഹല്ലേലൂയ. പ്രലോഭനങ്ങളുമായി പിശാച് വരുമ്പോൾ അതിൽ വീണു പോകുവാനല്ല. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലോർഡ്, എൻ്റെ ബോഡി നീഡ്സ് ആണ് വലുതെന്ന് പിശാചിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ദേഹിയുടെ മോഹങ്ങൾക്ക് വേണ്ടി ഞാൻ പലപ്പോഴും പിശാചിന് എന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ സിംഹാസനത്തിലേക്ക് എൻ്റെ ദേഹിയെ കയറ്റിയിരുത്തിട്ടുണ്ട്. പ്രശസ്തിക്ക് വേണ്ടിയുള്ള മോഹം പലപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ഞാൻ ഒരിക്കലൂടെ ഏറ്റുപറയുന്നു, നീ മാത്രം ദൈവം. പണം എൻ്റെ ദൈവമല്ല, പദവികൾ എൻ്റെ ദൈവമല്ല, ആഹാരം എൻ്റെ ദൈവമല്ല, വസ്ത്രം എൻ്റെ ദൈവമല്ല. കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് യേശു മാത്രം എന്നെ ഭരിക്കുന്ന ഒരു പുതിയ അവസ്ഥയിലേക്ക് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. കർത്താവേ, നീ എന്നെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.